അപ്പം അപ്പൊ അതിന്റെ ചുരുക്കം പറഞ്ഞാൽ സെവറിയൂസിന്റെ അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ മുമ്പേ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആം, സെവറിയോസിനെയും അന്തിമോസിനെയും ഒക്കെ സഭയിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ്. അതുവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഹി വാസ് ഡിപ്പോസ്ഡ് ആൻഡ് ഹി വാസ് എക്സൈൽഡ്. അതിനുശേഷമാണ് ഇപ്പൊ ജെ പറഞ്ഞ പോലെ വിളിച്ചു വരുത്തി, ജസ്റ്റിനെയും വിളിച്ചു വരുത്തിയിട്ട് അവിടെ ആ സമയത്താണ് ഇദ്ദേഹം അവിടുത്തെ ഒരു പാത്രികീസിനെയും തലതിരിപ്പിച്ചു. അവസാനം ആ പാത്രികീസ് വാസ് എക്സൈൽഡ്. അൾട്ടിമേറ്റ്ലി ഇവരെ എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂടെ വേറെ കുറച്ച് പേരെയും ഉണ്ട്, അവരെയൊക്കെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓൾ ഹിസ് ബുക്സ് വെ ബാനിഷ്ഡ്. അദ്ദേഹത്തിന്റെ എല്ലാ ബുക്സുകളും, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ അതൊക്കെ ബാൻ ചെയ്തു. ബാൻ ചെയ്തെന്ന് മാത്രമല്ല, ഈ റോമൻ എംപയറിൽ മേജർ സിറ്റീസിലൊന്നും അദ്ദേഹം കയറിപ്പോകരുത് എന്നുള്ള കൽപ്പനയും ചക്രവർത്തി ജസ്റ്റിനിയൻ ചക്രവർത്തി പുറപ്പെടുവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ച് അലക്സാണ്ട്രിയയിൽ പോകാൻ സാധിക്കാതെ പോയത്. അദ്ദേഹം പിന്നെ സാക്ക എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് അദ്ദേഹം പോയി. ഒരു സിറ്റി അല്ല, ഒരു സ്ഥലമാണ്. ഇന്ന് അതൊരു കുറച്ചൊരു വലിയൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോയിട്ട് അദ്ദേഹം താമസിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തത്. അപ്പം തിരിച്ച് അലക്സാണ്ട്രിയയിൽ പോകാൻ പറ്റാഞ്ഞതിന്റെ കാരണം ഇതാണ്. ഹി വാസ് ബാൻഡ് ഫ്രം ഓൾ ദി മേജർ സിറ്റീസിൽ എല്ലാം ബാൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ പോകാൻ പറ്റിയില്ല. അദ്ദേഹം തിരിച്ച് ഇവിടെ സാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് താമസിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് സെവറിയോസ്. ഇപ്പൊ സെവറിയോസിന്റെ അവസാന കാലഘട്ടത്തിലും സെവറിയോസ് ഒരിക്കലും മറ്റൊരാളെ, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലിറ്റർജിക്കൽ ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്തു. ലിറ്റർജി വെസ്റ്റ് സിറിയക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ വിഭാഗീത പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടി കുറഞ്ഞ ഒരു പക്ഷേ ഇങ്ങനൊരു സഭ ഇങ്ങപ്പുറത്ത് തുടങ്ങുന്നെങ്കിൽ അവർക്ക് സഹായകരമാകട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം ലിറ്റർജി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വെച്ചു. എല്ലാ റിസോഴ്സസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യാൽ അടുത്ത ഒരാളിനെ വാഴിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് അന്ന് ഉണ്ടായില്ല. അത് ചെയ്തില്ല എന്നുള്ളത് അതൊരു ദൈവഹിതമായിട്ട് ഞാൻ കാണുന്നു. കാരണം അല്ലായിരുന്നെങ്കിൽ ഇവർ ലെജിറ്റിമേറ്റ് ആയിട്ടൊരു സഭ എന്നുള്ള നിലയിൽ ഒരു ക്ലെയിം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പം അത് സാധിക്കാതെ പോയി. അത് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ഒരു കൈയായിട്ട് അത് കാണുകയാണ്. അപ്പൊ അങ്ങനെ സെവറിയോസിന്റെ കാലത്ത് അപ്പൊ ഇങ്ങേപ്പുറത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് പറയാനായിട്ട്. അതായത് അത് തന്നെ ഇപ്പൊ സെവറിയോസിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങേപ്പുറത്ത് അന്ത്യോക്യയിൽ പാത്രികീസ്മാർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അന്ത്യോക്യയിലെ പാത്രികീസ്മാർ, പിന്നീട് വന്ന പാത്രികീസ്മാർ വളരെ ശക്തമായ, പ്രത്യേകിച്ച് സെവറിയോസിന്റെ ഈ വിഘടന പ്രവർത്തനം, സെവറിയോസ് കാരണം സഭ തന്നെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് വന്ന പാത്രികീസ്മാർ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയത്. പ്രത്യേകിച്ച് എഫ്രൈം എന്ന് പറഞ്ഞ ഒരു പാത്രികീസ്, അദ്ദേഹം വളരെ, അദ്ദേഹത്തെ പറ്റി ഇവർ പറയുന്നത് അദ്ദേഹം ഒരുപാട് അന്നത്തെ ഉണ്ടായിരുന്ന നോൺ കാൽസിഡോൺ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ പെർസിക്യൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് അന്ത്യോക്യയുടെ സെവറിയസിന് ശേഷം വന്നൊരു പാത്രികീസാണ്. അപ്പൊ എഫ്രൈം, ആ പാത്രികീസ് അത്ര ശക്തമായ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയത്. അപ്പൊ ആ എഫ്രൈം പാത്രികീസിന്റെ കാലഘട്ടത്തിലാണ് ഈ തിയോഡോറയുടെ ഉള്ളില് ഈ ഒരു ഐഡിയ വരുന്നത്. അതായത് എങ്ങനെയും പുതിയൊരു ഇതിനുവേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കണം എന്നൊരു താല്പര്യം ഈ തിയോഡോറയ്ക്ക് തോന്നിയത്. അതിന് പ്രധാനമായിട്ട് ഈ തിയോഡോറ മാത്രമല്ല, ഈ അൽ ഹരിയത്ത് എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനൊരു ഒരു ഗസനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാജാവ്, നാടുവാഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഒരു ഇന്നത്തെ അറബ് വംശത്തിന്റെ ഒക്കെ മുമ്പുണ്ടായിരുന്ന ഒരു നാടുവാഴിയാണ്. വലിയൊരു ചക്രവർത്തി എന്ന നിലയിലൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റിനോപ്പോൾ ചക്രവർത്തിയുടെ കീഴിലുള്ള ഒരു നാടുവാഴി എന്നുള്ള നിലയിൽ. അപ്പൊ അവിടുത്തെ അവർ ഈ കൂടുതൽ നോൺ കാൽസിഡോൺ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു അവർ ആ ഭാഗത്തുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെയും എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ സഭ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ യാക്കോബായ സഭ എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ചീഫായിട്ടുള്ള കോൺസ്പിറേറ്റേഴ്സ് ഇതാരാന്നുള്ളതാണ് പറയുന്നത്. അതാണ് തിയോഡോറ എന്ന ഈ ഈ എംപ്രസും ഇവര് പെൺപിള്ളയും, പിന്നെ അതുപോലെ തന്നെ ഈ അൽഹരീത്ത് ഇബിൽ ജബല എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹമാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കോൺസ്പയർ ചെയ്യുന്നത്. ഇങ്ങനൊരു പുതിയൊരു വിഭാഗത്തെ ഉണ്ടാക്കാം, അതിനുവേണ്ടി ഒരു ബിഷപ്പിനെ വാഴിക്കണം എന്നുള്ള താല്പര്യത്തിലേക്ക് വന്നത്. ഇത് സെവറിയോസിന്റെ മരണശേഷം നടന്ന കാര്യമാണ്. അപ്പം സെവറിയോസിന്റെ മരണശേഷം അവിടെ ഉണ്ടായിരുന്ന അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരുന്ന എഫ്രൈമിന്റെ കാലഘട്ടത്തിൽ അവിടെ പെർസിക്യൂഷൻ ആണ്. അതിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള നിലയിലാണ് ഈ തിയോഡോറ ഈ ഒരു കാര്യം ചെയ്യുന്നത്. തിയോഡോറ കൊണ്ടുവന്ന തിയോഡോറയുടെ ബുദ്ധിയിൽ വന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഒരു സപ്പോർട്ട് ഇദ്ദേഹം ചെയ്തു. ഈ പറയുന്ന ഈ ഹരീത്ത് എന്ന് പറഞ്ഞ വ്യക്തി, ആ നാടുവാഴിയായിട്ടുള്ള വ്യക്തി, കിങ് ഓഫ് ഗസനിറ്റ്സ് എന്ന് പറയാം. അപ്പൊ അവര് നോൺ കാൽസിഡോണിയൻസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് അവിടേക്ക് വേണ്ടി വാഴിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇവരുടെ ഈ തിയോളജി നിൽക്കുന്ന കുറച്ച് ബിഷപ്പ്മാർ വേണം എന്നൊരു താല്പര്യം. അപ്പം ഈ മനസ്സിലൊരു കുട്ടി എന്ന് പറഞ്ഞ പോലെ തിയോഡോറയ്ക്കുടനെ ആ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു വിഷയം വരുന്നത്. അങ്ങനെ അവര് ഒരാളെ വാഴിക്കണമല്ലോ, വാഴിക്കാനായിട്ട് ഒരാളെ തപ്പിയപ്പോഴാണ് ഇവർക്ക് ഈ യാക്കോബ് ബുർദ്വാനെ കിട്ടിയത്. വല്ല ആഡ് ചെയ്യാനുണ്ടോ ചേച്ചി ബ്രദറെ? ഏതപ്പോ നമ്മൾ തിയോഡോറയല്ലേ എടുക്കണേ? അല്ല, തിയോഡോർ ഞാൻ യാക്കോബ് ബുർദ്വാനിലേക്ക് ചാടുക. യാക്കോബ് ബുർദ്വാനിലേക്ക് ചാടാൻ മുമ്പേ വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റിൻ ബ്രദറെ, തിയോഡോറയുടെ കേൾക്കാണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കാണ്ടോ? കേൾക്കാം പറഞ്ഞു. തിയോഡോറയുടെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞു സെവറിയസിന്റെ കാലഘട്ടം ഏതാണ്? 465 to 538. തിയോഡോറയുടെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 500 AD. ചില സോഴ്സുകൾ പറയുന്നത് 490 AD ആണ്.
ടു 547 അല്ലെങ്കിൽ 548. ഇതാണ് തിയോഡോറയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ തിയോഡോറ എന്ന് പറയുകയാണെങ്കിൽ ആ എംപ്രസ് അത് വെരി ലോ ലൈഫ് എന്നാണ് തുടങ്ങിയത്. ഈ തിയോഡോറ എന്ന് പറഞ്ഞ എംപ്രസ് തുടങ്ങിയത് അതൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ ഓർക്കെ പറഞ്ഞു ജയജെ. ബ്രോ കുറച്ചുകൂടെ ഓർക്കെ പറഞ്ഞു കേട്ടോ. ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ വെരി ലോ 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 ലൈഫാണ്. അത് ഇന്നത്തെ മോഡേൺ ഹിസ്റ്റോറിയൻസ് മാത്രമല്ല, അന്നത്തെ ഹിസ്റ്റോറിയൻസ്, അന്നത്തെ സെക്യുലർ ഹിസ്റ്റോറിയൻസ് പോലും പറയുന്നത് അന്നത്തെ സാക്ഷ്യങ്ങളുള്ളതാണ്. തിയോഡോറ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല കഥകളും അച്ഛന്റെ മോളാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ പിൽക്കാലത്ത് കളറ് കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഞങ്ങളുടെ ഈ പറയുന്ന യാക്കോബായ മതം നിലനിർത്തിയ, അല്ലെങ്കിൽ ഞങ്ങളുടെ യാക്കോബായ മതം റീജനറേറ്റ് ചെയ്ത് ഇങ്ങനെ കോപ്റ്റിക് ഈ നോൺ കാൽസഡോണിയനിസം ഇങ്ങനെ അസ്തമിച്ചു പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തിയ, അല്ലെങ്കിൽ ആ സഭയ്ക്ക് വീണ്ടും ഒരു ജീവൻ കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ്, നായികയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് കളർഫുൾ സ്റ്റോറീസ് ഒക്കെ വന്നത്. പക്ഷെ അന്നത്തെ കണ്ടംപററി ഹിസ്റ്റോറിയൻസ് എല്ലാം പറയുന്നത്, യുടെ പിതാക്കന്മാര് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന അച്ഛന്റെ മോളെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഷീസ് ഫ്രം എ ബ്രോത്തൽ, അവളൊരു വെടിപ്പുരയിൽ നിന്നാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തിയോഡോറയുടെ കാര്യം. അപ്പൊ പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ പ്രൊക്കോപ്പിയസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഷീ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഭയങ്കര ലോ ലൈഫായിരുന്നു. അവർ ഈ ഹിപ്പോഡ്രോമിലായിരുന്നു, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഹിപ്പോഡ്രോം ഉണ്ട്, ഈ സർക്കസ് പോലത്തെ ആ ഹിപ്പോഡ്രോമിലായിരുന്നു അവളുടെ ഫാദർ. അതിന്റെ ബെയറിന്റെ കെയർ ടേക്കർ അങ്ങോട്ടായിരുന്നു, അല്ലെങ്കിൽ ട്രെയിനർ പ്ലസ് കെയർ ടേക്കർ ആയിരുന്നു ഒരു കരടിയുടെ. അപ്പൊ ആ കരടിയുടെ കെയർ ടേക്കർ ആയിരുന്നു ആ ഹിപ്പോഡ്രോമില് ഇവളുടെ ഫാദർ. ഈ പറയുന്ന തിയോഡോറ എന്ന് പറയുന്ന ഈ കാലത്ത് ജസ്റ്റീനിയന്റെ ഭാര്യ എംപ്രസ് ആയിട്ടുള്ള തിയോഡോറയുടെ ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ തിയോഡോറയ്ക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അത് തിയോഡോറ അടക്കം. ഒന്ന് തിയോഡോറ, ഒന്ന് കോമിറ്റ, ഒന്ന് അനസ്തേഷ്യ. ഈ 3 സിസ്റ്റർ എന്ന് പറഞ്ഞ അമ്മയുണ്ട്, ഫാദർ ഉണ്ട്. ഫാദർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അമ്മ അപ്പൊ രണ്ടാമത് ഒരു ബെയർ ട്രെയിനർ തന്നെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഈ ബെയർ ട്രെയിനറിന്റെ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടരുണ്ടായിരുന്നു ഈ പറയുന്ന ഹിപ്പോഡ്രോമില്. അവരെ പോയി അതിലൊരു കൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അവകാശപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ബെയർ ട്രെയിനിങ്ങിന്റെ ഇതിലൊക്കെ റൈറ്റ്സ് കിട്ടുന്നത്. സൗണ്ട് പോയല്ലോ. കേൾക്കണില്ലേ? ഹലോ, കേൾക്കണ്ടോ? ഇപ്പൊ ഓക്കെ, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോ. ഹലോ, ഇപ്പൊ കേൾക്കണ്ടോ? കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന തിയോഡോറ അങ്ങനെയാണ് അതിന്റെ ലൈഫ്. അപ്പൊ അതിന്റെ വെരി ലോ ലൈഫും ഇതായിരുന്നു. അപ്പൊ ബേസിക്കലി തിയോഡോറയുടെ ഫാദർ, സ്റ്റെപ്പ് ഫാദർ ഒരു കരടി കെയർ ടേക്കർ ആയിരുന്നു. ലൈക്ക് അവളുടെ ഫാദർ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു കെയർ ടേക്കർ ആയിരുന്നു. വളരെ രാവിലെ വന്ന് കഴിച്ചോളാം. ഇത് എടുത്തു അതെ, സോറി സൗണ്ട് കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞോ. പറയാം. അപ്പൊ വളരെ യങ് ഏജില് പിന്നെ ഇവളുടെ മദർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പൊ ഈ വളരെ യങ് ഏജില് മദറിന്റെ പാത പിന്തുടരേണ്ടി വന്നു. വളരെ യങ് ഏജ് എന്ന് പറയുമ്പോൾ വളരെ യങ് ഏജ്, കാരണം 13-ാം വയസ്സിൽ പ്രഗ്നന്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനേക്കാൾ മുമ്പ് തന്നെ ഈ പണികളൊക്കെ തുടങ്ങിയെന്നാണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പറയുന്നത്. 30-ാം വയസ്സിലെ 33-ാം വയസ്സിലെങ്ങാണ്ട് ഗ്രാൻഡ് മദർ ആയ ഒരു കക്ഷിയാണ് ഈ തിയോഡോറയുടെ. ഒരു പേര് കേൾക്കുന്നില്ല. എന്നാ ഞാനത് കണ്ടിന്യൂ ചെയ്യാം ഭാഗം. ശരി. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യാം, ബിക്കോസ് ഒത്തിരി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം തിയോഡോറയുടെ വിഷയം ഞങ്ങൾ പറയാനുള്ള കാരണം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ഓൾറെഡി. ബിക്കോസ് ഈ സഭയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ തിയോഡോറയുടെ ചിന്തയിൽ നിന്നാണ്, മനോഹരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് തന്നെ. മാത്രമല്ല മറ്റൊരു രാജാവിനെ പറ്റി പറയും, നാടുവാഴിയെ പറ്റി പറയും, അദ്ദേഹവും. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഇതിന്റെ ഒരു കോൺസ്പിറസി നടത്തിയിരിക്കുന്നത്. അപ്പം ശിവപീഡിക്കൽ തന്നെ ഓൾറെഡി പറഞ്ഞു, സഭയുടെ മാതാവിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു വിശുദ്ധയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഇപ്പൊ തിയോഡോറയാണ് ഇവരുടെ സഭയുടെ സ്ഥാപക എന്നുള്ള പറയുന്ന വാക്കുകളും ശിവപീഡിക്കൽ പറയുന്ന വോയിസ് ക്ലിപ്പും ജഷൻ ബ്രദർ നേരത്തെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കാണുമല്ലോ. അപ്പം ഞങ്ങൾ മാത്രം പറഞ്ഞ കാര്യമല്ല, ശിവപീഡിക്കലിന്റെ വായിന്ന് തന്നെ ഈ കാര്യം പ്രത്യേകിച്ച് സ്ഥാപകയാണ് എന്ന് പറയുന്ന കാര്യം തന്നെ ജഷൻ ബ്രദർ നേരത്തെ പലവട്ടം പല റൂംസിൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട് ആ ക്ലിപ്പ്. പിന്നെ മാത്രമല്ല അവരുടെ സഭയെ സംബന്ധിച്ച് മാതാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിശുദ്ധയാണ് എന്നുള്ളതും ശിവപീഡിക്കലും അവരും പറയുന്ന സത്യമാണ്. പിന്നെ മാത്രമല്ല അവരുടെ സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയാ തന്നെയാ കിടക്കുന്നത്, ഇതിനപ്പുറം മറ്റൊരു ചരിത്രമില്ല. ഇതാണ് തിയോഡോറയിൽ നിന്നാണ് തുടക്കം, അവരുടെ മനോമുഖരത്തിൽ നിന്നാണ് ഈ ഐഡിയ വന്നിരിക്കുന്നത്. അവരാണ് ഇതിനു വേണ്ടി എല്ലാ ഒത്താശയും, ഇൻ ഹെർ പവർ, അവരൊരു രാജ്ഞി എന്നുള്ള നിലയിൽ, എംപ്രസ് എന്നുള്ള നിലയിൽ അവരുടെ ഒത്താശയിലാണ് സകല പറയുന്ന ഫൈനാൻഷ്യൽ ആയിട്ടായാലും
ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീ തന്നെയാണ്. ഇവരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ തിയോഡോറയുടെ ചരിത്രത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. ജെ ജെ ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ തിയോഡോറയ്ക്ക് 3 സിസ്റ്റേഴ്സ്, ഒരു 3 പേരായിരുന്നു. കൊമിറ്റോ എന്നും തിയോഡോർ എന്നും അനസ്തേഷ്യ എന്നും 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കൊമിറ്റോ മൂത്ത ആള്, രണ്ടാമത്തെ ആളാണ് തിയോഡോർ. അപ്പൊ ഇത് ഈ ഈ ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറയുന്നത്, ഞങ്ങൾ ഇത് കോട്ട് ചെയ്യുന്നത് പ്രൊക്കോപ്പിയസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തിയോഡോറുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സെക്യുലർ റോമൻ ഹിസ്റ്റോറിയൻ ആണ്. മനസ്സിലായോ? അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. സെക്യുലർ ഹിസ്റ്ററിയിലുള്ള ഒരു ആ കാലം. പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ഇപ്പം ശിവപീഡികയിൽ പറയുന്ന പോലെ നോവൽ എഴുതിയതൊന്നുമല്ല. സെക്യുലർ ഹിസ്റ്റോറിയൻ എഴുതിയ ചരിത്രമാണ്. അല്ലാതെ ഇത് ഒരു അവിടുന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ പിന്നീട് ആരെങ്കിലും ഒക്കെ ഓർത്ത് എഴുതിയ, അല്ലെങ്കിൽ പറഞ്ഞു കേട്ട് എഴുതിയ കാര്യമല്ല. നേരിട്ടറിഞ്ഞ കാര്യത്തെപ്പറ്റി ഈ ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന ചരിത്രമാണിത്. അപ്പം ഇതിനകത്ത് പറയുന്നത് തിയോഡോർ രണ്ടാമത്തെ സിസ്റ്റർ ആണ്. ഇപ്പൊ നേരത്തെ ഓൾറെഡി ഇവരുടെ അമ്മയെ പറ്റി ഓൾറെഡി പറഞ്ഞില്ല. ബേർക്കീപ്പറായിരുന്നു അപ്പൻ. അമ്മയെ പറ്റി ഓൾറെഡി പറഞ്ഞില്ല. അവരൊരു ആക്ട്രസ് ആയിരുന്നു. അവർ അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ്. വളരെ ലോ ലൈഫ് ആയിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുക. അതൊക്കെ കേൾക്കേണ്ടത് തന്നെയാണ്. അപ്പം തിയോഡോറ, ദ സെക്കൻഡ് സിസ്റ്റർ, dressed in a little tunic with sleeves, like a slave girl, waited on Comito. Comito എന്ന് പറഞ്ഞാൽ മൂത്ത സിസ്റ്റർ ആണ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. Used to follow her about carrying on her shoulders the bench on which her favored sister was, and want to sit at public gatherings. എന്നിട്ട് പറയുകയാണ്, now Theodora was too young to know the normal relations of man with maid, but consented to unnatural violence of villainous slaves who followed their masters to the theater, employed their leisure in the infamous manner. And for sometimes in a brothel she suffered such misuse. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രായമാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ പറയുന്നത് ഷി വാസ് ടു യങ് ടു നോ ദ നോർമൽ റിലേഷൻ ഓഫ് എ മാൻ വിത്ത് എ മെയ്ഡ്. അപ്പൊ ഒരു മനുഷ്യനും ഒരു മെയ്ഡ് എന്നോട് പറയുന്നത് അവരുടെ ആ ക്ലാസ്സിലുള്ള സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ പറ്റി. അപ്പൊ ഒരു മെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രായം തികയാത്ത ഒരു കുഞ്ഞെന്നൊരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷനെ പറ്റി, നോർമൽ റിലേഷനെ പറ്റി മനസ്സിലാകുന്നതിന് മുമ്പേ, ഈവൻ ബിഫോർ ദാറ്റ് ഏജ്, ആ പ്രായത്തിന് മുമ്പേ എന്താണ്, ഷി വാസ് ബട്ട് വാസ് കൺസെന്റഡ് ടു ദി അൺനാച്ചുറൽ വയലൻസ് ഓഫ് വില്ലേനിയസ് സ്ലേവ്സ്. വില്ലൻസ് ആയിട്ടുള്ള സ്ലേവ്സിൽ നിന്നുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള വയലൻസ്. അൺനാച്ചുറൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാമല്ലോ, അത് എന്തൊക്കെയായിരിക്കും. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ, നാച്ചുറൽ വയലൻസ് എന്ന് പറയുമ്പോൾ, അൺനാച്ചുറൽ വയലൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് യു ക്യാൻ ഇമാജിൻ അതെന്താ ഉദ്ദേശിക്കുന്നത്. ഫോളോയിങ് ദ മാസ്റ്റേഴ്സ് ടു ദ തിയേറ്റർ, പിന്നെ എംപ്ലോയിങ് ദർ ലെഷർ ഇൻ ദ ഇൻഫേമസ് മാനർ, ആൻഡ് ഫോർ സംടൈംസ് ഇൻ എ ബ്രോത്തൽ ഷീ സഫേർഡ് സച്ച് മിസ്യൂസ്. ഈ ചെറിയ പ്രായത്തിലാണ് ബ്രോത്തലിലും ഷീ സഫേർഡ് സച്ച് മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു യൗവനം, ചെറിയ പ്രായമാണ് എന്നത് പെൺകുട്ടിയുടെ പ്രായത്തിൽ നടന്ന കാര്യമാണ്. ഇനി അവന്റെ ബാക്കി പറയുകയാണ്. ഇത് പ്രൊക്കോപ്പിയസിന്റെ ഈ സീക്രട്ട് ഹിസ്റ്ററി എന്നുള്ള പുസ്തകത്തിലെ, ഞാൻ അതിന്റെ ഒരു മിനിറ്റ്, അതിന്റെ 9ാമത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. പ്രൊക്കോപ്പിയസ് എന്ന് പറഞ്ഞ ഈ റോമൻ ഹിസ്റ്റോറിയന്റെ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ സീക്രട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്റർ ആണ്. അതിനകത്ത് 2ാമത്തെ പേജിലേക്ക് ഞാൻ പോകുന്നത്. ബട്ട് as soon as she arrived at the age of youth and was ready for the world, her mother put her on the stage. അപ്പൊ പ്രായമായപ്പോൾ, യൂത്തിലേക്ക് കുറച്ചുകൂടെ പ്രായമാകുന്നതിന് മുമ്പേ she was misused, she was used in a brothel, unnatural violence എന്നൊക്കെ she was subjected to. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതിന് ശേഷം പിന്നെ പറയാം. But as soon as she reached the age of youth and now was ready for the world, her mother put her on സ്റ്റേജിലേക്ക്. തിയേറ്റർ പരിപാടികളാണല്ലോ. ആംഫി തിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ ഈ കൊളോസിയം പോലത്തെ അതുപോലത്തെ അതങ്ങനത്തെ തിയേറ്ററിനെ പറ്റി പറയുന്നത്, മനസ്സിലായോ? അപ്പം ഷി വാസ് പുട്ട് ഓൺ ദ സ്റ്റേജ്. ഫോർത്ത് വിത്ത് ഷി ബിക്കേം എ കോർട്ടിസൺ ആൻഡ് സച്ച് ആസ് ഇടയ്ക്ക് കയറണമെങ്കിൽ ആർക്കും കയറാം കേട്ടോ. ഷി ബിക്കേം എ കോർട്ടിസൺ ആൻഡ് സച്ച് ദി ഏൻഷ്യൻ ഗ്രീക്സ് യൂസ്ഡ് ടു കോൾ എ കോമൺ വൺ. അപ്പം കോർട്ടിസൺ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കോമൺ ആയിട്ടുള്ള സാധാരണക്കാരെയൊക്കെ കോർട്ടിസൺ എന്നാണ് വിളിക്കുന്നത്. സോ കോർട്ടിസൺ ഇനിയും പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കോമൺ ആയിട്ടുള്ള സാധാരണക്കാരെ പറ്റി അങ്ങനെ വിളിക്കുന്നത്. And she was not a flute or a harp player. No, she was even trained to dance, but only gave her youth to anyone she met. മനസ്സിലായല്ലോ? അപ്പം ഇത് ഒരു തിയേറ്ററിൽ പെർഫോമൻസിന് വേണ്ടി ഇവർക്ക്, ഈ തിയോഡോറയ്ക്ക്, ഒരു ഫ്ലൂട്ട് വായിക്കാനോ ഹാർപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൈൻഡ് ഓഫ് ഗിറ്റാർ പോലത്തെ ഒരു സാധനമാണ്. ഫ്ലൂട്ട് വായിക്കാനോ ഹാർപ്പ് വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. ഷി വാസ് നോട്ട് ഈവൻ ട്രെയിൻഡ് ഇൻ ഡാൻസ് കളിക്കാൻ അറിയത്തില്ലായിരുന്നു. ആകെപ്പാടെ അവർ ചെയ്യുന്നത് എന്തായിരുന്നു അറിയാം? ബട്ട് ഓൺലി ഗേവ് ഹെർ യൂത്ത് ടു എനിവൺ ഷി മെറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ ആ യുവത്വം ആർക്കും എന്ന് പറഞ്ഞാൽ ശരീരം കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇൻ അട്ടർ അബണ്ടൻമെന്റ്. അത് പറയാണ്, ഹെർ ജനറൽ ഫേവേഴ്സ് ഇൻക്ലൂഡ് ഓഫ് കോഴ്സ് ദ ആക്ടേഴ്സ് ഇൻ ദ തിയേറ്റർ. പ്രത്യേകിച്ച് അവിടെയുള്ള പ്രധാനപ്പെട്ട ആക്ടേഴ്സിനാണ് ഈ ഫേവർ ഒക്കെ അവൾ ചെയ്തു കൊടുത്തിരുന്നത്.
ആൻഡ് ഇൻ ദർ പ്രൊഡക്ഷൻസ് ഷി ടുക്ക് പാർട്ട് ഇൻ ലോ കോമഡി സീൻസ്. അപ്പം ഇങ്ങനെ ശരീരം കൊടുക്കുന്നത് മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്ന മറ്റു കാര്യം വെച്ചാൽ ഇൻ ദർ പ്രൊഡക്ഷൻസ് ഷി ടുക്ക് പാർട്ട് ഇൻ ലോ കോമഡീസ്, ലോ ആയിട്ടുള്ള വളരെ ലോ ആയിട്ടുള്ള കോമഡി സീൻസിനകത്ത് ഷി വാസ് പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഒരു ടാലന്റ് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, ഈ പറഞ്ഞ പോലെ പാട്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ആകപ്പാടെ ഉള്ളത് ശരീരം കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഷീ അതിനകത്ത് അതുകൊണ്ട് തന്നെ തിയേറ്ററിക്കൽ സീൻസിനകത്തുള്ള ഈ ലോ കോമഡി സീൻസിൽ ഷി വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അതിനകത്ത് പറയുന്നത് ഷി വാസ് വെരി, കാരണം എന്ന് വെച്ചാൽ ഷി വാസ് വെരി ഫണി ആൻഡ് എ ഗുഡ് മിമിക് എന്ന് പറഞ്ഞാൽ മിമിക്രി കളിക്കാൻ വളരെ മിടുക്കിയായിരുന്നു, ഫണ്ണി ആയിരുന്നു, മനസ്സിലായോ. ആൻഡ് ഇമീഡിയറ്റ്ലി ബിക്കേം പോപ്പുലർ ഇൻ ദിസ് ആർട്ട്. അപ്പോൾ ഈ കോമഡിക്കും മിമിക്രിക്കും പിന്നെ അതുപോലെ തന്നെ ഫൺ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തുള്ള കാര്യങ്ങൾക്കും. പിന്നെ അതിന്റെ റീസൺ പറയാണ്, ദർ വാസ് നോ ഷെയിം ഇൻ ദ ഗേൾ. ആ പെണ്ണിന് ഒരു നാണോ ഇല്ലായിരുന്നു. ആൻഡ് നോ വൺ എവർ സോ ഹെർ ഡിസ്മൈഡ്. മനസ്സിലായി, ഡിസ്മൈഡ് ആയിട്ട് ഒരിക്കലും അവളെ തന്നെ കാണിച്ചില്ല. എന്താ പറയുക, എന്ത് കാണിച്ചാലും ഒരു കൂസലും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. നോ റോൾ വാസ് ടു സ്കാൻഡലസ് ഫോർ ഹെർ ടു ആക്സെപ്റ്റ് വിതൗട്ട് എ ബ്ലഷ്. എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കുന്ന ഏത് റോളും ഒരു സ്കാൻഡലസ് ആയിരുന്നില്ല, അത് വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്കാൻഡലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ സ്കാൻഡലസ് ആയിട്ടുള്ള ഒരു റോളും അവൾക്ക് സ്കാൻഡലസ് ആയിരുന്നില്ല. കാരണം അത് ഒരു നാണവുമില്ല, വിതൗട്ട് എ ബ്ലഷ്. ബ്ലഷ് ചെയ്യുന്ന കാര്യം പറയുമല്ലോ, ബ്ലഷ് ചെയ്യാതെ എല്ലാ റോൾസും ചെയ്യാൻ, ഇങ്ങനത്തെ വൃത്തികെട്ട എന്ത് റോളും ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത പെൺകുട്ടിയായിരുന്നു ആര്, ഈ തിയോഡർ. അടുത്ത പറയാണ്, she was the kind of comedian who delights the audience by letting herself to be cuffed and slapped on the cheeks. അപ്പം കൈയൊക്കെ കഫ് ചെയ്തിട്ട് ഈ മറ്റുള്ള ആക്ടേഴ്സ് അവളെ അടിക്കും, മോന്തക്കൊക്കെ ആളെ അടിപൊളി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അടി കിട്ടാനും ഇതിനും ഇങ്ങനത്തെ ഒക്കെ സ്കാൻഡലസ് ആയിട്ടുള്ള എന്തും ചെയ്യാനായിട്ട് ഒരു ഇതില്ലായിരുന്നു. ആൻഡ് മേക്ക് ദം Guffaw by raising her skirts to reveal to the spectators those feminine secrets there and there which custom reveals from the eyes of the opposite sex. കേട്ടല്ലോ. അപ്പം ഈ അടി ഇപ്പൊ അതായത് സ്റ്റേജ് ഷോയിൽ അടി വാങ്ങിക്കാൻ, അപ്പം അടി കൊടുക്കാൻ പറഞ്ഞാൽ അടിയൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമില്ല. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ പറയുന്ന പോലെ എങ്ങനെയും എത്ര സ്കാൻഡലസ് ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. ടു ആൻ എക്സ്റ്റെന്റ് എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഷീ കുഡ് റേസ് ഹെയർ സ്കേർട്സ് ടു റിവീൽ. അപ്പം അവിടെ ഇരിക്കുന്ന സ്പെക്ടേറ്റേഴ്സിന് അവിടെ പ്രൈവറ്റ് പാർട്സ് കാണിക്കത്തക്കോണക്ക് സ്കേർട്സ് പൊക്കി കാണിക്കാൻ പോലും ഒരു പ്രയാസവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബൈ റേസിംഗ് ഹെർ സ്കേർട്സ് ടു റിവീൽ ടു ദ സ്പെക്ടേറ്റേഴ്സ് ദോസ് ഫെമിനൈൻ സീക്രറ്റ്സ് ദെയർ ആൻഡ് ദെയർ വിച്ച് കസ്റ്റം വീൽസ് ഓഫ് ദ ഐസ് ഓഫ് ദി ഓപ്പോസിറ്റ്സ്. അപ്പം ചിന്തിക്കാമല്ലോ, ഇങ്ങനത്തെയൊക്കെ ഷോ, ഒരു കൈൻഡ് ഓഫ് ഫോൺ ഷോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും കാണാനായിട്ടും ഷോ കാണാൻ വേണ്ടി ആൾക്കാർ കൂടുമല്ലോ. വിത്ത് പ്രിറ്റൻഡഡ് ലേസിനെസ് ഷീ മോക്ക്ഡ് ഹെർ ലവേഴ്സ് ആൻഡ് coquettishly adopting ever new ways of embracing, was able to keep in a constant turmoil the hearts of the sophisticated. And she did not wait to be asked by anyone she met, but on contrary, with inviting jets and comic flaunting her skirts, herself tempted all men who passed by, especially those who were adolescent. അപ്പം ഇവിടെ ഇങ്ങനത്തെ ആക്ട്സ് മുഖാന്തരവും അപ്പം ഓഫ് തിയേറ്റർ പെർഫോമൻസിലായാലും എല്ലാ സമയത്തും ഇവളെന്താണ് മറ്റുള്ള ആൾക്കാർ, സ്പെഷ്യലി അഡോളസെന്റ് ആയിട്ടുള്ള അവരുടെ ഏജിലും ആ അഡോളസെന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലഷർ ഷി വാസ് നെവർ, ഈ പ്ലഷറിന്റെ ഫീൽഡിൽ ഇതൊക്കെ വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലഷർ ഷി വാസ് നെവർ ഡിഫീറ്റഡ്. ഒരിക്കലും അവളെ തോപ്പിക്കാൻ പറ്റില്ലായിരുന്നു ഈ പ്ലഷറിന്റെ ഫീൽഡിൽ. ഓഫൺ ഷി വുഡ് ഗോ പിക്നിക്കിംഗ് വിത്ത് 10 young people, 10 young men or more. അതായത് അവള് മിക്കവാറും ഈ പിക്നിക്കിന് പോകുമായിരുന്നു. 10 ആണുങ്ങളുടെ കൂടെങ്കിലും മിനിമം പോകുമ്പോൾ 10 പേരുടെ ഒക്കെയാണ് പോകുന്നത്. ആൻഡ് ഇൻ ദ ഫ്ലവർ ഓഫ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വെറിലിറ്റി ആൻഡ് ടാലിഡ് വിത്ത് ദം ഓൾ ദ ഹോൾ നൈറ്റ് ത്രൂ. രാത്രി മുഴുവൻ പരിപാടിയായിരിക്കും, മനസ്സിലായി, 10 പേര് ഓർ മോർ. അപ്പൊ അവരുമായിട്ട് എന്നാലും അവള് ഷി വാസ് നെവർ അതാണ് ഡിഫീറ്റഡ് ആകത്തില്ലെന്ന് പറഞ്ഞു. 10 പേര് കയറി പണിതാലും ഡിഫീറ്റഡ് ആകുകയില്ലായിരുന്നു. അത്രമാത്രം പറഞ്ഞ കാലിബർ ആയിരുന്നു ഈ നമ്മുടെ ഈ ഡോറ വെടിമോൾക്കുണ്ടായിരുന്നത്. when they varied of the sports she would അപ്പൊ ഈ 10 പേര് പോകുന്ന തന്നെ ഇവര് ക്ഷീണിക്കും. ഇവര് ക്ഷീണിച്ചു കഴിയുന്ന ഉടനെ എന്താണ്, when they varied of the sport she would approach their servants. മനസ്സിലായി, ഈ പോകുന്ന 10 പേര് ക്ഷീണിക്കും, പക്ഷെ അവള് ക്ഷീണിക്കത്തില്ല. അപ്പൊ അവളെന്ത് ചെയ്യും, അവിടെ ഉണ്ടായിരുന്ന അവരുടെ സെർവൻസിനെ അപ്രോച്ച് ചെയ്യും. പെർഹാപ്സ് 30 in number, 1-2 30. ആദ്യം പറഞ്ഞത് 10 അഡോളസൻസ് ആയിട്ടുള്ള അവർ ഏജിലുള്ള 10 പേരെ കൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം ബാക്കി അവര് ക്ഷീണിച്ചു കഴിയുന്നുണ്ടെങ്കിൽ ബാക്കി 30 in number and fight a duel with each of these. ആൻഡ് ഈവൻ ദസ് ഫൗണ്ട് നോ അലൈസ് ഓഫ് ഹെർ ക്രേവിംഗ്. എത്ര ഈ ക്രേവിംഗിന്, അതായത് ഷീ വാസ് ആക്ച്വലി എ നിംഫോമാനിയാക്. അതായിരുന്നു. അപ്പൊ ആ ക്രേവിങ്സ് ഒരിക്കലും അവർക്ക് തീരുകയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ 10 പേരായാലും 20 പേരായാലും 30 പേരായാലും ഷീ വാസ് റെഡി, എവർ റെഡി ആയിരുന്നു. മനസ്സിലായി, അതായിരുന്നു അവരുടെ ഒരു ചരിത്രം. പിന്നെ വൺസ് വിസിറ്റിംഗ് ദ ഹൗസ് ഓഫ് ആൻ ഇലുസ്ട്രിയസ് ജെന്റിൽമാൻ, they say that she mounted the projecting corner of her dining couch, pulled up the front of her dress without a blush, and this carelessly showed her wantonness.
മനസ്സിലായോ? അതായത് ഒരു ഒരു വളരെ ഇലസ്ട്രസ് ആയിട്ടുള്ള ജെന്റിൽമാൻ അവരെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവള് ഒരു പ്രൊജക്ടിങ് കോർണറിലേക്ക് ചെന്നിട്ട് സ്ട്രിപ്പ് ചെയ്ത കാര്യമാണ് വളരെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പം and though she flung wide 3 gates of the ambassadors of Cupid, she lamented that nature had not similarly unlocked the straits of her bosom. She might there have അപ്പൊ ഇതിങ്ങനെ വിവരിച്ചു പോകുന്നത്, ഇതൊക്കെ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അവരുടെ ഒരു കാലിബർ എന്തായിരുന്നു അവരൊക്കെ. പിന്നെ മറ്റൊരു ഭാഗം കൂടി ഞാൻ വായിക്കാം. അതിനകത്തിൽ ആ പേജിൽ തന്നെ പറയുന്ന ഭാഗമാണ്, ഫ്രീക്വന്റ്ലി ഷീ കൺസീവ്ഡ് ബട്ട് ഷീ എംപ്ലോയിഡ് വെരി ആർട്ടിഫൈസ് ഇമീഡിയറ്റ്ലി. ഒരു അന്നത്തെ എന്തോ ഒരു സംഭവമാണ്. ആൻഡ് എ മിസ്കാരേജ് വാസ് സ്ട്രേറ്റ് അവേ എഫക്റ്റഡ്. അങ്ങനെ അവർ മെനി ടൈംസ് ഷി വാസ് കൺസീവ്ഡ്. ആ ടൈമൊക്കെ അവർ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അവർ മിസ്കാരേജ് സംഭവിച്ചിട്ട് വാസ് സ്ട്രേറ്റ് അവേ എഫക്റ്റഡ്. ഹെൻസ് ഈവൻ അറ്റ് ദ തിയേറ്റർ ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഷീ റിമൂവ്ഡ് ഹെർ കോസ്റ്റ്യൂം ആൻഡ് സ്റ്റുഡ് ന്യൂഡ് ഇൻ ദർ മിഡ്സ്റ്റ്. മനസ്സിലായോ? അപ്പൊ തിയേറ്ററിൽ തുണി കംപ്ലീറ്റ്ലി, അതുകൊണ്ടാണ് ഇവരെ സ്ട്രിപ്പർ എന്ന് മേളിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ തുണി കംപ്ലീറ്റ്ലി ഉരിഞ്ഞുകൊണ്ട് ഷി വാസ് റെഡി ടു സ്റ്റാൻഡ് ഇൻ മിസ്റ്റ് ഓഫ് എവറി വൺ എക്സെപ്റ്റ് ഫോർ എ ഗേർഡിൽ അബൌട്ട് ദ ഗ്രോയിൻ. ഈ അരയിൽ ഒരു ചെറിയൊരു ഗേർഡിൽ മാത്രം, ഗേർഡിൽ അറിയാലോ, ഒരു ജസ്റ്റ് കച്ച പോലെ സാധനം, അത് മാത്രം കിട്ടും. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം കാണിച്ചുകൊണ്ടാണ്. അത് അതിന് ബാക്കി പറഞ്ഞിരിക്കുന്നത് നോട്ട് ദാറ്റ് ഷി വാസ് അബാഷ്ഡ് അറ്റ് റിവീലിംഗ് ദാറ്റ് ടു. അതോട് മാറ്റാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ ദർ വാസ് എ ലോ അഗെയിൻസ്റ്റ് അപ്പിയറിംഗ് ഓൾ ടുഗദർ നേക്കഡ് ഇൻ ദ സ്റ്റേജ്. അപ്പൊ സ്റ്റേജിൽ ഫുള്ളി നേക്കഡ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നതിനെ പറ്റി ചെയ്യാൻ പാടില്ല എന്ന് അവിടെ നിയമം ഉള്ളത് കൊണ്ട് മാത്രം ഒരു ചെറിയൊരു ബാൻഡ് പോലൊരു സാധനം ആരെയും കെട്ടിയിരുന്നു. കാരണം കംപ്ലീറ്റ്ലി നേക്കഡ് ആണെന്ന് പറയുകയും വേണ്ട. അപ്പൊ ഷി വാസ് റെഡി ടു ബി ന്യൂഡ്. ഇതാണ് ഇവരുടെ ഒരു ചരിത്രം. അപ്പൊ ഇതാണ് ഈ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന നമ്മുടെ ജസ്റ്റീനിയൻ ചക്രവർത്തി ആയതിനു മുമ്പേ അദ്ദേഹത്തെ അങ്ങനെ കണ്ട് അദ്ദേഹത്തെ പാട്ടിലാക്കി അങ്ങനെ അദ്ദേഹമായിട്ടുള്ള കല്യാണത്തെ പറ്റി ഞങ്ങൾ നേരത്തെ ജെ ബ്രദർ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് മിസ്സായത്, അല്ല ഇത് അതിനകത്ത് ഈ പ്രക്കോപ്പിയസ് തന്നെ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. നിങ്ങൾ ആ ബുക്ക് വായിക്കണം. അതായത് എല്ലാ ഓറിഫിസുകളും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിൽ ആണ് അതിന്റെ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. സ്റ്റേജിൽ 3 ഓറിഫിസുകളും, ഞാൻ അധികം പറയുന്നില്ലേ, 3 ഓറിഫിസുകളും ഏറ്റവും ഇതില് സെക്ഷൽ പ്ലഷറിന്റെ ഏറ്റവും മൂർത്തന്റെ ഭാഗത്തിൽ ആ സ്റ്റേജിന് കൈകടത്താൻ പറ്റുന്ന ഒരു സെക്ഷൽ ഇമ്പൾസും റിയാക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ തക്ക ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ സ്റ്റേജിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എല്ലാവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ അപ്പൊ തുണി അയക്കുന്നതാണ്. അത്രയ്ക്കും കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ ജെ കുറച്ചുകൂടെ. അതായത് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ശ്രദ്ധ, എല്ലാവരുടെ കണ്ണ് അവളിലേക്ക് ആയി കഴിഞ്ഞാൽ അപ്പൊ തുണി അയച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. അതായത് ക്രെഡി ഗോ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു അത് കാരണം അവർക്ക് നല്ല ഫാൻസും ഉണ്ടായിരുന്നു. ഇവൾ സിസ്റ്ററും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, ആക്ട്രസും ആയിരുന്നു. പക്ഷെ സിസ്റ്ററിനേക്കാളും ഫെയിമിലേക്ക് തിയോഡോറ പോയി. എൽഡർ സിസ്റ്ററിനേക്കാളും യങ്ങർ സിസ്റ്ററിനേക്കാളും ഫെയിമിലേക്ക് തിയോഡോറ പോകാൻ കാരണം എന്താണ്? അവളുടെ ഈ പറയുന്ന വെർസറ്റാലിറ്റിയാണ്. അതായത് ഇതിലേക്ക് നമ്മുടെ ഈ ചില നടന്ന കഴിവുകൾ കണ്ടില്ലേ, ഈ അന്യനൊക്കെ പോലെ ഇപ്പൊ ഈ റിയാക്ഷൻ അല്ല, അടുത്ത മിനിറ്റിൽ വേറെ റിയാക്ഷൻ ഒക്കെ പോലെ, പിന്നെ അംബി, റെമോ, അന്യൻ, അതേപോലെ തന്നെ ഭയങ്കര പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നു. ഒരു കോമഡി സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ തന്നെ അതൊരു സെൻഷ്വൽ സീൻ ആക്കിയിട്ട് അപ്പൊ തന്നെ അത് കോമഡിയിലേക്കും അപ്പൊ തന്നെ അങ്ങനെയാക്കാൻ പറ്റുന്നത്. അതാണ് അതിന്റെ വെർസറ്റാലിറ്റി എന്നത്. അത്രയ്ക്കും കഴിവ് ഈ പറയുന്ന തിയോഡോറയിൽ ഇതെന്ന് പറയുകയാണെങ്കിൽ അത് മെയിൻ ഒരു നാടകം എന്ന് പറയുകയാണെങ്കിൽ ലെഡ ആൻഡ് സ്വാൻ എന്ന് പറഞ്ഞ നാടകമാണ്. അതിനകത്ത് ലെഡ എന്ന് പറയുന്നത് ഒരു സ്വാനാണ്. പിന്നെ ലെഡ ആൻഡ് സ്വാൻ എന്ന് പറയുന്നത് അതൊരു പ്ലേ ആണ്. അതായത് സിയൂസ് രാജാവ് ലെഡ എന്ന് പറയുന്ന ഒരു സ്പാർട്ടന്റെ ഭാര്യയില് കാമം തോന്നിയിട്ട് ആ ലെഡേനെ ഇത് ചെയ്യാൻ വരുന്നതാണ് നാടകം. അപ്പൊ ഈ പ്ലേയില് സ്ഥിരം തിയോഡോറ അത് പ്ലേ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ സിയൂസ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഗ്രീക്ക് പാൻതിയോണിൽ ദൈവമാണല്ലോ സിയൂസ് ലെഡേനെ ഭൂമിയിൽ നോക്കുമ്പോൾ ഭയങ്കര ആകൃഷ്ടവും. എന്നിട്ട് സിയൂസ് വേഷം മാറി ഒരു അരിയണത്തിന്റെ വേഷത്തിൽ വന്നിട്ട് ഈ ഭർത്താവ് പോയ നേരത്ത് ഈ ലെഡയായിട്ട് സെക്സ് ചെയ്യാണ് സ്വാൻ. അപ്പൊ ഈ പറയുന്ന ഇവള് എന്താണ് പേര്, തിയോഡോറ, ഈ പിന്നെ സ്റ്റേജില് ഈ സ്വാൻ ആയിട്ടുള്ള കാമക്കേളികളാണ്. സ്വാനിനെ പിടിച്ച് അവിടെ കടിപ്പിക്കല്, ഇവിടെ കടിപ്പിക്കല്. അപ്പൊ അത് നമ്മൾ ആലോചിക്കാം. ആ ഒരു കൊളോസിയത്തില് ആ ഒരു എഫക്ട്. അത് കൊളോസിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലാഡിയേറ്റർ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ ഒരു ഹിപ്പോഡ്രോമാണ്. അവിടെ എത്രയാണ്ട് ആൾക്കാരെ ഇത് ചെയ്യാൻ പറ്റും, അതിന്റെ അകത്ത് എക്വിറ്റ് ചെയ്യാൻ പറ്റും. ഇവരെല്ലാവരും ഈ സാധനമാണ് കാണുന്നത്. ഇവരെല്ലാവരും വന്നിട്ട് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ എന്റർടൈനർ ആയിരുന്നു. അക്കാലത്തെ ഏറ്റവും നല്ല ഒരു പോൺ എന്റർടൈനർ ആണ്. അതായത് നമ്മൾ അവരുടെ ഫെയിമിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പോൺ ആക്ട്രസ് എനിക്കറിയില്ല, ഞാൻ
ഓക്കെ എക്സണീരിയോ നമ്മൾ പേര് കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെക്കാളും വലിയ ഫെയിം എന്ന് വെച്ചാൽ ഇത് അതൊന്നുമല്ല. ഇത് ആ ഹിപ്പോ റോമിൽ ആ കംപ്ലീറ്റ് ഷോ ഇവരുടെ ഫാമിലി കൈയടക്കിയേക്കാണ്, മദറും രണ്ട് മക്കളും. പക്ഷെ ഇതൊക്കെ അഭിനയിച്ചിട്ട് പോലും അവരുടെ പോവർട്ടിയാണ് അവരുടെ ലൈഫിൽ. അതുകൊണ്ട് അവർക്ക് ഈ അഭിനയം കൊണ്ട് മാത്രം നിർത്താൻ പറ്റുന്നില്ല. അവർക്ക് പിന്നെ രാത്രിയിൽ ലേറ്റ് നൈറ്റിൽ അവർക്ക് അവരെ ബാക്കിയുള്ള അവരെ പ്ലഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാല് ഈ അഭിനയം കൊണ്ടും ഈ പറയുന്ന ആദ്യത്തെ ബെയർ ട്രെയിനിങ്ങും ഇതും ഈ സർക്കസിന്റെ ഈ ആക്ടിവിറ്റീസും പിന്നെ അഭിനയവും, അതുകൊണ്ടും അവർക്ക് അവരുടെ ഈ പറയുന്ന പട്ടിണിയൊന്നും അകറ്റാൻ പറ്റാണ്ട് പിന്നെ അവർ കൂടുതൽ ഇതിലേക്ക് പോകേണ്ടി വന്നെന്നാണ് പറയുന്നത്. അപ്പൊ അതില് തിയോഡോറയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് സിസ്റ്ററിന്റെ കസ്റ്റമേഴ്സ് ഒന്നും ആണ് പറയുന്നത്. സിസ്റ്ററിന് ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ ഞാൻ കസ്റ്റമറിലേക്ക് തിയോഡോറ നോക്കില്ല. തിയോഡോറയായിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ അങ്ങനെ ആ പറയുന്ന രീതിയിലും ഒരു സ്ക്രിപ്റ്റർ എന്ന രീതിയിലും ഒരു ആക്ട്രസ് എന്ന രീതിയിലും ഒരു ഒരു ഹോട്ടലിലെ ഒരു ലോ ഗ്രേഡ് ടു പിന്നെ വളർന്നു വരുന്ന ഹൈ ഗ്രേഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്കും വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന തിയോഡോറ. പിന്നെ തിയോഡോറ പിന്നെ പിന്നെ ജിസിൻബ്രോ പറയണ്ട. ഹലോ ജിസിൻബ്രോ. അതെ, തിയഡോറയുടെ ജസ്റ്റ് നിങ്ങൾ പറയാത്തൊരു ഭാഗം കൂടി അഡ്രസ് ചെയ്യട്ടോ. അപ്പൊ ആരാണ് തിയഡോറ എന്നുള്ള ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇന്ന് നിലവിലുള്ള വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന, നമുക്കറിയാം വ്യക്തിയുടെ പേര് സഭ പ്രധാനമായിട്ട് തുടങ്ങിയത് മാർട്ടിൻ ലൂതറാണ്. നമുക്ക് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറാണ് വ്യക്തിയുടെ പേരിൽ ഒരു സഭ തുടങ്ങുകയും മാർട്ടിൻ ലൂതർ ലൂതറൻ സഭ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം പോലും വരുന്ന കാൽവിനിസ്റ്റാണ് മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം. അതിനു മുമ്പ് വ്യക്തിയുടെ പേരിൽ ഒരു സഭ തുടങ്ങിയത് ഈ പറഞ്ഞ യാക്കോബ് ബർ ആദായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനിലൂടെയാണ്. ഈ വ്യക്തിനെ ഈ പ്രസ്ഥാനത്തെ കൊണ്ടിറക്കിയത് ഒരു സന്യാസി വൈദികനായ ഈ യാക്കോബ് ബർ ആദായിനെ തിയഡോറ വലിയൊരു ചക്രവർത്തിനെ ആയിരിക്കാനും അവരുടെ കൊട്ടാരത്തെ കൊണ്ടുവന്ന് ഈ സ്ത്രീയാണ് തുടങ്ങിച്ചത്. ഈ ഇവരുടെ കുടുംബ പാരമ്പര്യത്തിന്റെ മറ്റു മേഖല നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ രണ്ടുപേരും ഇവർ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ട് സഹോദരിമാര്, മൊത്തം 3 മക്കളുള്ള കുടുംബമാണ്. ഇവരുടെ പിതാവ് ഉണ്ട്. പിതാവ് ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് മരിച്ചു. അക്കാസിയൂസ് എന്നാണ് പിതാവിന്റെ പേര്. അമ്മ വളരെ ഡാൻസർ, നടി, ഈ പറഞ്ഞ പരിപാടി എല്ലാം ഉണ്ട്. മെയിൻ ആയിട്ട് പ്രൊഫഷണൽ തിയഡോറ ഇറങ്ങിയത് അവളെ ചേച്ചിയെ കോമിറ്റോ വഴിയാണ്. കോമിറ്റോനെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും ഇതേ തിയഡോറയുടെ ആശാത്തിയായിട്ടാണ്. തിയഡോറയുടെ എല്ലാ കാര്യങ്ങളും മൂത്ത ചേച്ചിയായിരുന്നു. നടുക്കുള്ള ആളാണ് തിയഡോറ. എല്ലാ കാര്യം പഠിപ്പിച്ചതും. ഇനി ഈ ഈ കോമിറ്റോ ഇവര് അധികാരത്തോടുള്ളവർക്ക് ഭയങ്കര, തിയഡോറയുടെ ആസക്തി ഭയങ്കര. അങ്ങനെയാണ് ജസ്റ്റീനിയനെ രാജാവിന്റെ സെനറ്റായിട്ട് ബന്ധപ്പെട്ട വ്യക്തി രാജാവിന്റെ അടുത്ത നെഫ്യൂ കാണുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റീനിയൻ ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത്. അതിക്ക് മുമ്പ് ഇവള് വേറെ പല സ്ഥലത്തും പല മേഖലയിലും ഒഫീഷ്യലി വിവാഹം കഴിച്ച് ജീവിത സ്ത്രീ കൂടിയായിരുന്നു. ഈ കോമിറ്റോ തോന്നിയ പോണം ജീവിച്ചു, വർഷങ്ങൾ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു ജനറലിന്റെ മകളായ സിറ്റാസ് എന്ന വ്യക്തി, പട്ടാള ജനറലായ സിറ്റാസിനെ കോമിറ്റോ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ഇവർ ഈ സിറ്റാസിലും കോമിറ്റോയ്ക്ക് ഉണ്ടായ മകളുടെ പേര് സോഫിയ. ഈ സോഫിയാണ് ജസ്റ്റീനിയൻ 2-ാം ചക്രവർത്തിനെ വിവാഹം കഴിച്ചു. തിയഡോറയ്ക്ക് ശേഷം ഇതുപോലെ തന്നെ തിയഡോറയുടെ ഭർത്താവ് ജസ്റ്റീനിയൻ 1-ാമൻ, അവരുടെ തന്നെ ഫാമിലിയിലുള്ള ജസ്റ്റീനിയൻ 2-ാമൻ ചക്രവർത്തി ആയപ്പോൾ ആ ചക്രവർത്തിയുടെ ഭാര്യയായിട്ട് ഈ പറഞ്ഞ സോഫിയ മാറി. അതായത് തിയഡോറയുടെ ചേച്ചിയുടെ മകള്. അപ്പൊ കുടുംബപരമായിട്ട് പണത്തോടുള്ള ആസക്തി, പിന്നെ ചില പ്രത്യേക, ഇപ്പൊ ഇവിടെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ട, ഇത്തരമുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിനെയാണ് ഈ സഭ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ വലിയ പാപത്തിൽ ജീവിച്ച ഒരു വിശുദ്ധരായിട്ട് മാറിയിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ സെയിന്റ് അഗസ്റ്റിൻ സഭയിലുള്ള ഏറ്റവും പ്രമുഖ തിയോളജിയന്മാരിൽ ഒരാളാണ്. പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തി. പക്ഷെ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞു, അവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു, ഒരു പുതിയ ജീവിതം സ്വീകരിച്ചു. നിങ്ങൾക്ക് എവിടെയെങ്കിലും തിയഡോറയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് കാണാൻ പറ്റുമോ? ബൈസന്റൈൻ ചക്രവർത്തിമാരെ കാലഘട്ടം, മൊത്തം ബൈസന്റൈൻ ചക്രവർത്തി, റോമൻ ഗവൺമെന്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും പവർഫുൾ ലേഡി ആയിരുന്നു ഇവര്. എത്ര റോമൻ ഗവൺമെന്റ് നമുക്കറിയാമല്ലോ, ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച റോമൻ ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും പവർഫുൾ ലേഡി ആയിരുന്നു. ഇവരുടെ ജീവിതകാലത്ത് ഒരിടത്തും അവർ മാനസാന്തരപ്പെട്ടതോ ക്രിസ്തുവിലേക്ക് യഥാർത്ഥ വിശ്വാസം തിരിഞ്ഞ വ്യക്തിയല്ല. അധികാരം ഇവരെ അരാജകത്വ ജീവിതം ഇപ്പൊ ഇവിടെ അത്യാവശ്യം എല്ലാവരും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ അധികാര ദുർവ്യയം ചെയ്യുന്ന വ്യക്തി. ഇപ്പൊ റോമൻ സെനറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റോമൻ ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പാർലമെന്റ് മെമ്പേഴ്സിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒന്ന് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. അപ്പൊ ഞാൻ ഇറങ്ങാണ്, എനിക്ക് സമയം തെറ്റി, എനിക്ക് സമയം ഒരുപാട്. എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി എനിക്ക് ഓവർ ടൈം ആയി. ഈ ഒറ്റ കാര്യം കൂടി ജസ്റ്റ് സൂചിപ്പിച്ചോട്ടെ. അവിടുത്തെ സെനറ്റിലെ ആളുകൾ, സെനറ്റ് മെമ്പേഴ്സ്, സെനറ്റ് ആയിട്ട് വെച്ചാൽ പണ്ട് രാജകുടുംബത്തെ സെനറ്റിലുള്ള വ്യക്തികൾ ഇത്തരം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പാടുന്ന നേരത്തെ നിയമം ഉണ്ടായിരുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തി ജൂലിയൻ ചക്രവർത്തിനെ കൊണ്ട്, ജസ്റ്റീനിയൻ അന്ന് രാജകുമാരാകുമ്പോൾ ജൂലിയൻ ചക്രവർത്തിനെ കൊണ്ട് നിയമം മാറ്റിച്ച് വിവാഹം കഴിച്ചതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത്രയും സെനറ്റിലെ പവർഫുൾ ആയ ആളുകൾ പോലും തിയഡോറയെ കാണുമ്പോൾ താഴെ വീണ് കിടന്നുകൊണ്ട് റെസ്പെക്ട് പ്രകടിപ്പിച്ചോളും. അങ്ങനെ റൂൾ ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തി, പേഴ്സണൽ ലൈഫിൽ അധാർമികത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി,
പിന്നീട് രാജാവിന്റെ കൂടെ, അപ്പൊ ഇനി ഇവര് വരും, രാജാവിന്റെ കൂടെ കൂടുന്ന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള കുറെ ജീവിതമുണ്ട്. ടുണീഷ്യ ഭാഗത്തൊക്കെ പോകുന്നതും അവിടെ ജീവിച്ചതും അങ്ങനെ കോപ്റ്റിക് സഭയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നതും ആ പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്ന യാക്കോബായ സഭ. ഇവിടെ മനസ്സിലാക്കണ്ടേ, യാക്കോബായ സഭയുടെ ഡോക്യുമെന്റ് വേറെ ഒന്നുമല്ല, യാക്കോബായ സഭയുടെ ഹിസ്റ്റോറിയൻ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്. ഇപ്പൊ തിയഡോറയുടെ ജീവചരിത്രം പറഞ്ഞത്, തിയഡോറയുടെ ജീവചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ നമുക്കുള്ളത് നേരത്തെ ഇവിടെ ബെഞ്ചി ബ്രോ പറഞ്ഞു പറയുന്നുണ്ട്, പ്രോക്കോപ്പിയോസ് എന്ന് പറഞ്ഞ പ്രോക്കോപ്പിയോസ് ഓഫ് കൈസറിയ. ഇദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള ലേറ്റ് ആന്റിക് ഗ്രീക്ക് സ്കോളറുമാണ്. അതിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും 6th സെഞ്ചുറിയിലെ ഏറ്റവും പ്രീ എമിനന്റ് ആയ ഒരു ഗ്രീക്ക്, 6th സെഞ്ചുറിയിലെ ഏറ്റവും പ്രീ എമിനന്റ് ആയ ഒരു സ്കോളറാണ്. അപ്പൊ ഇദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്ന സെക്യുലർ ഹിസ്റ്ററി, സഭയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയല്ല ഈ ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നത്, തിയഡോറയുടെ ഈ കഥകൾ മുഴുവൻ. അതേസമയം തന്നെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, യാക്കോബായ സഭയുടെ ബിഷപ്പായ ബാർ എബ്രായനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹം 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബായ സഭയുടെ ഏറ്റവും പ്രശസ്തനായ ബിഷപ്പാണ്. വളരെ വെൽ സ്കോളറായ ഒരു വ്യക്തി ബിഷപ്പാണ്. അദ്ദേഹം എഴുതാത്ത വിഷയങ്ങളില്ല. മെഡിസിനെ കുറിച്ച്, ക്രോണോളജിയെ കുറിച്ച്, കാനൻ ലോ കുറിച്ച്, എബ്രായ കാനോ ഇവരുടെ കാനോൻ ഇതുണ്ടാക്കി, അതിൽ സെക്യുലർ ചരിത്രത്തെ കുറിച്ച്, മാത്സ്, സയൻസ് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ ആഴത്തിൽ പഠിച്ചിരുന്ന ഇവരുടെ ബിഷപ്പാണ് യാക്കോബായ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ബാർ എബ്രായ തന്നെ അദ്ദേഹത്തിന്റെ ക്രോണിക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ ക്രോണിക്കിൽ എഴുതിയ ഭാഗം ഞാൻ ജസ്റ്റ് വായിച്ചത്, തന്റെ അനുഗാമികൾക്കായി യാക്കോബ് ബുർദ്വാന ആദ്യം ഗൊളിയാക്കാൻ സെവേറിയസിനെയും പിന്നീട് ഒരു പൗലോസിനെയും അന്ത്യോക്കയിലെ പാത്രിയാർക്കീസ് എന്ന അഭിമാനത്തിൽ അഭിഷേകിച്ചു. അന്ത്യോക്കയിൽ നിന്ന് വളരെ ദൂരെ സ്ഥാപിച്ചു. അത് പുതിയൊരു അന്ത്യോക്യ സഭ അന്ത്യോക്കയിൽ നിന്ന് വളരെ ദൂരെ സ്ഥാപിച്ചു. എന്നാൽ അന്ത്യോക്കയിൽ വേറെ ഒരു പാത്രിയാർക്കീസ് ഉണ്ടായിരുന്നു. അന്ത്യോക്കയിൽ ഒറിജിനൽ വേറെ പാത്രിയാർക്കീസ് ഉണ്ടെങ്കിൽ തന്റെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് അന്ത്യോക്കയിൽ വേറെ സ്ഥാപിച്ചു. അന്ത്യോക്കയിൽ വേറെ പാത്രിയാർക്കീസ് നിന്നു. എന്നാൽ ആ അന്ത്യോക്കയിൽ വേറെ ഒരു മിനിറ്റ്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുണ്ട്. വേറെ പാത്രിയാർക്കീസ് നിന്ന് കുറെ മുമ്പ് അന്ത്യോക്കയിൽ നിന്ന് ബഹിഷ്കൃതമായ സേവേരോസിന് പിൻഗാമിയായിട്ട് സെർജിയസ് വാഴിക്കപ്പെട്ടത്. അന്ത്യോക്കയിൽ ഒരു പാത്രിയാർക്കീസ് ഭരണം നടക്കുമ്പോൾ ഇങ്ങനെയാണ്, അന്ത്യോക്കയിൽ ഒരു പാത്രിയാർക്കീസ് ഭരണം നടത്തുമ്പോൾ അന്ത്യോക്യ പാത്രിയാർക്കീസ് എന്ന നാമത്തോടെ അന്ത്യോക്കയിൽ നിന്ന് വളരെ ദൂരെ പ്രത്യക്ഷനായ അയാളുടെ അവകാശത്തെ പറ്റി എന്തു പറയാനാണ്? യാക്കോബായ സഭയുടെ തന്നെ ബിഷപ്പ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒറിജിനൽ അന്ത്യോക്യ എന്ന സ്ഥലത്ത് അവിടുത്തെ അന്ത്യോക്യ ബിഷപ്പ് അവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ത്യോക്യയിലുള്ള ബിഷപ്പ് അവിടെയുണ്ട്, പാത്രിയാർക്കീസും ഉണ്ട്. അന്ത്യോക്യയിൽ നിന്ന് കുറെ ദൂരത്ത് മാറി മറ്റൊരു സ്ഥലത്ത് ഇവർ ഇങ്ങനെ ഒരു അന്ത്യോക്യം പാത്രിയാർക്കീസ് ഉണ്ടാക്കിയിട്ട് വേറെ സ്ഥലത്ത് അന്ത്യോക്യ പാത്രിയാർക്കീസ് എന്ന പേര് നടത്തിയെന്നും പറഞ്ഞിട്ടും മാർ എബ്രായ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. 13ാം നൂറ്റാണ്ടിലെ യാക്കോബായ സഭയുടെ ഏറ്റവും പ്രശസ്തനായ ബിഷപ്പാ. അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് പോലും ഉണ്ട്. അപ്പൊ ഈ തുടങ്ങിയത് ആരാ? യാക്കോബ് ബുർദ്വാനെ, തിയഡോറ എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിശുദ്ധ, കേട്ടല്ലോ, ഇവരെ വിശുദ്ധ. ഇവരുടെ ശൈലിയുണ്ട്. ഇപ്പൊ 2000 ആയപ്പോൾ ഇവർ വിശുദ്ധയാണെന്ന് പോലും പ്രഖ്യാപിക്കുന്ന ധൈര്യം വന്നത്. ഇത് നാളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ, കുറച്ച് വർഷം കഴിയും, നമ്മളൊക്കെ തലമുറ പോയി കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഗ്വാട്ടിമല എന്ന് പറയുന്ന സ്ഥലത്ത് യൂസഫ് അലീനെ ഇതുപോലെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പറയില്ല. കാരണം തിയഡോറയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും, പ്രത്യേകിച്ച് സിറിയ ഭാഗത്ത് കളിയാക്കും. സിറിയ ഭാഗത്ത് ഉള്ള ആളുകൾ അവർക്ക് ഇവരുടെ ജീവചരിത്രവും ഇവരുടെ രാജ്ഞിയായിട്ട് കാണിച്ചു കൂട്ടി ഇവരുടെ വ്യക്തിപര ജീവിതവും സകലത അറിയാവുന്നത് കൊണ്ട് അവിടെ എങ്ങും ഈ സാധനം ഉറപ്പില്ല. നാളെ അതുപോലെ തന്നെ ഇവർ കമാൻഡർ പദവി കൊടുത്ത യൂസഫ് അലീനെയും നാളെ ഒരു സമയത്ത്, കാരണം കേരളത്തിൽ യൂസഫ് അലി എന്ന് പറഞ്ഞ നല്ല മനുഷ്യനാണ്, അദ്ദേഹം മുസ്ലിം മത വിശ്വാസിയാണ്, പക്ഷെ ഇവർക്ക് വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാനോ, യൂസഫ് അലി നമ്മുടെ പാത്രിയാർക്കീസിന് എന്താ പറയാ ഹെലികോപ്റ്റർ കൊടുക്കുന്ന ആളാണ്, ഗുഡ് ബിരിയാണി കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് അലീനെയും വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമാണ്. കാരണം 3 തൈലം അടക്കം വിറ്റതൊക്കെ പി യോഹന്നാനെ. ഇന്ന് മനസ്സിലാക്കേണ്ടുള്ളൂ ലളിതമായിട്ട്. തിയഡോറയിലേക്ക് തിരിച്ചു വരാണ്. തിയഡോറ മാത്രമല്ല, കുടുംബമടക്കം അധാർമികം, എനിക്ക് കൂടുതൽ അതിന്റെ വാക്ക് ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, അധാർമിക ജീവിതം നയിച്ചവരാണ്. അത് ജീവിതാവസാന എല്ലാ കാലഘട്ട ധാർമ്മിക ജീവിതം. അതുകൊണ്ട് തന്നെയൊക്കെ 20 വയസ്സിന് മൂത്ത ജസ്റ്റീനിയൻ ചക്രവർത്തിയെ വളച്ചെടുത്ത് അവന്റെ കൂടെ കൂടിയതാണ്. തോന്നിയോണം അതുവരെ നടന്നത്, പലതും നടത്തിയ ജീവിതം. അവരുടെ അമ്മയും അതുപോലെയാണ്, അവരുടെ സഹോദരിയും അങ്ങനെ സഹോദരിമാർ 2 പേരുമാണ്. അതിനകത്ത് കൂടുതലായിട്ടുള്ള അവളുടെ ഇളയ സഹോദരിയായ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ സമൂഹത്തിന് അവൈലബിൾ അല്ല. പക്ഷെ ഇവളുടെ അമ്മയെ കുറിച്ച് ഡീറ്റെയിൽ അവൈലബിൾ ആണ്, ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അനിയത്തെ കുറിച്ച് ഹിസ്റ്റോറിയൻസ് കൂടുതൽ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൂ. മൂത്ത ചേച്ചിയായ കോമിറ്റോനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. കോമിറ്റോയുടെ മകള് സോഫിയയും ഇതുപോലെ തന്നെ അധികാര കസേരയിലേക്ക് വിരാജിച്ച് വേണ്ടവരെ വളച്ചെടുക്കേണ്ട രീതിയിൽ വളച്ചെടുക്കാൻ എല്ലാവരും മിടുക്കുള്ള ആളുകളാണ്. ഇത്തരം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി സ്ഥാപിച്ച സഭയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് യാക്കോബായ സഭ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ് യാക്കോബായ സഭ. നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കും യാക്കോബായ സഭ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യ സഭ. അങ്ങനെ ഒരു സഭ അല്ല. അങ്ങനെ സഭയുമായിട്ട് യാതൊരുവിധ ബന്ധം യാക്കോബായ സഭയ്ക്കില്ല. ആ സഭയുടെ പേര് മറ്റൊരു സഭ തുടങ്ങിയതാന്നുള്ള കാര്യം മാർ എബ്രായയുടെ ക്രോണിക്കിളിൽ 218 കൃത്യം 218 പേജിൽ കൃത്യമായിട്ട് ഇവരുടെ തന്നെ ബിഷപ്പ് എഴുതി വെച്ചു. ഒറിജിനൽ അന്ത്യോക്യ അപ്പുറത്തുള്ള, ഞങ്ങൾ പുറത്തുള്ളത് ഹിസ്റ്റോറിക്കൽ സെക്കുലർ ഹിസ്റ്റോറിയൽ ചർച്ച് ഹിസ്റ്ററിയുടെ മേഖല ഇത് മുഴുവൻ അറിയാം.
പക്ഷെ ഞാൻ പറഞ്ഞ യാക്കോബേ സഭയുടെ തന്നെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാപിച്ചതാന്നുള്ള ഇവരുടെ. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ സൂചിച്ചോളാം. ബെഞ്ചിബ കണ്ടിന്യൂ ചെയ്തു, ഞാൻ എനിക്ക് ഇറങ്ങാൻ ഒന്ന് സമയം പെട്ടെന്നൊരു കഴിഞ്ഞു. കാര്യം പറയട്ടെ. ഞങ്ങളിപ്പോ പറയുന്ന പ്രൊക്കോപ്പിയസ് സാഹചര്യത്തെ മാത്രമല്ല, സമ്മർദ്ദത്താൽ ചില തെറ്റായ നടപടികളിൽ പെട്ടുപോയ രണ്ട് സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കണം ശരിയാണോ? മറ്റൊന്നും പരിവട്ടവും കാരണം ഗതികേട് കൊണ്ട് ഇതൊരു കുറ്റമാണോ? എനിക്കറിയില്ല. അതും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടും പോലെ അല്ല. അത് 15 അല്ല നൂറ്റാണ്ട് അല്ല കഴിഞ്ഞിട്ടാണ്. അല്ല വെറും ഇതൊക്കെ ഒരു വെറും കേസ് ഒരു സ്ത്രീവിടത്തിന് കേസ് എടുക്കൂട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഈ അല്ല വെറും ഒരു അന്തപുരത്തിന് വേശ്യയായിരുന്നില്ല. അല്ല അന്തേവാസിയായിട്ട് യാക്കോബ് ബർദ്വാന എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചത് 15 വർഷത്തോളം. കൊട്ടാരത്തിലെ ആളായിട്ടും എല്ലാമായിട്ട് അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. ഇവളുടെ അടിമയായിട്ട് കൊണ്ട് വരുത്തിയിരുന്നത് 15 വർഷം. അതിനുശേഷം അദ്ദേഹത്തെ ബിഷപ്പാക്കാൻ പറഞ്ഞു വിട്ട, ലെറ്റർ കൊടുത്തുകൊണ്ട് അലക്സാണ്ട്രിയയിൽ പറഞ്ഞു വിട്ടെ. അതിലേക്കൊക്കെ വരുമായിരിക്കും. ഇത് തികച്ചും സ്ത്രീവിരുദ്ധമാണ്. എന്തൊക്കെയോ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം ചില പ്രവർത്തികളിൽ ഏർപ്പെടുത്തി പോകുന്നു. പട്ടിണി കാരണം, പട്ടിണി നമുക്കറിയാലോ, പട്ടിണിക്ക് പണ്ട് കാലത്ത് പട്ടിണിയൊക്കെ ഗതികേട് കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയിരിക്കാം. ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അല്ല ഒരു നൂറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ട് അതിനൊക്കെ അല്ല പറയുന്നത് തികച്ചും സ്ത്രീ വിരുദ്ധവും അല്ല യാക്കോബ വിരുദ്ധവും. അല്ല അല്ല മണികുമാർ ഇതിനകത്ത് അല്ല രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവരുടെ പ്രശ്നമല്ലല്ലോ പറയുന്നത്. അവര് ഇത് ഇവരുടെ സഭ ഭയങ്കര മഹത്വമാന്ന് പറയുന്നതേ ഉള്ളൂ നമ്മുടെ ഇവിടെ പ്രശ്നം. മനസ്സിലായില്ലേ? അല്ലാതെ അങ്ങനെ ഇവരെ പോലെ ഒരു സ്ത്രീ മഹത്വമല്ല, ഉണ്ടാക്കിയ മാതാവിന് മാമോദീസ കൊടുത്തു. ആ മാതാവിനടക്കം മാമോദീസ കൊടുത്തു ഇവരെ സഭ. എന്നിട്ട് തള്ളുമ്പോ ചെറിയ ലെവലൊന്നും അല്ല. എന്നിട്ട് ഇതെല്ലാം ശരിയാക്കാനും ഏറ്റവും അധികം ത്യാഗം സഹിച്ച് പോപ്പും അവരും ഒക്കെ പ്രയാസപ്പെട്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തെ നിലനിർത്തിയവരെ ഉപദ്രവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. മനസ്സിലായില്ലേ? അല്ല, എന്നാലും ഒരു സ്ത്രീയെ നമ്മളിങ്ങനെ അപമാനിക്കാമോ സ്ത്രീയല്ല, എന്നൊരു അവരെ അഭിപ്രായം എന്തൊക്കെയാണ് ഒരു കാണുന്നില്ല. പോപ്പിനെയും നമ്മുടെ വിശ്വാസത്തെയും കളിയാക്കി പറഞ്ഞത്? അതൊന്നും ഇവിടെ ആരും കേട്ടില്ലേ? അല്ല ഞാൻ പറയാം. അതായത് ഈ ഹലോ, വെറും ഒരു വേശ്യയാണെങ്കിൽ നമുക്ക് വെറുതെ വിടായിരുന്നു. പക്ഷെ ഈ വേശ്യ പിന്നീട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം വെറും ഒരു വേശ്യയുടെ ജീവിതത്തിലേക്ക് വെറുതെ നമ്മൾ ഒളിഞ്ഞു നോക്കുകയല്ല. ഈ വേശ്യയാണ് എന്ത് ചെയ്തു പിന്നീട് ഈ സഭയുടെ ചരിത്രത്തിൽ ഇടപെട്ട് സഭയിൽ ഒരു പിളർപ്പുണ്ടാക്കി ഒരു പുതിയൊരു സഭ വരെ സ്ഥാപിക്കാൻ കാരണം ആയ, അല്ലെങ്കിൽ ഇവരുടെ മനോമുഖരത്തിലാണ് ഈ ഐഡിയ വന്നിരിക്കുന്നത്. അപ്പൊ ആ സ്ത്രീ ആയതുകൊണ്ടാണ് ഇവരുടെ ചരിത്രം. അല്ലാതെ എത്രയോ വേശ്യകൾ ലോകത്തിലുണ്ട്, എത്രയോ സ്ട്രിപ്പേഴ്സ് ലോകത്തിലുണ്ട്. അവരുടെയൊക്കെ ചരിത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവരുടെ ചരിത്രം സെക്യുലർ ഹിസ്റ്ററിയിൽ ഹിസ്റ്റോറിയൻസ് അന്ന് മുതലേ എഴുതാനുള്ള കാരണം എന്താണ്? അപ്പൊ അന്നത്തെ വളരെ അറിയപ്പെട്ട ഒരു സ്കോളറാണ്, റോമൻ ചരിത്രകാരനാണ് ഈ പ്രൊക്കോപ്പിയസ്. അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തി ഇവരെ പറ്റി എഴുതിയത്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം, പറഞ്ഞു വെച്ച ഭാഗം ഈ അന്ന് തിയേറ്ററിൽ പെർഫോമൻസ് ആണ്. ആ കാലഘട്ടത്തിൽ അവർ ചെയ്ത അവരുടെ പെർഫോമൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ പറ്റി പിന്നീട് പറയുന്നതാണ്. അതായത് അവരെ അവരുടെ കൂടെ ആരൊക്കെ കാണപ്പെട്ടാലും അവരെ പറ്റി ഒരു വളരെ മോശമായ ഒരു അപഖ്യാതി നാട്ടിൽ പറഞ്ഞു വരുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയാണ് thus those who were intimate with her were straightway recognized from very fact to be perverts, and any more respectable men who chanced upon her in the forum avoided her and withdrew in haste, lest the hem of his mantle touching such a creature might be thought to share in her pollution. അപ്പം മനസ്സിലായല്ലോ. അപ്പം അത് അവരുമായിട്ട് അവരെ അവരുടെ അടുത്തുനിന്ന് നിൽക്കുകയോ അവരെ തൊടുകയോ ചെയ്താൽ, ആ ക്രിയേച്ചറിനെ, ആ ജന്തു എന്നാ പറയുന്നത്, ആ ക്രിയേച്ചറിനെ തൊടുപോലും ചെയ്താൽ അത് അവരുടെ പൊല്യൂഷനിൽ, അവരുടെ പാപത്തിൽ, അവിടെ ആ മാലിന്യത്തിൽ ഭാഗമായി എന്നുള്ളത് വരികയാൽ അന്നുള്ള ആൾക്കാർ, മാന്യമായിട്ടുള്ള ആൾക്കാർ അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആരൊക്കെ അവരുമായിട്ട് അവരുടെ അടുത്ത് നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവരെ വെറും മോശക്കാരായിട്ട് കാണാനും, അപ്പൊ ഇങ്ങനെ അവരെ ഒരു വളരെ വൃത്തിയായിട്ട് ഒരു ജന്തുവായിട്ട് കാണാനും തുടങ്ങി. ആൻഡ് for to those who saw her especially at dawn she was a bird of ill omen. പകൽ സമയത്ത് ആരവരെ കണ്ടാലും ഒരു അവശകുനമായിട്ടാണ് അവരെ കണ്ടത്. And towards her fellow actress she was as savage as a scorpion, for she was very malicious. അപ്പം അവിടെ കൂടെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരുന്നവർ അവളെ എങ്ങനെ കാണുന്നത്? അവളെ ഒരു തേളായിട്ടാണ്. അപ്പോൾ ഷീ വാസ് വെരി മലീഷ്യസ് ആയിരുന്നു. അപ്പം മലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അപ്പൊ കൂടെയുള്ള ആക്ടേഴ്സിനും അവളെ ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ തന്നെ അവൾ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ പെർഫോമൻസിന് വേണ്ടി ചെന്നുവെങ്കിലും പിന്നീട് ആരും അടുത്തുപോലും ചെല്ലാത്ത ഒരു അവസ്ഥ ഇവർക്കുണ്ടായി. പിന്നീട് പറഞ്ഞ ലേറ്റർ ഷീ ഫോളോഡ് ഹെസബോളസ്, എ ടൈറിയൻ who had been made governor of Pentapolis, served him at the basest of ways. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാമല്ലോ, ഏറ്റവും ലോലി ആയിട്ടുള്ള ഒരു വേസിലൊക്കെ അയാളെ സെർവ് ചെയ്തു. അപ്പം ആ സർവീസിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ലേറ്റർ ഷി ക്വാറൽ വിത്ത് ഹിം ആൻഡ് വാസ് സെൻഡ് സമ്മറലി അവേ. അദ്ദേഹമായിട്ടും പോയി ഹെസബോളസ് എന്ന വ്യക്തിയുമായിട്ടും പ്രശ്നം ഉണ്ടായി, അവിടുന്ന് പോയി. പിന്നീട് കേട്ടണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ തിയേറ്റർ ലൈഫ് കഴിഞ്ഞു. അവിടുന്ന് ഈ മറ്റേ ഹെസബോളസ് എന്ന് പറഞ്ഞ ഒരു ഗവർണറിന്റെ കൂടെ അദ്ദേഹത്തെ ബേസിസ്റ്റ് വേസിൽ സെർവ് ചെയ്തു. ഒരു സ്ലേവ് എന്നുള്ള ഒരു സ്ലേവ് സ്ത്രീ എന്ന നിലയിൽ അവർ സെർവ് ചെയ്തു. പിന്നീട് പറയുവാണ്, അങ്ങനെ അവിടുന്ന് പ്രശ്നം ഉണ്ടായി. അവിടുന്ന് പോയപ്പോൾ എന്താണ്, കോൺസിക്വന്റ്ലി ഷി ഫൗണ്ട് ഹെർസെൽഫ് ഡെസ്റ്റിറ്റ്യൂട്ട് of the
destitute of the means of life, which she proceeded by earning by prostitution, as she had done before this adventure. ഈ അഡ്വഞ്ചറിന് മുമ്പേ അവൾ ചെയ്ത പോലെ, ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ബ്രോത്തൽസിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെയാണ് മിസ്യൂസ് ചെയ്യപ്പെട്ട ആ ചെറിയ പ്രായത്തിൽ എന്ന് പറയുന്ന പോലെ വീണ്ടും കംപ്ലീറ്റ് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ മാറി. കാരണം ഡെസ്റ്റിറ്റ്യൂട്ടായി, വേറെ കാശില്ല, ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. പറഞ്ഞ പോലെ ഒരു കറക്റ്റ് ഒരു വേശ്യയായിട്ട് അദ്ദേഹം പുള്ളിക്കാരി പിന്നെയും മാറുന്നു. ആൻഡ് ഷീ ഹാഡ് ഡൺ ആൻഡ് ഷീ കെയിം ദസ് ടു അലക്സാൻഡ്രിയ. അങ്ങനെ അവർ എവിടെ എത്തി? അലക്സാൻഡ്രിയയിലെത്തി. നമ്മൾ മുമ്പേ പറഞ്ഞ അലക്സാൻഡ്രിയ ഉണ്ടല്ലോ, അലക്സാൻഡ്രിയയിലെത്തി. ആൻഡ് ദെൻ ട്രാവലിംഗ് ഓൾ ദ ഈസ്റ്റ് വർക്ക്ഡ് ഹെർ വേ ടു കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പം അലക്സാൻഡ്രിയ എന്നും പിന്നെ ഓൾ ദ ഈസ്റ്റ് മുഴുവൻ ട്രാവൽ ചെയ്ത് അവസാനം കോൺസ്റ്റന്റിനോപ്പിൾ വീണ്ടും എത്തി. ഇൻ എവറി സിറ്റി പ്ലൈയിങ് എ ട്രേഡ് നടു ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് പറഞ്ഞിരിക്കുകയാണ്, വിച്ച് ഈസ് സേഫർ ഐ ഫാൻസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് നോട്ട് ടു നെയിം ടു ക്ലിയർലി. ഇതൊരു ട്രേഡ് ആയിട്ടാണ്, ഈ പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ട്രേഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി ബ്രാക്കറ്റ് ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് അസീഫ് ദ ഡെവിൾ but determined there no land on earth that should not know the sins of തിയോഡോറ. ഈ തിയോഡോറയുടെ ഇത് പറയുന്നത് ഒരു വിശ്വാസിയല്ലെന്ന് ഓർത്തോണ്ട് ഒരു റോമൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഒരു വലിയൊരു അറിയപ്പെട്ട സ്കോളറാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ നാടുകളിലൊന്നും, അലക്സാൻഡ്രിയ തൊട്ട് ഓൾ ഓഫ് ദ ഈസ്റ്റ് കവർ ചെയ്ത് ഈവൻ ടുവേർഡ്സ് കോൺസ്റ്റന്റിനോപ്പിൾ വരെ, ഇവിടെ എല്ലാ നാടുകളും ഓടി നടന്ന് വേശ്യാവൃത്തി ചെയ്തു ഇവര്. അപ്പൊ എന്നിട്ട് പറയുവാണ്, അസിഫ് ഡെവിൾ വർ ഡിറ്റർമൈൻഡ് ദാറ്റ് പിശാച് ഹി വാസ് ഡിറ്റർമൈൻഡ് that no land on earth, ലോകത്തിലുള്ള ഒരു എക്സാജറേറ്റഡ് വേർഷൻ പറയുന്നത്, ലോകത്തിലുള്ള no land on earth that should not know the sins of Theodora. ഈ തിയോഡോറയുടെ പാപങ്ങൾ അറിയാത്ത ഒരു നാടും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയായിരുന്നു. ഷി വാസ് വെരി വെൽ നോൺ, നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റിനോപ്പിൾ തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ജസ്റ്റീനിയൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, when she came back to Constantinople, Justinian fell violently in love with her. At first she kept her only as a mistress, though he raised her to a patrician rank. Through him, Theodora was able to immediately acquire an unholy power and exceedingly great riches. അപ്പം ഈ ജസ്റ്റീനിയനെ കണ്ട മുതൽ ഇവരുടെ ചരിത്രം മാറി മറിയുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന തിയേറ്റർ, അതിന് മുമ്പെയുള്ള ബ്രോത്തൽ തിയേറ്ററിലുള്ള ലൈഫ്, അതിനുശേഷം പലരുടെയും പലരുടെ സ്ലേവ് ആയിട്ടുള്ള ഒരു ജീവിതം, അതിനുശേഷം വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ ലൈഫ്. ഇതിനൊക്കെ ശേഷം കോൺസ്റ്റന്റിനോപ്പിൾ എത്തിയപ്പോൾ ഈ ജസ്റ്റീനിയൻ ഇവരെ കാണുകയും അദ്ദേഹം ഹി വയലന്റ്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. അങ്ങനെ ആദ്യം അയാളുടെ ഒരു മിസ്ട്രസ് ആയി മാറി, വൈഫ് അല്ല, മിസ്ട്രസ് ആയി മാറി. ദെൻ ഹി റേസ്ഡ് ഹെർ ടു എ പാട്രീഷ്യൻ റാങ്ക്, ഒരു അരിസ്റ്റോക്രാറ്റ് എന്നൊക്കെ പറയുന്ന ഒരു റാങ്കിലേക്ക് അവരെ റേസ് ചെയ്തു. അതുകൊണ്ട് എന്താ, അങ്ങനെ റേസ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ അൺഹോളി പവറിലൂടെ ഈ ഒരുപാട് പണം സമ്പാദിക്കാനുള്ള ഒരു സാധ്യത പുള്ളിക്കാരി കിട്ടി. പിന്നെ നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ചരിത്രത്തെ പറ്റി, അതായത് ഇവരെ കല്യാണം കഴിക്കാനായിട്ട് നിയമം തന്നെ മാറ്റേണ്ടി വരുന്നു. കാരണം സാധാരണ ഒരു കോമണറിനെ ഒരിക്കലും, അങ്ങനെ മാത്രമല്ല ഒരു ആക്ട്രസ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ രാജകുടുംബത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഉള്ള ഈ സെനറ്റർ എന്നൊക്കെ പറയുന്ന പദവിയിലുള്ള ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ സാധ്യമല്ലായിരുന്നില്ല. അതുകൊണ്ട് ആ നിയമം പോലും മാറ്റിയിട്ടാണ് ഈ ജസ്റ്റീനിയൻ ഇവരെ കല്യാണം കഴിക്കുന്നതും പിന്നീട് അദ്ദേഹം രാജാവായപ്പോൾ ഇവർ എംപ്രസ് ആയി മാറി. ആരെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്? ഞാൻ ചെറിയൊരു കാര്യം അറിയുന്ന വെച്ചാല്, ഈ ജസ്റ്റീനിയനെ കല്യാണം കഴിക്കുന്നേക്കാൾ മുമ്പ് ഒരു സെനറ്റർ ആയിട്ടാണോ ജനറൽ ആയിട്ടാണോ, ഹെഗോപോളസ് എന്നാണ് പറഞ്ഞ ജനറൽ ആയിട്ട് ഈ തിയോഡോറയ്ക്ക് ഒരു കോഴ്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജനറൽ ആയിട്ട് തിയോഡോറ പല സ്ഥലങ്ങളും, ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതന്നെ കോഴ്ഷിപ്പായിട്ട് അവിടെ പോയി നമ്മള് ചില ഇസബല്ല അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ മലയാളത്തിൽ കണ്ടിട്ടില്ലേ, ഈ വല്ല പിക്നിക്കിനൊക്കെ ഇങ്ങനത്തെ ഒരു ഗഡുകളെ കൊണ്ടുപോയിട്ട് അവിടെ അവർ ആഘോഷിക്കുകയാണ്. അങ്ങനത്തെ കുറെ കോഴ്സിപ്പ് ആയിട്ട് ഒരു ഇതായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ഹെഗോപോളിസ്. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മടുത്ത് കാണും, ആൾ പിന്നെ വിട്ടു. അവിടെ അലക്സാൻഡ്രിയയിൽ വന്നപ്പോഴാണ് ഈ തിയോഡോറ, അവിടെ ഉണ്ടായിരുന്ന തിമോത്തി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, തിമോത്തി ഓഫ് അലക്സാൻഡ്രിയ, അസാസൻ ദ കാറ്റ്, ആള് കാണുന്നതെന്നാണ്. ആള് വഴിയാണ് ആൾക്ക് ഈ തിയോഡോറയ്ക്ക് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. എന്താണ്, അതുവരെ തിയോഡോറ കംപ്ലീറ്റ് ഈ പറയുന്ന ഈ തിയോഡോറയുടെ കൺവേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രൊക്യൂട്ടീസിന്റെ പറഞ്ഞു ഹിസ്റ്റോറിയൻ, അത് കൂടാതെ വേറെ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച AD 570, തിയോഡോറയുടെ കാലഘട്ടം ഞാൻ പറഞ്ഞു 500 to 540 സംതിങ്, 48. 570 മരിച്ച വിക്ടർ ടൊണൻസ്, പ്രൊക്കോപ്പിയസ്, തിയോഫാനസ്, അങ്ങനെ പല ഹിസ്റ്റോറിയൻസും ഉണ്ട്. ഒരു ഹിസ്റ്റോറിയൻസിന് മാത്രമല്ല നമ്മൾ റിലൈസ് ചെയ്യുന്നത്, കുറെ ഹിസ്റ്റോറിയൻസ് ഈ തിയോഡോറയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലോ ലൈഫിനെ കുറിച്ചിട്ടും അവരുടെ ഈ പറയുന്ന കാമ ഇതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ. അപ്പോഴാണ് ഇവിടെ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഹലോ കേൾക്കാം ചേച്ചി, പക്ഷെ ഹലോ വോളിയം കുറവാണ്. കുറവാണോ? ഇപ്പോഴോ? ഇപ്പൊ നന്നായിട്ട്. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിയൻ അല്ലാന്ന്, അത് ഞാൻ പറയുന്ന കുറെ ഹിസ്റ്റോറിയൻസ് ഇതെല്ലാം കൊറാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തിയോഡോറയുടെ പേരിൽ പിൽക്കാലത്ത് കുറെ ഡോക്യുമെന്ററീസും ഫിലിംസും ഒക്കെ ഈ 20th സെഞ്ചുറി 18th സെഞ്ചുറിയിൽ കുറെ പ്ലേസും
19th സെഞ്ചുറി 20th സെഞ്ചുറി തുടക്കത്തിൽ കുറെ പടങ്ങളടക്കം ഈ പ്ലേയേഴ്സും ഡ്രാമാസും കുറെ ഇതിന്റെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അത്ര ഇതല്ല, ഫേമസ് ഫിഗർ ആണ്. നിങ്ങൾ തിയോഡോറോ ദ എംപ്രസ് എന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്ക് യൂട്യൂബിൽ, 100 വീഡിയോ മിനിമം കാണും. തിയോഡോറോ ദ എംപ്രസിന്റെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ 10 ബുക്ക് ഉണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മോർ ദാൻ 50 പുസ്തകങ്ങളുണ്ട് ഈ പ്രൊക്കോപ്പിയസിനും വിക്ടർ ടൊണൻസിനും ഇവരൊക്കെ ബേസ് ചെയ്തിട്ട്. തിയോഡോറോ ആദ്യകാലത്തുള്ള അവളുടെ സഭയിൽ തന്നെ പെട്ടിട്ടുള്ള ഈ പറയുന്ന യാക്കോബായ സഭയിൽ പെട്ടിട്ടുള്ള ടീമുകൾ തന്നെ തിയോഡോറേനെ ഇങ്ങനത്തെ ഒരു വ്യൂല് പറഞ്ഞിട്ടില്ല. അച്ഛന്റെ മോളാണ്, ഭയങ്കര നല്ല കുട്ടിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ വെള്ളം പൂശിയ കഥകളാണ് അതൊക്കെ. ഇത് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ 2000 ഒരു പാത്രിയാർക്കീസ് ആണ് ഈ പറയുന്ന തിയോഡോറേനെ പിടിച്ചിട്ട് മാതാവ് കഴിഞ്ഞ പദവിയിലും വിശുദ്ധിയിലും എല്ലാ ബഹുമാനത്തിലും എല്ലാത്തിലും മാതാവ് കഴിഞ്ഞ ഏറ്റവും 2ാം സ്ഥാനീയായിട്ടുള്ള ഈ തിയോഡോറ എന്ന് പറഞ്ഞു കൊണ്ടുവച്ചിട്ടുള്ളത്. എത്ര ഇതാണെന്നൊന്ന് ആലോചിക്കുക. ഇത് ഈ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചരിത്രത്തിന് വളച്ചൊടിക്കലുകൾ വരുന്നത്. ചരിത്രം വളച്ചൊടിക്കുക, ചരിത്രത്തിനെ വേറെ രീതിയിൽ കൊണ്ടുപോവുക. പക്ഷെ ലോകം ഈ തിയോഡോർ, അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ശിവപിടികൾ ആ തിയോഡോറ അല്ലെങ്കിൽ തിയോഡോറ അല്ലെ മറ്റേ തിയോഡോറ അല്ലെന്ന് പറഞ്ഞു നടക്കണം. ഈ തിയോഡോറ തന്നെയാണ് ശിവപിടികൾ. താങ്കൾ ഒന്ന് ഹിസ്റ്ററി ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി, അപ്പം അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന തിയോഡോറയുടെ ലൈഫിനെ കുറിച്ചിട്ട്. ഇനി ബാക്കി വരുന്നത് ഈ ഏഹ്, ഈ ഈ 538 ആവുമ്പോഴേക്ക് നമ്മുടെ സെവേറിയോസ് കാലം ചെയ്യുമല്ലോ, അത് അലക്സാണ്ട്രിയയിലാണ്. തിയഡോർ സെവേറിയസ് ആയിട്ട് വലിയ കണക്ഷൻ വരാൻ സാധ്യത കുറവാണ്. പിൽക്കാലത്ത് ചരിത്രകാരന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്നാൽ സാധ്യത കുറവാണ്. തിയഡോറ ഈ പറയുന്ന അന്തിമൂസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അന്തിമൂസിനെ തിയഡോറ അന്തപുരത്തിൽ താമസിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന എന്താണ് സോറി, തിയോഡോറയ്ക്ക് കണക്ഷൻ ഉണ്ട്. കാരണം ഈ പറയുന്ന തിയോഡോറയാണ് ഈ 520 സംതിങ് 527 ഈ ഇവിടെ യാക്കോബ് ബ്രദർ സോറി സെവറൂസിനോട് പറയുന്നത് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തോ, നാക്ക് കണ്ടിക്കാനുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടെന്ന്. ജസ്റ്റിൻ രാജാവിന്റെ ഓർഡർ. അതായത് അപ്പൊ ജസ്റ്റിന് രാജാവായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത് തിയോഡോറയാണ്. അന്ന് തിയോഡോറ എംപ്രസ് ആയിട്ടില്ല. അപ്പൊ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. അത് വലിയ കണക്ഷൻ ഇല്ല. പക്ഷെ ഈ തിയോഡോറയ്ക്ക് കണക്ഷൻ ഉള്ളത് കംപ്ലീറ്റ് അന്തിമോസും ഈ പറയുന്ന ബുർദാനയായിട്ടാണ്. ബുർദാനയായിട്ട് അറൌണ്ട് 15 ഇയേഴ്സോളം ബുർദാന ഇതിൽ തന്നെയായിരുന്നു, തിയോഡോറയുടെ ഇതിൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ അന്തിമോസ്. കാരണം അന്തിമോസ് വളരെ ഒരു കൊല്ലം ഹാർഡ്ലി 1 ഇയർ ആണ് ആള് പാത്രിയാർക്കായത്. അപ്പോഴേക്കും ആള് ഡിപ്പോസ് ചെയ്തു. കാരണം ആള് ഹെറസി ഹോൾഡ് ചെയ്യുന്ന കാരണം ആള് അപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ ആള് തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഡിപ്പോസ് ചെയ്ത്. കാരണം ആള് പിന്നെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തത് തിയോഡോറയാണ്. പിന്നെ ഏതോ പാലസിലാണ്, ഹോർമിസ്ഡാസ് പാലസിലെങ്ങാണ്ടാണ് ഈ പറയുന്ന അഭയം കൊടുത്തത്. പിന്നെ കുറെ നാൾ അവിടെ നിന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇരിക്കും ബുർദാന ഇവിടേക്ക് മാറിയതാണ്. ഈ സിക്കായ് മൊണാസ്ട്രി ഉണ്ട്, അവിടെ തന്നെയാണ്. അതായത് ആ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ അവിടെ അടുത്ത ജസ്റ്റീനിയോപോളിസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സിക്കായ്. അവിടെ അപ്പൊ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു മൊണാസ്ട്രിയിൽ തന്നെയാണ് ഇവര് അവിടെ താമസിപ്പിച്ചത്. പിന്നെ മറ്റേ പാലസ് ഓഫ് ഹോർമിസ്ഡാസിലായിരുന്നു ഇവര് ഈ പറയുന്ന ഈ ഇവരുണ്ടായിരുന്നത്, ഈ തിയോഡോറയും നമ്മുടെ അന്തിമോസും. ഇവരൊക്കെ ഇവിടെ എല്ലാവരും കണ്ടംപററി ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് 4 ഹിസ്റ്റോറിയൻസ് ആരെടുത്ത് നോക്കിയാലും ആ കാലത്ത് ജീവിച്ച് മരിച്ച ഹിസ്റ്റോറിയൻസ്, വിക്ടർ ടൊണൻസ്, ഈ പറയുന്ന പ്രൊക്കോപ്പിയസ് ആയാലും പിന്നെ തിയോഫാനസ് ആയാലും ഈ പറയുന്ന ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് തിയോഡോറ ഈസ് ഫ്രം ദ ബ്രോത്തൽ എന്ന് പറയുന്നത്. ഈ കാലത്ത് ഹിസ്റ്റോറിയൻസ് ആണ് അച്ഛന്റെ മോളാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെയിന്റ് അടിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈ പറയുന്ന. പിന്നെ അത് യാക്കോബക്കാർ ഇപ്പോഴത്തെ യാക്കോബക്കാർ എന്ത് ചെയ്തു, അത് കുറെ കൂടി കളർ ആക്കി. ഒരു പരിധിയില് ഒരു മാതാവ് കഴിഞ്ഞ സെക്കൻഡ് ഇൻ വിശുദ്ധിയിലും പദവിയിലും ബഹുമാനത്തിലും മാതാവ് കഴിഞ്ഞ ഏറ്റവും റാങ്കില് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? അത് തിയോഡോറയുടെ ഈ ഹിസ്റ്റോറിക് ഹിസ്റ്ററി നമ്മൾ എഴുതുകയാണെങ്കിൽ അങ്ങനെ കാണാനുമില്ല. തിയോഡോറ ഞാൻ നേരത്തെ ജെസി ബ്രദർ പറഞ്ഞ പോലെ ഈവൻ പാദസേവ ചെയ്യേണ്ടി വന്നു ആ സെനറ്റർമാർ കാല് ചുംബിക്കണം, അല്ലെങ്കിൽ കാലുകൾ വീഴണം ഒരു സെനറ്റ്. അതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. കാരണം ഇവള് ലോ ലൈഫിൽ നിന്ന് ഇങ്ങനെ ഹൈയിലേക്ക് വന്നതാ. അപ്പൊ ആ ഒരു കോംപ്ലക്സ് മാറാൻ വേണ്ടി ഇവൾ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ 1-2 റിവോൾട്ടിലും കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന ജസ്റ്റീനിയൻ രാജാവിനെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു റിവോൾട്ട് അവിടെ ഈപ്പുറ എന്ന് പറഞ്ഞില്ലേ, അവിടെ 2 കക്ഷികളും കൂടിയിട്ട് എന്തോ വലിയ വാറ് അതിന്റെ ഉള്ളിൽ തലൂടെ നടന്നു. അതിൽ എത്രയാണ്ട് ആൾക്കാർ മരിക്കൊക്കെ ഉണ്ടായി. ആ മരിച്ച ആൾക്കാരുടെ വിധവകൾക്കൊക്കെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഹാർബർ കണ്ട് ചെയ്തു എന്നാണ് ഇത് പണിത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 ഈ പറയുന്ന പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്യാം എന്നുള്ളൊക്കെ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അതുവരെയുള്ള റൂള് ജസ്റ്റീനിയന്റെ റൂൾ എന്താണെന്ന് വെച്ചാല് പെണ്ണുങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പാടില്ല. അത് വെച്ചാൽ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ലോ ആസ് വെൽ ആസ് ചർച്ച് ലോ ആണ്. ഈ പറയുന്ന തിയോഡോറ അതിന് കുറെ ഇത് കൊടുത്തു തന്നതാണ്. തിയോഡോറ ബൈ പ്രാക്ടീഷനിങ് അബോർഷനിസ്റ്റും ആയിരുന്നു. കുറെ ഈ പറയുന്ന 13-ാം വയസ്സിന്റെ ഉള്ളിൽ കുറെ പ്രഗ്നൻസി ഉണ്ടായിട്ട് കുറെ എണ്ണത്തിന് അവള് തന്നെ കുറെ എന്താ പറയാ വെയിറ്റ് ഉള്ള സാധനങ്ങൾ വയറ്റിൽ കയറ്റി വെച്ചിട്ടും അങ്ങനെ കുറെ നഷേഴ്സ് ഒക്കെ ചെയ്തിട്ട് അവള് തന്നെ കുറെ ആൾക്കാരെ പോയി കണ്ടിട്ട്, അന്നത്തെ കുറെ ഈ നാട്ടുവൈദ്യന്മാര് പോലത്തെ ആൾക്കാരില്ലേ, അവരെ പോയി കണ്ടിട്ട് ഇങ്ങനത്തെ
ലീഗലായിട്ട് ഇങ്ങനെ ഗർഭം അലസിപ്പിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ റൂള് എന്ന് പറയുകയാണെങ്കിൽ അബോർഷൻ ചെയ്യുന്നവരെ കണ്ടുകിട്ടിയാൽ അന്ന് ഭയങ്കര ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. വെരി യങ് ഏജ്. എന്നിട്ട് പിന്നെ ഷീ റിസോർട്ട് ടു ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ. 33 വയസ്സിൽ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, ഗ്രാൻഡ് മദർ ആയി എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ. ഹലോ ഹലോ ആ കേട്ട് കേട്ട് ഹലോ കേട്ട് കേൾക്കുന്നുണ്ടോ? കേട്ട് 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 ആ ആ അപ്പം അങ്ങനെയാണ്. അപ്പൊ തിയോഡോറുടെ തിയോഡോറുടെ അന്ന് മുമ്പ് ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണ്. അതായത് എഫ്രൈം എന്ന് പറഞ്ഞ അന്നത്തെ പാത്രിക്കീസ് അന്ന് പെർസിക്യൂഷൻ അഴിച്ചുവിട്ടു എന്നുള്ള പേരിലാണ് ഇവർ ഇങ്ങനെ ഒരു കൂടുന്നതും തൽഹരീത്തും ഇവരുമായിട്ട് ചേർന്നിട്ടാണ് അവിടെ ഒരു മറ്റൊരാൾ ഇവർക്കൊക്കെ വേണ്ടി ഒരു ബിഷപ്പിനെ വാഴിക്കണം എന്നുള്ളത്, ഒരു സഭ സ്ഥാപിക്കണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അവർ ആദ്യമേ അവർ ബിഷപ്പിനെ വാഴിക്കാൻ മാത്രം അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നീടാണ് അതൊരു സഭ സ്ഥാപിച്ചു പോകാം, പാരലായിട്ട് സഭ സ്ഥാപിക്കാം എന്നൊരു ചിന്തയിലേക്ക് അവർ വരുന്നത്. അപ്പം അതിനുവേണ്ടി ഇവർ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ഈ യാക്കോബ് ബുർദ്വാന. അപ്പം നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ജേക്കബ് ബറാഡായിയൂസ് എന്ന് സെർച്ച് ചെയ്താൽ ജേക്കബ് BARADAEUS ബറാഡിയൂസ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ടോൾ മൗസാൾട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ടർക്കിയിലുള്ള ഒരു സ്ഥലമാണ്, പ്രൊവിൻസാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഒരു പ്രീസ്റ്റിന്റെ മകനായിട്ട്, തിയോഫിലോസ് ബാർ മനു എന്ന് പറഞ്ഞ പ്രീസ്റ്റിന്റെ മകനായിട്ട് ജനിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മൊനാസ്ട്രിയിലെ ഭാഗമാകുകയും അച്ഛനായി മാറുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. അപ്പം പിന്നീട് ഞങ്ങള് ഈ വിഷയത്തെ പറ്റി ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടുതൽ സോഴ്സസ്, ഇദ്ദേഹത്തിനെ പറ്റി ഒരുപാട് മിറക്കിൾസ് ഒക്കെ ഇവർ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇദ്ദേഹം അത് മിറക്കിൾ തന്നെ, അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഭയങ്കര തള്ളാന്നുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ജേക്കബ് became renowned as a miracle worker and people came in to seek healing എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനകത്തിൽ several miracles were attributed to Jacob, such as resurrection of dead, മരിച്ചവരെ ഉയർപ്പിച്ചു, ഹീലിംഗ് ഓഫ് ദ ബ്ലൈൻഡ്, പ്രൊക്യൂർമെന്റ് ഓഫ് റെയിൻ, സ്റ്റോപ്പിംഗ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദ സൺ. മനസ്സിലായോ? ജേക്കബ് ബുർദാനെ കുറിച്ചാണോ ഈ പറയുന്നത്? ആ അതെ യാക്കോബ് അതെ. ബുർദ്വാനെ പറ്റിയാണ്. പുള്ളി സൂര്യനെ അത് ഇതാക്കിന്നാ പറഞ്ഞ, നിർത്തിന്നാ പറഞ്ഞ. സൂര്യനെ വരെ നിർത്തി. ഡോറയുടെ പല അസുഖങ്ങളും പുള്ളി ഹീൽ ചെയ്തിട്ടുണ്ട്. ഈ ഇറക്ഷന്റെ പ്രോബ്ലം പുള്ളിക്ക് ഉണ്ടായിരുന്നു, അതൊരു മിറാക്കുലസ്ലി പുള്ളി അത് റെക്ടിഫൈ ചെയ്തു. അങ്ങനല്ലേ പറഞ്ഞേ? ഇറക്ഷൻ എന്നല്ലേ പറഞ്ഞേ? അതൊക്കെ പുള്ളി ചെയ്തു. സൂര്യന്റെ അതായത് മോശയെക്കാളും വലിയ പ്രോഫറ്റ് ഇതാണല്ലോ അല്ലെ, ഭയങ്കരമാണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഇതുണ്ടല്ലോ ഇവിടെ ഇപ്പം എൻസൈക്ലോപീഡിയ ഇവിടെ ഇത് കാണും, റെഫറൻസ് എടുത്ത് നോക്കുന്നുടനെ അത് ഭയങ്കര കോമഡിയാ. എന്ന് വെച്ചാൽ റെഫറൻസ് എടുക്കുന്നുടനെ ഈ റെഫറൻസ് ആയിട്ട് പോകുന്നത്, ഒരു മിനിറ്റ് ഞാനിപ്പോ എടുക്കാം, റെഫറൻസ് ആയിട്ട് പോകുന്നത് ഈ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡയോസിസ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് എന്നാ പോകുന്നത്. എടുക്കുന്നുണ്ടെ ആ ലിങ്ക് ഇല്ല. ഓക്കെ, റെഫറൻസ് പോകുന്നത്. അപ്പൊ ചെറിയാച്ചനായിരിക്കും അതിന്റെ ആള്. അല്ലല്ല, ഇത് ഓർത്തഡോക്സ് സഭയുടെ കേട്ടോ, ഇത് യാക്കോബ അല്ല, ഇത് ഓർത്തഡോക്സ് എന്നാ സഭയുടെ. മുനികുമാരനാ നോർത്ത് ഈസ്റ്റ്. അപ്പൊ അവര് ഇങ്ങനൊരു സാധനം എവിടെയോ അവരുടെ വെബ്സൈറ്റിൽ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു, പണ്ട് അടിച്ച് കയറ്റിയതാ. അതാണ് ഇവർ റെഫറൻസ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ആ സാധനം ഇല്ല. അതായത് ഓർത്തഡോക്സ് കാര്യം മനസ്സിലാക്കി അവർ സംഭവം റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ സാധനം സ്റ്റിൽ അവിടെ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആകെ കൊടുത്തിരിക്കുന്ന റെഫറൻസ്. ഇയാൾ ഭയങ്കര മിറക്കിൾ വർക്കർ. അപ്പൊ ഈ തള്ളെന്ന് പറഞ്ഞാൽ അത് തള്ളാന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് സൺ. ഈ സൂര്യന്റെ മൂവ്മെന്റ് പുള്ളി നിർത്തിയെന്ന്. അപ്പൊ പിന്നെ ബാക്കി ഊഹിച്ചാൽ മതി എന്താ തള്ളുന്നത്. ഇത് ഈ യാക്കോബ് ബുർദ്വാനയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ സെവറിയോസിന്റെ കാര്യത്തിൽ ഇവർ ഒത്തിരി, അപ്പം അതായത് ഇവര് മിക്കവാറും ശിവപീഡിക്ക് ഉൾപ്പെടെ പറയാറുള്ളതാണ്, ഈ സെവറിയോസിനെ അവിടുന്ന് നാട് കടത്തിയപ്പം ഭയങ്കര എർത്ത്ക്വേക്ക് സംഭവിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒത്തിരി പേരെ മനുഷ്യരെയൊക്കെ ഉയർപ്പിച്ചു. ഇവരെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറെ മിറക്കിൾസ് ഒക്കെ ഇവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ കലാമിറ്റി ഇവർ അവിടെ നിന്ന് പോയതുകൊണ്ട് സംഭവിച്ചു. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഈ വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ പ്രോപ്പർ ലീനിയേജും അപ്പോസ്റ്റോളിക് ക്ലെയിംസിന്റെ ഒക്കെ ഒരു പ്രോപ്പർ വാലിഡേഷൻ ഇല്ലാത്തത് കൊണ്ട് കുറെ മിറക്കിൾ വർക്ക്സിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് അത് ഒരു വലിയൊരു ദൈവപുരുഷരായിരുന്നു എന്ന്. അതൊരു ഒരു പുകമറയാണ്. മനസ്സിലായോ? അതൊരു പുകമറയാണ്. കാരണം ഈ യാക്കോബ് ബുർദ്വാനയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ തള്ളിന്റെ ആവശ്യം എന്താ? അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഈ ശിവപുരയിൽ അത് ചക്രവാളങ്ങൾ ഇരുണ്ടു സെവരസ് പോകുമ്പോ, അതായത് ആ ഒരു പ്രതീതി കൊണ്ടുവരാൻ മതി. എനിക്കൊരു സംശയമുണ്ട് ബെഞ്ചി ബ്രദറെ. ഈ സേവറീസും ഇവന്മാരുമായിട്ട് എന്നാ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവര് തമ്മിൽ? ഒരു ബന്ധമില്ല. പുള്ളി ഇവർ കുറച്ച് റിസോഴ്സ് മുമ്പേ പറഞ്ഞായിരുന്നു വെച്ചാൽ, അതായത് ഇവർ പുള്ളി റിസോഴ്സസ് ഉണ്ടാക്കി കൊടുത്തു. ഇൻ കേസ് ആരെങ്കിലും സഭ തുടങ്ങുവാണെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള നിലയിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ബന്ധമില്ല. തെണ്ടികൾ അന്ന് തൊട്ടേ ഇങ്ങനെ ചെറ്റകൾ തെണ്ടി നടന്ന് സാധനങ്ങൾ കൈക്കലാക്കുന്നേ. സേവറീസ് വേറെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇവന്മാരെ ഏറ്റെടുത്ത് പറയുക, ഇവന്മാർക്ക് ഇയാളും അയാളുമായിട്ടെന്താ ബന്ധം? അപ്പൊ അങ്ങനെ ബെഞ്ചി ബ്രോ, ആ ഈ ഞാനും കണ്ടു വായിച്ചത്, ഇദ്ദേഹം സൂര്യനെ പിടിച്ചു നിർത്തുന്നു നമ്മുടെ
ബുർദാന ആ, സൂര്യനെ ഇപ്പൊ പറഞ്ഞത് പിടിച്ചു ബെഞ്ചി നിർത്തുന്നത് ബ്രദർ. അത്രയ്ക്ക് ഇവിടെ ഇപ്പൊ ശക്തിയുള്ള അല്ല ഇതിപ്പോ എന്റെ സീച്ച ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ. ഇതിപ്പോ ബുറാക്കി കയറി സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന അവസ്ഥയായല്ലോ. അതേ റേഞ്ചിലുള്ള ഒരുത്തനാന്ന് തോന്നുന്നു ഇയാള്, ഈ ബുർദാന. സൂര്യനെ പിടിച്ചു വെക്കും, മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്യിക്കും. മറ്റേ ഇത് ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ, ദും 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 ദും, ഇത് അതുപോലൊരു സംഭവം, അതുപോലൊരു വൈശാലി വൈശാലി കക്ഷിയാന്ന് തോന്നിയ ആള്. അല്ല വൈശാലി വൈശാലി അതെ അതെ, വൈശാലി. അപ്പൊ ഈ പുള്ളിക്കാരി ഇതിപ്പോ അങ്ങനെയുള്ള ഒരാള് ചന്ദ്രനെ പിളർന്നു, ഒരാള് സൂര്യനെ പിടിച്ചു നിർത്തി. സൂര്യനെ പിടിച്ചു നിർത്തി, പിന്നെ മഴ പെയ്യിക്കും. പാട്ടൊക്കെ പാടിയ പുള്ളി എന്നാ പെട്ടെന്ന് മഴ പെയ്യിക്കും. ചുമ്മാതല്ല ആറാട്ടണൻ ആകൃഷ്ടനായത്, പുള്ളിയെക്കാളും അല്ല വലിയൊരു അല്ല തള്ളുകാരനാണ് ജേക്കബ്. അല്ല അത് ശ്രീജയ കാരണം ശ്രീജയ അതല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ലല്ലോ നമ്മുടെ ഈ ഇതില്ലേ എന്താ പറയാ, ശ്ശെ, കൃപാസനത്തിൽ കാണുന്നത് അതൊന്നും അല്ലല്ലോ. ഇത് വെച്ച് നോക്കുമ്പോ സൂര്യനെ പിടിച്ച് അല്ല, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം വേറെ ഏതോ ഒരു മൊണാസ്ട്രിയിൽ ഇരുന്നപ്പം ഈ ഈ ഈ- ഈ എന്നാ ഈ എംപയറിൽ മഴ പെയ്യത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരി പോയി ഇദ്ദേഹത്തെ മറ്റേ ഡാൻസ് ഒക്കെ കളിച്ച് വിളിച്ചോണ്ട് വന്നിട്ടാന്ന് തോന്നുന്നു ഇവിടെ കോൺസ്റ്റന്റിനെപ്പോൾ താമസിപ്പിച്ചത്. ഉഫ്, അപ്പൊ അപാര സാധനം തന്നെ. ഡോറാമജിയെ. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഈ തള്ള് ഇവിടെ ഒരുപാട് ഈ മിറക്കിൾസിന്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തള്ള് കാണുന്നുണ്ട്. ആ തള്ളിന് കാരണം ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള ലീനേജ് ഇല്ല. ആ ലീനേജിന് പകരം ഈ ജെർക്കോ ബുർദാന ഉണ്ടാക്കിയ ഒരു സഭയാണല്ലോ, ഇദ്ദേഹത്തിനാണ് കൈവപ്പിനെ പറ്റി ഒന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ കൈവപ്പിലൂടെ ഉണ്ടായ സഭയാകുമ്പോൾ അത് ഒരു വേണ്ടാതിനം കാണിച്ചൊരു പരിപാടിയാണ്. അദ്ദേഹത്തെ ബിഷപ്പ് ഓഫ് വെഡസായിട്ട് അദ്ദേഹം നിയമിക്കുന്നത്. അദ്ദേഹം അവിടെ പോയിട്ട് ഓടി നടന്ന് ഈ ഒറ്റ വർഷം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു സഭയാണ്. അപ്പോൾ അതിനൊരു ന്യായീകരണം വേണമല്ലോ. അതൊരു ന്യായീകരണം എങ്ങനെ ഇത് ഒപ്പിക്കുന്നത്? എങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും 80,000-ഓളം അച്ഛന്മാരെയും ബിഷപ്പ്മാരും ഒക്കെ വാഴിച്ച ഈ വ്യക്തിയെ എങ്ങനെയായാലും ന്യായീകരിക്കണം. അതിനുവേണ്ടി എന്തിനാ മരിച്ചവരെ ഉയർപ്പിച്ചു, സൂര്യനെ പിടിച്ചു നിർത്തി, മഴ പെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടിരിക്കുകയാണ്. അപ്പോൾ റെഫറൻസ് ഒന്നുമില്ല. ഇതിനൊന്നും റെഫറൻസ് ആയിട്ടുണ്ടായത് ഓർത്തഡോക്സുകാർ പണ്ടുണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ ഇന്ന് ആ വെബ്സൈറ്റിൽ ആ ഭാഗമൊന്നും കാണുന്നില്ല. അതൊക്കെ എടുത്ത് അവർ തോട്ടിലെടുത്തെറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മറ്റ് റെഫറൻസ് ഒന്നും കാണിക്കാനില്ല. അത് അതുപോലെ തന്നെ അവിടെ കിടക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ യാക്കോബ് ബുർദ്വാനെ പറ്റി കേട്ടു ആര്, ഇത്ര വലിയൊരു മിറക്കിൾ വർക്കറായ യാക്കോബ് ബുർദ്വാനെ പറ്റി നമ്മുടെ തിയോഡോറ കേട്ടു. അപ്പൊ തിയോഡോറ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കോൺസ്റ്റന്റിനോപ്പിളിൽ കൊണ്ടുവന്നു, അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അപ്പം ഈ താമസിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ മറ്റേ ഈ അന്തപുരത്ത് ആരുണ്ട്, അന്തിമോസ് ഉണ്ട് കേട്ടോ, അന്തിമോസ് ഉണ്ട്. പിന്നെ ആ അല്ല സമയത്താണ് ഈ ഇപ്പൊ ബെഞ്ചി ബ്രദറെ സൂര്യനെ കൊണ്ടുവന്ന അന്തപുരത്തിൽ അസ്തമിപ്പിച്ചു അല്ലെ? അങ്ങനെ അന്തപുരത്തിലാണ് പരിപാടികളൊക്കെ. അപ്പം അപ്പം മാത്രമല്ല, ഇപ്പൊ ജസ്റ്റിൻ ബ്രദർ ആ കാര്യത്തെ പറ്റി പറഞ്ഞു. അതായത് ഇവരുടെ ഒരു ജീവിതത്തിൽ, തിയോഡോറുടെ ജീവിതത്തിൽ ഇപ്പം ഒരു കൺവേർഷന് ശേഷം ഒരു ദൈവിക ഭാവം ഒന്നും അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അവര് അന്ന് സഭയിലുണ്ടായ അന്തചിത്രം മുതലെടുത്ത് സഭയെ രണ്ടാക്കി മറ്റൊരു ഫാക്ഷനെ ഉണ്ടാക്കിയെടുക്കാൻ അവരവിടെ ശ്രമിച്ചു മുഴുവൻ. അതേസമയം അവർ രണ്ടുപേരുടെ വിഷയം മാറ്റി അവർക്ക് വേണമെങ്കിൽ യോജിപ്പിക്കായിരുന്നു ഈ സഭയെ. അതായിരുന്നു ഏറ്റവും ചെയ്യേണ്ടിരുന്ന കാര്യം. ഈ വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ അവർ അത്രമാത്രം അധികാരത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അത് ചെയ്യുന്നതിന് പകരം അന്തചിത്രം ഉണ്ടാക്കി സൈഡിൽ കൂടെ മറ്റൊരു സഭയെ ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുക, തെറ്റായ കൈവപ്പ്, ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞില്ല, അന്തപുരത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് താമസിപ്പിക്കുക, 12 വർഷത്തോളം താമസിപ്പിക്കുക. പിന്നെ മാത്രമല്ല അത് അങ്ങനെ. അപ്പൊ ഇവരുടെ പിൽക്കാലത്തുള്ള ലൈഫിനെ പറ്റി പറയുന്നത്, ഷീ വാസ് നോട്ട് ഈവൻ ഫെയ്ത്ത്ഫുൾ ടു ജസ്റ്റീനിയൻ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലൊക്കെ ഭയങ്കര ആകർഷണമായിരുന്നു. കാരണം മുമ്പേ പറഞ്ഞ റിവോൾട്ടൊക്കെ അടിച്ചമർത്താനൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ പൊളിറ്റിക്കലി അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിരുന്നു, ഫിസിക്കലി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ അതേസമയം അവരുടെ ചരിത്രം നേരത്തെ പറയുമ്പോൾ മനസ്സിലായി, നിംഫോമാനിയൊക്കെ ആയിരുന്നു. ഞാൻ ആ ചരിത്രമൊക്കെ പറയേണ്ടി വന്നല്ലോ. അപ്പൊ ആ ചരിത്രത്തിൽ നിന്ന് അവർക്ക് മുക്തി ഉള്ളതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇന്ന് ഇത്ര ആൾക്കാരെയൊക്കെ അന്തപുരത്തിൽ കൊണ്ട് താമസിച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ചരിത്രം പിന്നെ നമുക്ക് ബെഞ്ചി ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ബ്രദറെ, അതൊരു ദൈവിക പ്രവർത്തനമായിരുന്നു. ബുർദാനയുടെ ഇറക്ഷൻ പ്രോബ്ലം ഒക്കെ പരിഹരിച്ചു കൊടുക്കുകയായിരുന്നു പുള്ളിക്കാരത്തി. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിലും തെറ്റ് കാണരുത് കേട്ടോ. അതുകൊണ്ട് ഒരു ദൈവദാസന്റെ പ്രവർത്തനങ്ങളെല്ലാം പുള്ളി ആ ഇറക്ഷൻ പ്രോബ്ലങ്ങളെല്ലാം പുള്ളിക്കാരത്തി ആ സമയത്താണ് അത് തീർത്തു കൊടുത്തത്. എന്താ നിങ്ങൾ കുറ്റം കാണുന്ന എല്ലാ കാര്യം? ഷീറ്റാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ പെന്തിക്കോസ് പാസ്റ്റർമാരെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. പറഞ്ഞോ വല്യമാ. അപ്പൊ അങ്ങനെ യാക്കോബ് ബുർദ്വാനെ ഇവര് കൊണ്ടുവന്നിട്ട് അവിടെ താമസിപ്പിച്ചെന്നാ പറയുന്നത്. അത് ചില റെക്കോർഡ്സിൽ അദ്ദേഹം ഒരു മൊണാസ്ട്രി പോയി താമസിച്ച പറയുന്നുണ്ട്. അതല്ല, ഇവരുടെ കൂടെ തന്നെ താമസിച്ച ചരിത്രമുണ്ട്. അപ്പൊ എനിവേ കുറച്ചുനാൾ അവരുടെ കൂടെ താമസിച്ച് പിന്നീട് പോയി മൊണാസ്ട്രി താമസിച്ചെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പം ഇതിനെപ്പറ്റി റെക്കോർഡ്സ് പല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ അവിടെ 15 വർഷം അദ്ദേഹം അവിടെ കോൺസ്റ്റന്റിനോപ്പിളിൽ താമസിച്ചാല് ഈ യാക്കോബ് ബുർദ്വാന അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു. അങ്ങനെ അവിടെ താമസിച്ച സമയത്ത് ഈ ഇവരുടെ പ്രത്യേകിച്ച് ഈ ഹരിയത്ത് എന്ന് പറഞ്ഞ രാജാവ്, അതുപോലെ തന്നെ തിയോഡോർ, അപ്പൊ ഇവരുടെ ബുദ്ധിയിലാണ് ഈ കാര്യം വരുന്നത്, ഇദ്ദേഹത്തെ വാഴിക്കാം എന്നൊരു ഐഡിയ വരുന്നത്. അങ്ങനെ
പെർസിക്യൂഷന്റെ ഒരു ഔട്ട് ബ്രേക്കിലാണ്, അല്ലെങ്കിൽ അന്നത്തെ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് എഫ്രൈം എന്ന് പറഞ്ഞ പാത്രിയർക്കീസിന്റെ കാലഘട്ടത്തിലാണ് ഇവർക്ക് വേണ്ടി ഒരു പുതിയ ഒരു ബിഷപ്പിനെ വാഴിക്കണം എന്നുള്ള താല്പര്യത്തിൽ ഇവർ വാഴിക്കുന്നത്. അങ്ങനെ പോപ്പ് തിയോഡോഷ്യസ് എന്ന് പറഞ്ഞ പോപ്പ് തിയോഡോഷ്യസ് ഒന്നാമൻ ഓഫ് അലക്സാണ്ടർ ഓഫ് കോപ്റ്റിക് സഭയുടെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സഭകളാണുള്ളത് അലക്സാണ്ട്രിയയിൽ. ഓൾറെഡി ഉള്ള അലക്സാണ്ട്രിയൻ സഭയുണ്ട്, പിന്നെ ഈ പറയുന്ന കോപ്റ്റിക് സഭയുണ്ട്. അപ്പൊ ഈ കോപ്റ്റിക് സഭയുടെ ഇദ്ദേഹത്തെ ഇംപ്രിസൻഡ് ആയി, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ജസ്റ്റീനിയൻ തടവിലാക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ഇവര് എംപ്രസ് ആണല്ലോ, അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, അവരൊരു ഫോർട്രസിൽ ഈ ഇദ്ദേഹത്തെ വീട്ടുതടങ്കൽ എന്നുള്ള നിലയിലാണ് ഈ പോപ്പ് തിയോഡോഷ്യസിനെയും അതുപോലെ തന്നെ ഇവരുടെ അന്തഃപുരത്തിൽ ഇവരുടെ കൂടെ ഉള്ള അന്തിമോസിനെയും പിന്നെ അങ്ങനെ വേറെ കുറച്ച് ബിഷപ്പ്മാരുണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാവരുടെ കൂടിയിട്ട് യാക്കോബ് ബുർദ്വാനെ ആ ഫോർട്രസിൽ കൊണ്ടുവന്നിട്ട് യാക്കോബ് ബുർദ്വാനെ ഇവർ വാഴിച്ചു എന്നാണ് ഇവരുടെ ചരിത്രം പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബാറബ്രായ, ഇവരുടെ ഏറ്റവും വലിയ ചരിത്രകാരനായ ബാറബ്രായ ഇതിനെപ്പറ്റി പറയുന്ന അവർ പറയുന്ന ലിസ്റ്റിൽ പറയുന്ന പേര് ഇതാണ്. ഒന്ന് തിയോഡോഷ്യസ്, പോപ്പ് തിയോഡോഷ്യസ് എന്ന് പറഞ്ഞാൽ കോപ്റ്റിക് പോപ്പ് തിയോഡോഷ്യസും, പിന്നെ അതുപോലെ തന്നെ അന്തിമോസ്, അതായത് കോൺസ്റ്റന്റിനോപ്പിളിലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ സെവറിയോസ് ചെന്നിട്ട് തലതിരിച്ച അവിടുത്തെ നേരത്തെ പാത്രിയർക്കീസ് അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തു. അദ്ദേഹത്തെ പോപ്പ് അഗപ്പറ്റസും അവരെല്ലാം ഡിപ്പോസ് ചെയ്തു. അതിനുശേഷം മെനസ് വന്നു. മെനസ് എന്ന് പറഞ്ഞാൽ അടുത്ത പാത്രിയർക്കീസ് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ അന്തിമോസ് അന്ന് മുതൽ 12 വർഷത്തോളം ഈ തിയോഡോറുടെ അന്തഃപുരത്ത് താമസിച്ച ഈ അന്തിമോസ്, അപ്പൊ ഈ പോപ്പ് തിയോഡോഷ്യസ്, അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റാന്റിയൻ എന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റാന്റിയസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ബാർബ്രയുടെ ചരിത്രത്തിൽ കോൺസ്റ്റാന്റിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില ചരിത്രങ്ങളൊക്കെ പറയുന്നത് കോൺസ്റ്റാന്റിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓഫ് ലവോഡീഷ്യ. ലവോഡീഷ്യ എന്നുള്ളത് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണ് പറയാൻ കാരണം, ഞാനിവിടെ നേരത്തെ ഈ അത് നമ്മുടെ ഏതില് ഇത് ബെഞ്ചി ബ്രദറെ, ഏത് പാത്രിയർക്കല്ല ഏത് ബിഷപ്പാന്ന് പറഞ്ഞാൽ എവിടുത്തെ ബിഷപ്പാന്ന് പറഞ്ഞത്? കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ. ഓക്കെ, അപ്പൊ ലൗഡേഷ്യ എന്ന് പറയുമ്പോൾ സ്ഥലം എവിടെ? സൈപ്രസിന്റെ അടുത്ത് വരുന്നതല്ലേ? സൈപ്രസിന്റെ അങ്ങേ ഭാഗമാണ്, അതായത് ആക്ച്വലി ടർക്കിയുടെ വെസ്റ്റേൺ സൈഡിലായത് ഇത് ലവോഡീഷ്യ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ഇത് ഇവരുടെ അക്കൗണ്ട് കേട്ടാ, അവരുടെ അക്കൗണ്ട് പ്രകാരം, ഞങ്ങളുടെ അക്കൗണ്ട് അല്ല, ഞങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവരുടെ യാക്കോബക്കാരുടെ അക്കൗണ്ട് പ്രകാരം ഒന്ന് ലൗഡേഷ്യ, ഒന്ന് തിയോഡോഷ്യസ്, ഒന്ന് ലവോഡീഷ്യ. അപ്പൊ ഇവർ ഒന്ന് പറയുന്നത് ലൗഡേഷ്യ, കോൺസ്റ്റാന്റിയസ് ഓഫ് ലൗഡേഷ്യ, ഒന്ന് അന്തിമോസ്. ഇവര് പറയുന്നതാണ്. അന്തിമോസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങോട്ട് പോയോ എന്നുള്ളത് എന്റെ സംശയം. ഓക്കെ, വാട്ടവർ, അന്തിമോസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെ രണ്ടെണ്ണം ഈജിപ്ഷ്യൻ ബിഷപ്സ് എന്ന് എഴുതിയിട്ടുള്ളത് അല്ലെ? ജോൺ ഓഫ്, ഇപ്പൊ ബാർബ്ര പറയുന്നത് ജോൺ ഓഫ് ഈജിപ്റ്റ്, അപ്പൊ ഈജിപ്ഷ്യൻ ആണല്ലോ ഉറപ്പാ. പിന്നെ ഓക്കെ, ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ഒരു പീറ്റർ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണെന്ന് വേറെ ബോട്ട്സിനെ പറ്റി ഒരു മെൻഷനും ഇല്ല. സോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോൺ ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പീറ്ററിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഹീസ് ഓൾസോ എ കോപ്റ്റിക് അവരുടെ സോഴ്സസിൽ ഞാൻ അവരുടെ ആ സോഴ്സസിൽ കണ്ടത് 2 ഈജിപ്ഷ്യൻ ബിഷപ്സ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൈമേറ്റ് ആയിരിക്കും നമ്മുടെ തിയോഡോഷ്യസ്, കാരണം അലക്സാണ്ട്രിയൻ കോപ്റ്റിക് പാത്രിയാർക്ക് ആയിരുന്നു. അപ്പൊ പിന്നെ ഉള്ളത് ലൗഡേഷ്യ എന്ന് പറയുമ്പോൾ ഈ ഭാഗമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്, അന്ത്യോക്കായിട്ട്. അതേപറ്റി ഞാൻ പറയാൻ വന്നു. അതായത് ഈ ഞാൻ തുടക്കത്തിലെ പ്രസന്റേഷനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഈ ലൗഡേഷ്യയെ പറ്റി ഒത്തിരി അന്ന് അവിടെ നമുക്ക് ലൗഡേഷ്യയെ പറ്റി പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജോർജ് ഓഫ് ലൗഡേഷ്യ ഉണ്ട്, യൂസേബിയസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രെക്രോപ്പിയസ് എന്ന് പറഞ്ഞ ഒരാൾ, ലെക്രോപ്പിയസ് എന്ന ഒരാളുണ്ട്, പിന്നെ അപ്പൊല്ലോനാരിയസ് എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം അപ്പൊല്ലോനാരിസം എന്ന് പറഞ്ഞ ഒരു ഹെറസി തന്നെ ഉണ്ട്, അദ്ദേഹം ലൗഡേഷ്യക്കാരനായിരുന്നു. അപ്പൊ ഇവരുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ വി ഫൈൻഡ് ദം റിലേറ്റഡ് ടു അലക്സാണ്ട്രിയയുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. യൂസേബിയസ് അലക്സാണ്ട്രിയയിൽ ബന്ധപ്പെട്ടവനായിരുന്നു. അപ്പം ഇവിടെ ലവോഡീഷ്യ എന്ന് പറഞ്ഞ സഭയെ പറ്റി നോക്കുന്ന ജിയോഗ്രഫിക്കലി നോക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഈ പറയുന്ന അന്ത്യോക്യയുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ഈ ജിയോഗ്രഫിക്കലി തൊട്ട് താഴെ കിടക്കുന്നത് ഇതാണ്, ഈജിപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് നേരെ മെഡിറ്ററേനിയൻ സീയുടെ നേരെ ഓപ്പോസിറ്റ് സൈപ്രസും അതിന് അങ്ങേപ്പുറത്താണ് ഇത് കിടക്കുന്നത്. ജിയോഗ്രഫിക്കലി ഇത് അലക്സാണ്ട്രിയയുടെ ഭാഗമായിട്ടും പറയാം, ഓൾസോ ആസ് പാർട്ട് ഓഫ് അന്ത്യോക്ക്. അന്ത്യോക്കിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ലവോഡീഷ്യയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ബിഷപ്പ്മാരെ നോക്കുന്നുണ്ടെങ്കിൽ ദേ വർ ഓൾ റിലേറ്റഡ് ടു ഈ അലക്സാണ്ട്രിയൻ സഭയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേര് കോൺസ്റ്റാന്റിയസ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഒരു സിറിയൻ പേര് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നേ ഇല്ല. മനസ്സിലായി, ഒരു ഗ്രീക്ക് പേരാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഒരു സിറിയൻ ബിഷപ്പ് ആണെന്ന് പറയാനായിട്ട് ഒരു വകുപ്പുമില്ല ഈ കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ എന്ന് പറയുമ്പോൾ. അപ്പം ജൂറിസ്ഡിക്ഷൻ പരമായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇത് ഈ ലവോഡീഷ്യ തൊട്ടുള്ള ഈ ഭാഗങ്ങളെല്ലാം, അതായത് ഈ ഈസ്റ്റേൺ സൈഡ് ഓഫ് റോമൻ എംപയറിന്റെ മഹാഭൂരിപക്ഷം ഭാഗവും ഈ അന്ത്യോക്യയുടെ ഭാഗമായിരുന്ന ഭാഗങ്ങൾ മുഴുവൻ കോൺസ്റ്റന്റിനോപ്പിൾ പാട്രിയാർക്കേറ്റിലേക്ക് പോവുക ചെയ്തത്.
അത് സെക്കൻഡ് കൗൺസിൽ തൊട്ട് ഈ കോൺസ്റ്റന്റിനോപ്പിളിനെ ന്യൂ റോമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ടു റോം പൊസിഷനിലേക്ക് കോൺസ്റ്റന്റിനോപ്പിളിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ മഹാഭൂരിപക്ഷം ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ വെസ്റ്റ് ടർക്കി ഭാഗങ്ങളൊക്കെ അവിടേക്കാണ് പോകുന്നത്. അപ്പം ഈ ടുവേർഡ്സ് സൗത്ത് ഓഫ് ടർക്കി ഭാഗങ്ങളാണ് ഈ അന്ത്യോക്യയുടെ ഭാഗമായിട്ട് പിന്നീട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ചരിത്രം, ലവോഡീഷ്യയുടെ ചരിത്രത്തിൽ അലക്സാണ്ട്രിയുമായിട്ടൊരു ബന്ധം ഇവരുടെ എല്ലാ ബിഷപ്പ്മാർക്കും കാണുന്നുണ്ട്. നമുക്കിപ്പോൾ അലക്സാണ്ട്രിയയിലെ ബിഷപ്പ്മാരെ, ലവോഡീഷ്യയിലെ ബിഷപ്പ്മാരെല്ലാം എടുത്താൽ തന്നെ അലക്സാണ്ട്രിയൻ ബന്ധം അവർക്ക് കാണുന്നുണ്ട്. അതേസമയം ജൂറിസ്ഡിക്ഷൻ പരമായിട്ട് കോൺസ്റ്റന്റിനോപ്പിളുമായിട്ടുള്ള ബന്ധം അവർക്ക് കാണുന്നുണ്ട്. ഇവർ ക്ലെയിം ചെയ്യുന്നത് ഇത് ഇവരുടെ ആളാണെന്നുള്ള ക്ലെയിം ഇവർ പറയുന്നുമുണ്ട്. പക്ഷെ അത് തെളിയിക്കാനായിട്ട് മാത്രം ഇവർക്ക് യാതൊരു എവിഡൻസും ഇല്ലതാനും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ എന്നൊരു വ്യക്തി മാത്രമാണ് ഇവരുടെ ഒരു ബിഷപ്പായിട്ട് പറയുന്നത്. പക്ഷെ അത് ലവോഡീഷ്യയിലാണ്, നോട്ട് ഓഫ് അന്ത്യോക്യ എന്നുള്ള ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു അതായത് ഈ സിറിയനാണ്. ലവോഡേഷ്യ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലി നമ്മുടെ ഈ റെവലേഷനിൽ പറയുന്ന വൺ ഓഫ് ദി ചർച്ചസ് അല്ലേ ഈ ആ പറയുന്ന അത് തന്നെ ഓക്കെ. അതും ആന്റിയോക്കും തമ്മിൽ മിനിമം ഒരു 1000 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും മിനിമം. അപ്പം അത്രയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺസ്റ്റന്റിനോപ്പോളിന്റെ, ഇപ്പൊ ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാനായിട്ട്. അപ്പൊ അത് നോക്കിയ അനുസരിച്ച് കോൺസ്റ്റന്റിനോപ്പോളിന്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് അത് കാണുന്നത്. അതുപോലെ തന്നെ മാത്രമല്ല ഈ ലവോഡീഷ്യയും അതുപോലെ തന്നെ സൈപ്രസിനും ഒക്കെ ഇവർക്കൊരു ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നുണ്ട്. പിന്നീട് സൈപ്രസിനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഒരു ഓട്ടോസെഫാലി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അത് ദേവർ ഗിവൺ ബൈ ദ കോൺസ്റ്റന്റിനോപ്പോൾ പാട്രിക്കേറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഇവരുടെ ഭാഗമാണിത്, മനസ്സിലായോ? അപ്പൊ കോൺസ്റ്റന്റിനോപ്പോളിന്റെ ഭാഗമായിട്ടുള്ള ഒരു എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അന്തിമോസിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ബിഷപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ബിഷപ്പ് ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ ഈ അലക്സാണ്ട്രിയൻ ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ കോപ്റ്റിക്കാർക്ക് ഇപ്പൊ കോപ്റ്റിക്കാർ അന്ന് അതിന്റെ ഒരു 100 വർഷം മുമ്പ് തന്നെ ഈ വിഘടനവാദം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ അലക്സാണ്ട്രിയയുമായിട്ട് അല്ലെങ്കിൽ ഈജിപ്തുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു പ്രദേശങ്ങളാണ് ഈ സൈപ്രസും ഈ പറഞ്ഞ മെഡിറ്ററേനിയന്റെ അങ്ങേ സൈഡ് ഇത് രണ്ടും. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തിൽ ത്രൂഔട്ട് നോക്കുന്നുണ്ടെങ്കിൽ യൂസേബിയസ് മുതൽ ഇവരുമായിട്ടുള്ള അലക്സാണ്ട്രിയൻ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ കാണുന്ന ഒന്നെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിൾ അല്ലെങ്കിൽ അലക്സാണ്ട്രിയ, ഈ രണ്ട് ബന്ധം അവർക്കുള്ളത്. അന്ത്യോക്യമായിട്ടുള്ള ബന്ധം അവിടെ കാണുന്നേ ഇല്ല. അതാ ഞാൻ പറഞ്ഞു, അന്ത്യോക്യമായിട്ട് ബന്ധം എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് മാത്രമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ആകെപ്പാടെ ഉള്ളത് അവിടെ ഒരു സിനഡ് നടന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊരു പ്രാദേശിക സിനഡാണ്. അത് ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റിനോപ്പിളും അലക്സാണ്ട്രിയയും അന്ത്യോക്കും ഒക്കെ ഭാഗമായിരിക്കുന്ന ഒരു സിനഡ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ഇവരുടെ മാത്രമാണെന്ന് പറയാൻ ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു സാരം ഇത്രയാണ്, അതായത് ഈ പറയുന്ന ഒരേ ഒരു ബിഷപ്പ് മാത്രമേ ഉള്ളൂ ഇവർക്ക് പേര് പറയാനുള്ളൂ. പേര് പറയാൻ ഞാനത് ഇത് പ്രത്യേകം എടുക്കാനുള്ള കാര്യം, ഷിബു പീഡിക്കലിന്റെ ഒരു ലൈവിനകത്ത് ഷിബു പീഡിക്കൽ പറഞ്ഞു ഈ കോൺസ്റ്റാന്റിയസ് ഞങ്ങളുടെ ബിഷപ്പാണെന്ന് പറഞ്ഞു. ഇവരുടെ ഒരു റൈറ്റിംഗ്സിലും ഈ ഇന്ന പർട്ടിക്കുലർലി ഈ ഒരു വ്യക്തി ഞങ്ങളുടെ ആണെന്ന് ക്ലെയിം ചെയ്ത് എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ വെക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടുമില്ല. ഇത് ഞങ്ങളുടെ ബിഷപ്പാണ്, അന്ത്യോക്യയിലെ ബിഷപ്പാണെന്ന് പറയാനായിട്ട് ഇവരാരും ധൈര്യപ്പെട്ടിട്ടില്ല, ഇവരാരും എഴുതിയിട്ടില്ല. ഇവർ ലിസ്റ്റ് പറയുന്നുണ്ട്, അത് ലിസ്റ്റിൽ പേര് പറഞ്ഞു പോകുന്നതല്ല പറയും. പക്ഷേ ആരാണ് ഏതെങ്കിലും ഒരു ബിഷപ്പുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഷിബു പീഡിക്കൽ ലൈവിനകത്ത് പറഞ്ഞത് ഇത് കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ എന്ന് ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ലവോഡീഷ്യ ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഭാഗമായിട്ടുള്ളതായിട്ട് പിന്നീട് ജൂറിസ്ഡിക്ഷൻ കാണുന്നുണ്ട്. ഇവർക്ക് അലക്സാണ്ട്രിയുമായിട്ടൊരു ബന്ധം കാണുന്നുണ്ട്. മാത്രമല്ല ഈ സമാന്തര പ്രവർത്തനം, അതായത് സഭയിൽ നിന്ന് വിട്ടുപോയി സ്കിസത്തിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം ഇവരപ്പം അന്ന് മുതലേ ഇവർ അന്ത്യോക്യയിലുള്ള ആൾക്കാരെ പിടിക്കാൻ നോക്കി. അവിടെ ഈ ത്രൂ ഔട്ട് ഓടി നടന്ന ഇവർ ആൾക്കാരെ പിടിക്കാനുള്ള ശ്രമമാണ് കോപ്റ്റിക്കാർ പിന്നീട് നടത്തിയിട്ടുള്ളത്. സമാന്തരമായിട്ട് സഭകൾ സ്ഥാപിക്കാൻ അവർ നോക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആകാനാണ് സാധ്യത. ഒന്നെങ്കിൽ ഐദർ ബൈ അന്തിമോസുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്റ്റിക് പോപ്പുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം മറ്റൊരാളിനെ ഇവിടെ കാണുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നത് ഈ ബാരബ്രായ് തന്നെ പറയുന്നത് ആൻഡ് ഫ്യൂ അതർ ബിഷപ്സ് ഹു വെർ ഇംപ്രിസൺഡ് ആയിട്ടുള്ള ബിഷപ്സ് എങ്ങനെ ഇവിടെ ഫോട്ടോസ് വരുന്നത്? എങ്ങനെ മറ്റേ അയാളെ ഒരു ഹൗസ് അറസ്റ്റിൽ പോലും കൊണ്ടുവന്നാന്ന് വേണമെങ്കിൽ പറയാം കോപ്റ്റിക് പോപ്പിനെ. പക്ഷേ ഇംപ്രിസൺഡ് ആയിട്ടുള്ള ബിഷപ്സ് എങ്ങനെ ഇവിടെ വന്നേ? അവരുടെ വേറെ ബോട്ട്സ്, അവരുടെ പേര് പോലും ഇവർക്ക് ഇല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ അന്ത്യോക്യ സഭയുടെ ഞാൻ നേരത്തെ റൂമിനകത്ത് ഞാൻ പറഞ്ഞതാണ്, പല റൂംസിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ എഫസോസിലെ കൗൺസിൽ അന്ന് കൂടിയ സമയത്ത് പരിശുദ്ധ സിറിലിനെതിരെ സമാന്തര കൗൺസിൽ കൂടിയതാണ് അന്ത്യോക്യയുടെ യുഹാനോൻ, ജോൺ ഓഫ് അന്ത്യോക്യ സമാന്തര കൗൺസിൽ കൂടിയത്. അന്ന് സമാന്തര കൗൺസിൽ കൂടിയപ്പോൾ ജോണിന്റെ കൂടെ 60 ബിഷപ്പുമാരുണ്ടായിരുന്നു. അത് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫസോസ് കൗൺസിലിൽ അതിന്റെ സമാന്തരമായ കൗൺസിൽ കൂടിയ ജോൺ ഓഫ് അന്ത്യോക്ക് എന്ന് കൂടിയപ്പോൾ അന്ന് 60 ബിഷപ്പ്മാർ എഫസോസ് കൗൺസിൽ ഉണ്ടായിരുന്നു. അത് 3ാമത്തെ കൗൺസിലാന്ന് ഓർത്തണം. അതിനുശേഷം കൗൺസിൽ ഓഫ് കാൽസിഡോണിനും കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം AD 600 നടക്കുന്ന കാര്യമാണ്, മനസ്സിലായോ? അപ്പൊ ഇത്രയും 250 വർഷത്തിന് ശേഷം പോലും ഇവർക്ക് ഒരു ബിഷപ്പിനെ പോലും അന്ത്യോക്യയിൽ ഈ വാഴിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ചരിത്രം കാണിക്കുന്നത്. ഇവർ പറയുന്നത് 3 പേരുണ്ടായിരുന്നു, പക്ഷെ പേരില്ല. പിന്നെ ഈ കൂട്ടത്തിൽ പറഞ്ഞ ഒരാളുടെ പേരാന്ന് പറയുന്നത്, പക്ഷെ അത് ഒരു രീതിയിലും അയാളുടെ വേറെ റിപ്പോർട്ട്സും എങ്ങുമില്ല, അദ്ദേഹത്തിന്റെ പേരുമില്ല, ഡീറ്റെയിൽസും ഇല്ല. പിന്നെ ഈ ലവോഡീഷ്യ മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ അന്ന് ഈ പറഞ്ഞ കോൺസ്റ്റന്റിനോപ്പിളിനെ പറയാം ഇവരുടെ ഒരു ഹെററ്റിക് വിഭാഗമായിട്ട് നിന്ന കൂട്ടമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതല്ലാതെ അന്ത്യോക്യയുടെ അന്ന് കൃത്യമായിട്ട് തെളിയിക്കാനുള്ള ഒരു രേഖയുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഈ 60 ബിഷപ്പുമാര് എഫസോസിലെ കൗൺസിലിന് അന്ന് സമാന്തര കൗൺസിൽ കൂടാനൊന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ചരിത്രകാരൻ 80-ലധികം ബിഷപ്പ്മാർ അന്നുണ്ടായിരുന്നു.
കൗൺസിൽ കൂടാൻ വേണ്ടി, സമാന്തര കൗൺസിൽ കൂടാൻ 60 പേരെങ്കിലും ബിഷപ്പ്മാർ അന്ന് ജോൺ ഓഫ് അന്ത്യോക്കിന്റെ കൂടെ ഉള്ളപ്പോൾ അത്രയും ബിഷപ്പ്മാരുള്ള ഒരു സഭയിൽ നിന്ന് ഒരു വ്യക്തിയെ പോലും കിട്ടിയില്ല ഈ യാക്കോബ് ബർദുവാനെ വാഴിക്കാനായിട്ട്. ഇവർക്ക് ഒരു വ്യക്തിയെ പോലും. ഇവർ പറഞ്ഞ ഈ ശിവപിടികളൊക്കെ അടിച്ചു വിടുന്നത് ഈ ബാക്കിയുള്ള ബിഷപ്പ്മാരെല്ലാരെയും കൊന്നു എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനല്ല. ദ റിയൽ ഫാക്ട് ഈസ് അവിടെങ്ങും ഒരു ബിഷപ്പ്മാരെയും കൊന്ന ബിഷപ്പ്മാരെ ചരിത്രം പറ, പേര് പറ. ഏതൊക്കെ ബിഷപ്പ്മാരെ കൊന്നു ചരിത്രം പറ. നിനക്കൊക്കെ ഈ വാഴിച്ചവന്റെയും പേരില്ല കൊന്നവരുടെയും പേരില്ല, വെറുതെ കള്ളക്കഥകൾ അടിച്ചു വിടുകയാണ്. കൊന്ന ബിഷപ്പ്മാരുടെ പേരില്ല, വാഴിച്ച ബിഷപ്പ്മാരുടെ പേരില്ല, ഒരു വേറെ ബോട്ട്സ് ഇവരുടെ ആരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല. വെറുതെ എഴുതി വെച്ചിരിക്കുന്ന കുറെ പേരുകൾ മാത്രമുണ്ട്. അതിനകത്ത് പോലും ഒരു അന്ത്യോക്യ ബിഷപ്പിന്റെ പേര് പറയാനില്ല. അതാണ് അവസ്ഥ. അപ്പം അപ്പം ചുരുക്കം അതിന് കാരണം എന്താ? അതിന് കാരണം ഇങ്ങപ്പുറത്തെ സഭ മുന്നോട്ട് പോയെന്നേ. സെവറിയോസിനെ പുറത്താക്കിയതിന് ശേഷം അടുത്ത ബിഷപ്പ് വന്നു. അതിന്റെ ശേഷം അടുത്ത പാത്രിക്കീസ് വന്നു. അങ്ങനെ പാത്രിക്കീസുമാർ മുന്നോട്ട് വരും. ആ സഭ അവിടെ അന്ത്യോക്യയിൽ ഓൾറെഡി ഉണ്ട്. അവിടുന്ന് ഒരൊറ്റ ഒരു മെത്രാനെ പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞത് നമ്മൾ അതുകൊണ്ടാണ് ആദ്യം മുതലേ പറയുന്നത് കോപ്റ്റിക് സഭയുടെ ഒരു ഫ്രാഞ്ചൈസിയാണ്. അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോപ്റ്റിക് പോപ്പ് ആയിട്ടുള്ള തിയോഡോഷ്യസ് ആണ് അന്ന് അവിടെ വെച്ച് യാക്കോബ് ബർദുവാനയ്ക്ക് കൈവപ്പ് കൊടുത്തു. എന്നിട്ട് ബിഷപ്പ് ഓഫ് എഡേസ ആയിട്ടാണ് ഇദ്ദേഹത്തെ വാഴിക്കുന്നതും. അവർ പറഞ്ഞ ഒരു ബിഷപ്പ് ഓഫ് എഡേസ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു എക്യുമെനിക്കൽ അധികാരം കൊടുത്തെന്നാ പറയുന്നത്. അതെന്തൊരു ബിഷപ്പ് വാഴ്ചയാണെന്ന് അറിയത്തില്ല. ഒരു സ്ഥലത്തെ ബിഷപ്പായിട്ട് വാഴിക്കുന്നതിന് ആ ബിഷപ്പിന് മാത്രം എക്യുമെനിക്കൽ അധികാരം. അതെന്തൊരു വാഴ്ചയാണെന്ന് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഒരു എക്യുമെനിക്കൽ അധികാരം ഒരു ബിഷപ്പിന് കൊടുക്കണമെങ്കിൽ പല അവിടെയുള്ള പല ഡയോസിസിന്റെ ഒക്കെ ഒരു അധിപനോ എന്നുള്ള നിലയിൽ വന്നാൽ മാത്രം ഒരു എക്യുമെനിക്കൽ അല്ല ചേച്ചാ ബ്രദറെ, എങ്ങനെ ഒരു എക്യുമെനിക്കൽ അധികാരം എങ്ങനെ കൊടുക്കുന്നത്? ഒരു അതെ, കറക്റ്റ് എക്യുമെനിക്കൽ ആണ്. അധികാരമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ വാഴിച്ചെന്നാ പറയുന്നത്. അപ്പൊ വാഴിച്ചതാരാണ്? ഇരുട്ടിന്റെ മറവിൽ ഒരു ഫോർട്രസിൽ ഈ ഞങ്ങൾ പറഞ്ഞ ചരിത്രത്തിൽ പറഞ്ഞ ഈ തിയോഡോറ, ഈ വേശ്യ, അവര് കൊണ്ടുവന്നിട്ട് ഈ പോപ്പ് തിയോഡോഷ്യസും പിന്നെ ഈ അവര് 10-15 വർഷം അന്തപുരത്ത് താമസിപ്പിച്ച ഈ അന്തിമോസ് ഉണ്ടെന്ന് പറയുന്നു. ഇതൊന്നും ഒരു ചരിത്രവും ഇല്ല. ഇതൊന്നും സത്യമാണോ ഒന്നും അറിയത്തില്ല. ഇവർ പറയുന്ന ചരിത്രമാണ്. അവർ പറയുന്ന പോലും മുഖവിലേക്ക് എടുത്താൽ പോലും ഇവർ പറയുന്ന പോലെ ഇത്രയും ആൾക്കാരുണ്ട്. ജോൺ ഓഫ് ഈജിപ്റ്റ് ഉണ്ട്, പീറ്റർ ഓഫ് ഈജിപ്റ്റ് ഉണ്ട്, പിന്നെ അന്തിമോസും തിയോഡോഷ്യസും കോൺസ്റ്റാന്റിയസും, ഇത്രയും പേര് കൂടി ചേർന്നിട്ടാണ്. എന്നിട്ട് അവർ പറയുന്നത് വേറെ 2-3 ബിഷപ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ബിഷപ്സ് സിറിയൻസ് ആണെന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇവരുടെ ബിഷപ്സ് ആണെങ്കിൽ ഇവർക്ക് പേര് പോലും പറയാനില്ലയോ. എന്നാൽ പിന്നെ ഈ സിറിയൻ ബിഷപ്സ് ആയിരുന്നെങ്കിൽ എന്നാൽ പിന്നെ ഇവന്മാരെ അങ്ങ് വാഴിച്ചാൽ പോരായിരുന്നു. എന്തിനാ യാക്കോബ് ബർദുവാനെ വാഴിക്കുന്നത്? ഓൾറെഡി സിറിയൻ ബിഷപ്സ് ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് ഈ പറയുന്ന ഒരു സിറിയൻ ബിഷപ്പ്മാരും ഈ യാക്കോബ് ബർദുവാനെ പിന്നീട് ഉണ്ടാക്കിയ ആ സഭയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നതും ചരിത്രമാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഒരു ആൾക്കാരില്ല. അതൊരു ഹോക്സ് ഹിസ്റ്ററിയാണ്, ഇല്ലാത്ത ചരിത്രമാണ് അവർ പറയുന്നത്. അങ്ങനെ യാക്കോബ് ബർദുവാനെ വാഴിച്ചു. ആ യാക്കോബ് ബർദുവാനെ ഒറ്റ വർഷം കൊണ്ട് ഓടി നടന്നു. പല സോഴ്സസ് ഉണ്ട്, 80,000-ഓളം പ്രീസ്റ്റുമാരെയും ചുരുക്കം അച്ഛന്മാരെയും ബിഷപ്പ്മാരെയും വാഴിച്ചു എന്നുള്ളതാണ്. 80,000-ഓളം പ്രീസ്റ്റുമാരെ കൂടുതൽ വാഴിച്ചിരിക്കുന്നത്. ഒരുപാട് ബിഷപ്പ്മാരെ വാഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിരലിലെണ്ണാവുന്ന 10-12 ഒക്കെ പറയുന്നുള്ളൂ. ഇവർ തന്നെ പറയുന്നതിനകത്ത് കോപ്റ്റിക് മെത്രാന്മാരെയും വാഴിച്ചതായിട്ടും അവരുടെ ചരിത്രം പറയുന്നുണ്ട്, കോപ്റ്റിക് ചരിത്രം പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഈ ഒറ്റ ഒരു വ്യക്തി ഓടി നടന്നിട്ട് ഇത്രയൊക്കെ പണി ചെയ്തു. അവിടെ ഇദ്ദേഹത്തിന്റെ കൂടെ വാഴിക്കാൻ നിന്നത് കോപ്റ്റിക് മെത്രാന്മാരാണ് അവിടെ ഉണ്ടായിരുന്ന. ഇപ്പം അത് അവരുടെ പോപ്പിനെ ഓൾറെഡി ഇംപ്രസൻഡ് ആണ്. ആ ഇംപ്രഷനിൽ വെച്ചാണ് ഇദ്ദേഹം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു പള്ളിയിൽ നടന്ന അല്ലെങ്കിൽ ഒരു സഭയിൽ നടന്ന ഒരു വാഴ്ചയൊന്നുമല്ല. ഇരുട്ടിന്റെ മറവിൽ എവിടെയോ സൈഡിൽ നിന്നിട്ട് കിട്ടിയ അവസരത്തിൽ വാഴിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഇവർ ത്രോണോസിന്റെ മുമ്പിൽ പോലും ചെയ്തതല്ല ഇതൊന്നും, മനസ്സിലായോ? അപ്പോൾ സാധാരണഗതിയിൽ ഒരു അച്ഛനെ വാഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ വാഴിക്കുന്ന അവസ്ഥയിലുള്ള വാഴ്ചയല്ല അവിടെ നടന്നിരിക്കുന്നത്. അവിടെ ഇരുട്ടിന്റെ മറവിൽ ഒരു സമാന്തര സംഘടന ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു കുത്സിത പ്രവൃത്തിയാണ്. അത് തിയോഡോറുടെ ഒരു കുത്സിത പ്രവൃത്തിയായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് ഇദ്ദേഹത്തെ ഇംപ്രസൻഡ് ആയപ്പോൾ അന്നേരത്തെ ഒരു വികാര വിക്ഷോഭത്തിൽ അദ്ദേഹം കോപ്റ്റിക് പോപ്പും ചെയ്തതായിരിക്കാം, അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടതിന്റെ പേരിൽ. അപ്പം ഇതാണ് ഇവരുടെ ചരിത്രത്തിൽ പറഞ്ഞത്. അങ്ങനെ യാക്കോബ് ബർദുവാന വാഴിക്കപ്പെട്ടു, എഡേസയിലെ ബിഷപ്പായിട്ട് വാഴിക്കപ്പെട്ടു. അദ്ദേഹം ഓടി നടന്ന് ഈ പറഞ്ഞ 80,000 അച്ഛന്മാരെ വാഴിച്ചു, കൂട്ടത്തിൽ കുറെ ബിഷപ്പ്മാരെ വാഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്ന സെർജിയസ് ഓഫ് ടെല്ല, ഈ വ്യക്തിയെ ആദ്യമായിട്ട് ഈ ഇവരുടെ യാക്കോബയ സഭയുടെ പാത്രിക്കീസായിട്ട്, അന്ത്യോക്യ സഭയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്ത്യോക്യ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അന്ത്യോക്യ സഭ ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ പാത്രിക്കീസുമാർ മുന്നോട്ടുണ്ട്, അവരുടെ സഭ മുന്നോട്ട് പോകുന്നു, അവരുടെ ബിഷപ്പ്മാരൊക്കെ വേറെ ഉണ്ട്. ആ ബിഷപ്പ്മാരൊന്നും ഈ യാക്കോബ് ബർദുവാന സ്ഥാപിച്ച സഭയുടെ ഭാഗമായിട്ടില്ല. ഒരു ബിഷപ്പിന് പോലും ഭാഗമാകാതെ ഇദ്ദേഹം വാഴിച്ച ബിഷപ്പ്മാർ മാത്രമാണ് ഇവരുടെ സഭയുടെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പൊ അതൊരു സമാന്തരമായ പുതിയൊരു സംഘടനയാണ്. കൈവപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കോപ്റ്റിക് പോപ്പിന്റെ കൈവപ്പുണ്ട് എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇരുട്ടിന്റെ മറവിൽ വാഴിച്ചതായാലും അവരുടെ ആ മനസ്സും അതിൽ കൈവപ്പെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കോപ്റ്റിക് കൈവപ്പുണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതിനപ്പുറം അന്ത്യോക്യ സഭയുടെ പാത്രിക്കീസ് ആണെന്നോ അല്ലെങ്കിൽ അന്ത്യോക്യ സഭയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധവുമില്ല. അന്ത്യോക്യ സഭയുമായിട്ട് ബന്ധം പറയാനായിട്ടൊന്നുമില്ല. മുമ്പേ ഞാൻ പറഞ്ഞു, സെവറിയോസ് വാഴിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ബന്ധം പറയായിരുന്നു, ആ ലീനേജ് നമുക്ക് ഇവർക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ സെവറിയോസ് വാഴിച്ചില്ല. സെവറിയോസ് ഇവർക്ക് ആകപ്പാടെ ചെയ്തു കൊടുത്തത് കുറെ
ലിറ്റർജി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അത് ബെസ്സറിയാക്കി, അതായത് കോപ്റ്റിക് ഭാഷയിൽ നിന്നും അതുപോലെ തന്നെ അലക്സാണ്ട്രിയൻ ഗ്രീക്ക് അലക്സാണ്ട്രിയയിലുള്ളതും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അന്ത്യോക്യ സഭയുടെ ലിറ്റർജിയും ഒക്കെ എല്ലാം കൂടി കൂട്ടി കുഴച്ച ഒരു ലിറ്റർജി ഉണ്ടാക്കിയവർക്ക് കൂടുതൽ അതിന്റെ തുടക്കം കുറിക്കുന്ന അദ്ദേഹം. പിന്നീട് പലരും എഴുതിയിട്ടുണ്ട്. മറ്റേ ഫെലിക്സിനോസ് ഓഫ് മാബുകായാലും അതുപോലെ തന്നെ മറ്റേ സെറൂക്കിലെ യാക്കോബായാലും അങ്ങനെയുള്ള ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അവിടെ ഈ സെവറിയോസ് മാത്രം എഴുതുന്നല്ല പറഞ്ഞ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാനിത്തോ ഓഫ് സെവറിയോസ് തന്നെ ഈ അത്തനേഷ്യസ് പിതാവിന്റെ റൈറ്റിംഗ്സ് നിന്ന് കോപ്പി ചെയ്തതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ തിയോളജിയുടെ അല്ലെങ്കിൽ ലിറ്റർജിയുടെ ഒക്കെ തുടക്കം തന്നെ. ഇവരുടെ സഭയുടെ കൈവപ്പ് കോപ്റ്റിക് കൈവപ്പാണ്. അതൊരു സമാന്തരമായിട്ട് ഇരുട്ടിന്റെ മറവിൽ തിയോഡോറയ്ക്കുണ്ടായ തിയോഡോറ ചെയ്ത് ഒപ്പിച്ചു വെച്ച ഒരു ഉത്സവ പ്രവൃത്തി എന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഓടി നടന്ന് ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് ഇങ്ങനൊരു ഇദ്ദേഹം റിവൈവ് ചെയ്യുന്നു, ഓടി നടക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് കൽപ്പനയൊക്കെ ഇട്ടതാണ്. പക്ഷേ അദ്ദേഹം ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു ചാക്ക് പോലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പിന്റെ നിലയിലല്ല അദ്ദേഹം നടന്നത്, കണ്ടാൽ ആൾമാറാട്ടം നടത്തി അദ്ദേഹം നടന്നത്. അപ്പൊ അങ്ങനെ ആൾമാറാട്ടം നടത്തിയോണ്ട് ഈ ജാക്കബ് ബെറാദിയൂസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ബെർദുവാന എന്നുള്ള വാക്ക് ഈ സാക്സിൽ നടന്നുകൊണ്ടാണ് ആ അർത്ഥത്തിലുള്ള വരുന്നത്. അങ്ങനെയാണ് യാക്കോബ് ബെർദുവാന എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന്, ബെർദുവാൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇതാണ് യാക്കോബ് ബെർദു. അപ്പൊ യാക്കോബ് ബെർദുവാനെ പറ്റി ഇവർ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മിറക്കിൾസ് ഒക്കെ അദ്ദേഹത്തിന് വെരി ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ വലിയ മിറക്കിൾസ്, ഭയങ്കര തള്ളാണ്. സൂര്യനെ നിർത്തി മഴ പെയ്ച്ചു എന്നൊക്കെയുള്ള തള്ളാ പറയുന്നത്. ഇതൊക്കെ തള്ളിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഹിസ്റ്ററി പറയാനില്ല. ഈ കറക്റ്റ് ആയിട്ടുള്ള അപ്പോസ്റ്റോളിക് ലീനിയേജ് യഥാർത്ഥമായി കൃത്യമായി വാഴിക്കപ്പെട്ട് ഇരുട്ടിന്റെ മറവിൽ ഒരു ഫോർട്രസിൽ വെച്ച് വാഴിച്ച ഒരു ബിഷപ്പാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അതൊന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജാപക ഉണ്ടാക്കാൻ വേണ്ടി കുറെ മിറക്കിൾസ് ആട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനും സോഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു വെബ്സൈറ്റിനകത്ത് പണ്ടെങ്ങാണ്ട് അവർ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അതാണ് അവർ ലിങ്ക് ആയിട്ട് പലയിടത്തും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇന്ന് അവരുടെ വെബ്സൈറ്റിൽ കാണുന്നുമില്ല, അതൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. എന്തായാലും പിന്നെ വേറെ കാര്യം പറയും, മിറക്കിൾസിനൊന്നും ഈ പറയുന്ന പോലെ പ്രൂഫ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ ഇയർലി ഹിസ്റ്ററി പോലും ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. എനിവേ, അപ്പം ഇതാണ് ഇവരുടെ ചരിത്രം. ചരിത്രത്തിന്റെ ഒരു യാക്കോബ് ബുർദുവാന തൊട്ടുള്ള തുടക്കമാണ്. ബാക്കി ഇനിയും യാക്കോബ് ബുർദയുടെ കാര്യം പറയാനുണ്ട്. ജയിച്ച എനിക്ക് ഇറങ്ങണം കേട്ടോ, എനിക്ക് സമയം പോയി. ആ അപ്പൊ ഈ യാക്കോബ് ബുർദാനെയാണ് പിന്നെ ഈ നേരത്തെ ബെജി ബ്രദർ പറഞ്ഞ പോലെ സെർജിയസ് ഓഫ് തെല്ലേനെ വാഴിക്കുന്നത് ബിഷപ്പായിട്ട്, പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് ആയിട്ട്. അപ്പോ അത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് 544 545 കാലഘട്ടമാണ്. യാക്കോബ് ബുർദാനയുടെ ജീവിത കാലം എന്ന് പറയുകയാണെങ്കിൽ 500 to 578. സെയിം തിയോഡോറയുടെ സ്റ്റാർട്ടിങ് അത് 500 to 548 ആണ്. അപ്പൊ സെർജിയസ് ഓഫ് തെല്ല എന്ന് പറയുന്ന പാത്രിയാർക്ക് ഓഫ് ആന്റിയോക്കിനെ വാഴിച്ചതിന് ശേഷം ആള് വലിയ ഒരു നിഷ്ക്രിയൻ പോലെയായിരുന്നു. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കംപ്ലീറ്റ് കൈകാര്യം ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന യാക്കോബ് ബുർദാനെയാണ്. അപ്പൊ ആള് ജസ്റ്റ് ഒരു പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് അപ്പൊ ഈ എന്നുള്ള ഒരു പദവി സെർജിയക്കിനോട് പുള്ളിയുടെ മുൻഗാമി ആരാന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയും? അതിന് ഇല്ല ശരിക്കും. എങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു പാത്രികീസ് എങ്ങനെ ഉണ്ടാവണം? അവര് കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സെവറിയോസിനെ കണക്ട് ചെയ്യണം. അതെങ്ങനെ കണക്ട് ചെയ്യാൻ സെവേരിയസ് പറ്റും? സെവേരിയസിന്റെ സഭയോ എങ്ങനെ അംഗീകരിക്കണ്ടേ? രണ്ടിലൊരാള്. സെവറിയോസ് വെർജിയാനെ 500 ഞാൻ പറഞ്ഞല്ലോ, 538 കാലം ചെയ്തില്ല സെവറിയോസ്. ഈ ഈ വെർജിയാന സംഭവം പറഞ്ഞിട്ട് ഈ വെർജിയാനെ മെത്രാപോലിത്തയായിട്ട് വാഴിക്കുന്നതിന് മുമ്പേ സേവറിയോസ് മറ്റേ കാലം ചെയ്തു പോയില്ലേ? പിന്നെ 538 കാലം ചെയ്തു. അത് പിന്നെ കൈവപ്പ് എങ്ങനെ കിട്ടിയത്? അല്ല, അപ്പൊ ബുർദാനെ മെത്രാനാക്കിയപ്പോ സേവേരിയസിന്റെ ആശീർവാദം ഉണ്ടായിരുന്നോ? ഇല്ല, സെവറിയോസ് ജീവിച്ചിരിപ്പില്ലല്ലോ. ബുർദാന മെത്രാൻ അവന് മുമ്പേ സേവേരിയസ് മരിച്ചുപോയി, കാലം ചെയ്തു. പുള്ളിക്ക് അതൊരു അറിവില്ല. അല്ലെ മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു പറഞ്ഞിട്ടോ മറ്റെന്തോ ലിറ്ററേച്ചർ ട്രാൻസ്ലേറ്റ്. അപ്പൊ ഇവരുണ്ട് അത് ഈ പറയുന്ന പോലെ കുറെ ഹോമിലി കുറെ വർക്കുകളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറെ ലിറ്ററജിക്കൽ കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടി ചെയ്തതല്ല, പുള്ളി ചെയ്തതാണ്. അല്ല ഇങ്ങനെ സഭയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തല്ലോ. അല്ലല്ല, പുള്ളി അത് ചെയ്തതെന്ന് വെച്ചാൽ പ്യൂർലി ഒരു ഇതിനു വേണ്ടിയിട്ടാണ്. എന്താ പറയാ, ഒരു പക്ഷെ അതായത് ഈ സിറിയ സെക്കുന്ത സിറിയ പ്രൈമയുണ്ട്, 2 സ്ഥലമുണ്ട്. അല്ല സിറിയ സെക്കുന്തയ്ക്ക് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആള് ഭാവിയിലേക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്തതാവും. ഭാവിയിൽ അവർക്ക് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തതാവും. അല്ലാതെ ഇതിന് ചെയ്തതല്ല. ഹലോ, അല്ലെ സുറിയാനി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്തിരിക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു സഭ ഇവിടെ ഉണ്ട്, അവർക്ക് ഒരു ലിറ്ററേച്ചർ വേണം എന്ന നിലയിൽ ചെയ്തതാണ്. അല്ലല്ല, അതെന്തായാലും അല്ല. ഹലോ, കേൾക്കണ്ട? അപ്പൊ ഈ കാലഘട്ടത്തിന് ശേഷം ഈ പറയുന്ന 544 ഈ പറയുന്ന സെർജിയസ് ഓഫ് തെല്ലേനെ വാഴിക്കുന്നത്. സെർജിയസ് ഓഫ് തെല്ല 547 ആവുമ്പോഴേക്ക് സെർജിയസ് ഓഫ് തെല്ല കാലം ചെയ്യും. അപ്പൊ യാക്കോബ് ബുർദാനയുടെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 500 to 578 അപ്പൊ അത് അറൌണ്ട് 78 വയസ്സ് വരെ ആള് ജീവിച്ചു. തിയോഡോറോയുടെ കാലഘട്ടം ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, 500 to 548. അപ്പൊ തിയോഡോറോയത് ഈ പറഞ്ഞ ഈ സെർജിയസ് ഓഫ് തെല്ലയ്ക്ക് ശേഷം 1 വർഷത്തിന് ശേഷം തിയോഡോറോയത് കാലം ചെയ്യും. തിയോഡോറോ മരണം എന്ന് പറയുകയാണെങ്കിൽ
ബ്രസ്റ്റ് ട്യൂമർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള ഒരു രോഗം വന്നിട്ടാണ് മരിക്കുന്നത്. അത് ഹിസ്റ്റോറിയൻസ് എല്ലാം അത് കറക്റ്റായിട്ട് അത് ഇത് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് എന്താ പറയാ, ഇന്ന ഒരു പ്രശ്നം കൊണ്ടാണ് മരിക്കുന്നത്, കുറെ സഫർ ചെയ്തു എന്നാണ് പറയുന്നത് ഈ പറയുന്ന ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ. തിയോഡോറയ്ക്ക് ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഡോട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സണ്ണിനാണ് പിന്നെ പിൽക്കാലത്ത് ഈ മകനെയാണ് ഈ ഒരു 550-60 കാലഘട്ടങ്ങളിലെങ്ങാണ്ട് അവരുടെ പാത്രിയാർക്കീസിന്റെ ഒഴിവ് വന്നപ്പോ, കോപ്റ്റിക് പാത്രിയാർക്കീസിന്റെ ഒഴിവ് വന്നപ്പോ അവിടേക്ക് അവിടേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മകനെ ഗ്രാൻഡ് സണ്ണിനെ വിടുന്നുണ്ട്. അത് തിയോഡോറ വിടുന്നതല്ല, അന്ന് ഈ പറയുന്ന കക്ഷി പോകുന്നുണ്ട്. തിയോഡോറ അപ്പോഴേക്കും കാലം ചെയ്തു, 548 ആകുമ്പോഴേക്കും കാലം ചെയ്തു. പിന്നെ നെക്സ്റ്റ് ജസ്റ്റീനിയൻ 500 ജസ്റ്റീനിയന്റെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 500 ഈ തിയോഡോറേനെ കല്യാണം കഴിക്കുമ്പോൾ 20 വയസ്സ് തിയോഡോറേക്കാളും മൂപ്പുണ്ടായിരുന്നു ജസ്റ്റീനിയന്. അപ്പൊ ഒരു 480 കൂട്ടാം. ജസ്റ്റീനിയൻ പക്ഷെ ഈ തിയോഡോറ മരിച്ച് കാലം ചെയ്തതിനു ശേഷം ഒരു 570s മരിക്കുന്നത് ഈ ജസ്റ്റീനിയൻ. 572 ജസ്റ്റിൻ രണ്ടാമൻ രാജാവ്, അതായത് എംപറർ തിയോഡോർ ഈ ഇവരുടെ ജസ്റ്റീനിയൻ രണ്ടാമന്റെ ശേഷം വരുന്നത്. പക്ഷെ ജസ്റ്റീനിയൻ എന്ന് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ തിയോഡോറ കാലം ചെയ്തതിനു ശേഷം പിന്നെ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഇല്ല ഈ ജസ്റ്റീനിയൻ. പിന്നെ അല്ല, അപ്പൊ ഈ ചെറുക്കൻ പിന്നെ തിയോടൊക്കെ ഉണ്ടായ ജസ്റ്റീനിന്റെ അല്ലേ? അത് വേറെയാണോ? അല്ല, ഇനി ജസ്റ്റീനിയനിൽ ആണെങ്കിൽ ഒരു അൺഒഫീഷ്യൽ എന്ന് പറയാൻ ഇല്ല പറ്റില്ലല്ലോ. ഒഫീഷ്യൽ അല്ല. കാരണം ഈ തിയോഡോറയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരു ആൺമകൻ ജസ്റ്റീനിയനിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ആൺമകന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ തിയോഡോറേനും ഈ ജസ്റ്റീനിയനും കാണാൻ വേണ്ടിയിട്ട് ജെറൂസലമിലെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, മാർ സാബ എന്ന് പറഞ്ഞിട്ട്. ഈ സാബാസ് എന്ന് പറഞ്ഞ ബിഷപ്പ് ഇവരെ കാണാൻ വന്നപ്പോ ഈ പറയുന്ന തിയോഡോറ കേണ അപേക്ഷിക്കുന്നുണ്ട്, എനിക്കൊരു പുത്രഭാഗ്യം എനിക്കില്ല, എനിക്ക് ഒരു പുത്രഭാഗ്യം ആശീർവദിക്കാമോ എന്ന് പറഞ്ഞിട്ട് കേണ അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ബിഷപ്പ് പറയുന്നുണ്ട്, അന്ത്യോക്യയല്ല, ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഭയങ്കര ഈ രാജ്യം കർത്താവ് അത് പരിപാലിച്ചോളും എന്ന് മാത്രം പറയും. അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും തിയോഡോറ സ്വകാര്യത്തിൽ പോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയാം, നിന്റെ പാസ്റ്റ് കാരണം കൊണ്ടല്ല ഞാൻ നിന്റെ അടുത്ത് ഇത് ഇങ്ങനെ പറഞ്ഞത്. കാരണം നീ ഒരു ഹെറസിയാണ് എൻഡോർസ് ചെയ്യുന്നത്, നീ മനഃപൂർവ്വം ദൈവ നിഷേധമാണ് നീ പറഞ്ഞുകൊണ്ട് നീ അതിനു വേണ്ടിയിട്ടാണ് നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്റെ ഉൾക്കണ്ണിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ രാജ്യം ദൈവം സംരക്ഷിച്ചുകൊള്ളും. പകരം തിയോഡോറ പറയുന്നുണ്ട്, ഈ സന്യാസിയോട് ചോദിക്കുന്നുണ്ട്, ദൈവം സംരക്ഷിക്കുന്നത് എനിക്കറിയാം, പക്ഷെ ഞാൻ അതല്ല ചോദിച്ചത് പ്രഭു, എനിക്കൊരു പുത്രഭാഗ്യം ഈ രാജാവിൽ നിന്ന് എനിക്കൊരു പുത്രഭാഗം കിട്ടുമോ, അതിനു വേണ്ടിയിട്ട് അതാണെന്ന് 2 പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടും അത് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറയാതെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനത്തെ ആൻസർ കൊടുത്തതിന് പിന്നെ സ്വകാര്യത്തിൽ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തെയോ ഞാൻ ഒരു പാഷാണ്ഡതയിലേക്ക് വീഴാൻ ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കില്ല. നിനക്കൊരു പുത്രഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യില്ല. കാരണം നീ ആ കുഞ്ഞിനെ നീ പാഷാണ്ഡതയായിരിക്കും ചെയ്യാൻ. ഇതൊക്കെ ഒരു കഥയുടെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഈ തിയോഡോറ എന്തായാലും അധികം നാൾ ഉണ്ടാവില്ല. 548 കൂടിയിട്ട് തിയോഡോറ അപ്പം കാലം ചെയ്യും. ജെ ബ്രദറെ ഒരു സംശയം, ഈ ഇത്രയും ഈ ജേക്കബിന്റെ ഇറക്ഷൻ പ്രോബ്ലം ഒക്കെ പരിഹരിച്ചു കൊടുത്ത അത്ഭുത സിദ്ധികളുള്ള ഡോറയ്ക്ക് സ്വയമായിട്ട് ഒരു ആൺകുഞ്ഞിനെ സൃഷ്ടിക്കാനുള്ള ശക്തി ഇല്ലാതെ പോയോ? അതെന്തായാലും ഇല്ല, അതെന്തായാലും കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പുള്ളിയെ കൊണ്ടൊക്കത്തുള്ളായിരിക്കും. ഇറക്ഷൻ പ്രോബ്ലം ഒക്കെ പുള്ളി പരിഹരിച്ചു കൊടുക്കുമായിരിക്കും. അതെ 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 അതെ. അങ്ങനെയുള്ള മാന്ത്രിക സിദ്ധിയുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ വരുന്നതാണ് സെർജിയസ് ഓഫ് സ്റ്റെല്ല. കഴിഞ്ഞിട്ട് ഒരു 2-3 കൊല്ലം ആരും വായിച്ചിട്ടൊന്നുമില്ല. പിന്നെയാണ് ഈ പറയുന്ന പോൾ ഊക്കാമെ എന്ന് പറയുന്ന ഒരു പോൾ ദ ബ്ലാക്ക് എന്ന് പറയുന്ന ഇല്ല, ഒരു ജെ പാത്രിയാർക്കിന്. ഈ സെർജിയസ് ഓഫ് പറഞ്ഞോ. തെല്ല അയാളൊരു ഒരു ഒരു ഹെററ്റിക് അല്ലേ അയാള്? സെർജിയസ് ഓഫ് തെല്ല സെർജിയസ് ഓഫ് ടെല്ലയാണോ അത് കഴിഞ്ഞിട്ടുള്ള ആളാണോ ഹെററ്റിക്? പോൾ ഓഫ് ഊക്കാമെ സെർജിയസ് ഓഫ് തെല്ലയാണ് ഹെററ്റിക്. സെർജിയസ് ഓഫ് ആണോ? തെല്ലയാണ് മറ്റേ ഇത് എന്നാ, പുള്ളി ട്രിനിറ്റേറിയൻ അല്ലല്ലോ, എന്തോ മറ്റേ എന്താ പറയുന്നത്. മറ്റേ ഈ രണ്ടാമത്തെ ആളുണ്ടല്ലോ, ആളെന്തായാലും ഹെററ്റിക് ആണ്. മറ്റേ ഇതായിരുന്നു, ട്രൈറ്റീസ് ആയിരുന്നു. സെർജിയസ് ഓഫ് തെല്ലയാണ് ആക്ച്വലി ട്രൈത്തീസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ സെർജിയസ് ഓഫ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആള് ഹെററ്റിക് ആണ്. രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ഹെററ്റിക്, ആള് ആള് പുറത്താക്കണം. സ്കിസ്മാറ്റിക് ആണ്. ആളെ അങ്ങേര് പുറത്താക്കുന്നുണ്ട്. ഭയങ്കര അടിയും പിടിയും, അങ്ങേര് ഒരു 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 അയാളൊരു അതെ അതെ കഥാപാത്രമാണ്. അതെ അതെ. ശരിക്കും അങ്ങനെ യാക്കോബക്കാരനാ. ഈ അടിയും പിടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാക്കോളിയായിട്ട് കണക്കാക്കാം. അതെ അതെ, സർട്ടിഫൈഡ് യാക്കോളി. അടിപൊളി. അപ്പൊ ഈ സെർജിയസ് തെല്ലേനെ വായിക്കും. അപ്പൊ ഈ പറഞ്ഞ ഷാർപ്പ് പറഞ്ഞ പോലെ അപ്പൊ ആള് അത് ട്രൈത്തീസം ഹോൾഡ് ചെയ്യുന്നത്. ഈ ട്രൈത്തീസം എന്ന് പറയുന്നത്
മൂന്ന് നേച്ചറിലുള്ള വ്യക്തികൾ ഒരേ ഇതില് ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. മൂന്ന് സെയിം നേച്ചറിലുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, മുക്കൂട്ട് ദൈവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഈ ട്രൈറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ. അത് വളരെ പ്രബലമായിരുന്നു ഈ പറയുന്ന സുറിയാനി, ഈ പറയുന്ന യാക്കോബായക്കാരുടെ ഇടയിൽ വളരെ തുടക്കകാലത്ത് ഭയങ്കര പ്രബലമായിരുന്നു. ഈവൻ പാത്രിയാർക്കീസുമാര് പോലും പലവരും ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഹെരസിയാണത്. ഈവൻ ഈ പറയുന്ന ഹെരസിയുടെ പേരിൽ യാക്കോബ് കുർദാന രണ്ട് മെത്രാന്മാര് ആള് തന്നെ വായിച്ചിട്ടുള്ള കോനോൻ, പിന്നെ വേറൊരു മെത്രാനും ഉണ്ട്, രണ്ടുപേരെ, കോനോൻ ഓഫ് തർസൂസും വേറൊരു മെത്രാനും. പേര് കോണോൺ ആൻഡ് സുഞ്ചിനിസ്, അതാ. ഓക്കെ, രണ്ടുപേരെ ആള് യൂജിനിസും കോണോണും. ഈ രണ്ട് മെത്രാന്മാര് ഈ ഈ ഇങ്ങേര് തന്നെ വാഴിച്ചിട്ടുള്ളതാണ്. ഹരാനിലേക്കും അങ്ങനെ രണ്ട് സ്ഥലത്തേക്ക്, തർസൂസിലേക്കും വേറെ സ്ഥലത്തേക്ക് വാഴിച്ചിട്ടുള്ള മെത്രാന്മാര് അവര് ട്രൈറ്റീസം ആരോപിച്ചുകൊണ്ട് ഈ പറയുന്ന യാക്കോബ് പ്രധാന ഇവരെ പുറത്താക്കുന്നുണ്ട്, ഡിപ്പോസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഇവർ യാക്കോബ് പ്രധാനനെ ഇവർ പുറത്താക്കുന്നുണ്ട്. സബേലിനിസം, അതായത് തികച്ചും ഏകത്വം ആണ് യാക്കോബ് പ്രധാന പഠിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് യാക്കോബ് പ്രധാനെ തിരിച്ച് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്കമ്മ്യൂണിക്കേഷൻ കുറച്ച് നടക്കുന്നുണ്ട്. ഈ സെർജിസ് ഓഫ് ടെല്ലയ്ക്ക് ശേഷം വരുന്ന പോൾ ഊക്കാമ എന്ന് പറഞ്ഞ ആള് പിൽക്കാലത്ത്, അതായത് ആ കാലഘട്ടത്തിൽ ജസ്റ്റീനിയൻ രാജാവ് വീണ്ടും ഇവരായിട്ട് ഈ പറയുന്ന യാക്കോബ് പ്രധാനൊക്കെ ആയിട്ട് ഒരു ലയന ശ്രമം നടത്തി. ആ ലയന ശ്രമം എന്ന് പറയുകയാണെങ്കിൽ അവരൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അത് ഒരു ലയന ശ്രമം ഫ്ലോപ്പായി. രണ്ടാമത്തെ ലയന ശ്രമം നടക്കുന്നത് ഈ ജസ്റ്റീനിയൻ രാജാവ് കാലം ചെയ്തതിനു ശേഷം ജസ്റ്റിൻ രണ്ടാമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ, അതായത് ജസ്റ്റിൻ, ഹലോ കേൾക്കണ്ട, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ജസ്റ്റിൻ രണ്ടാമൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു ലയന ശ്രമം നടത്തുന്നത്. അന്ന് അപ്പൊ അവരവിടെ പോയി സംസാരിച്ച് അവസാനം ഈ പറയുന്ന ഈ എന്താളുടെ പേര് മറന്നുപോയി, അതായത് അന്ന് ഈ പറയുന്ന ജസ്റ്റിൻ രണ്ടാമൻ രാജാവ് നടത്തിയിട്ടുള്ള ഒരു ലയന ശ്രമത്തിൽ അന്ന് ഈ യാക്കോബ് പ്രധാനിയും ഒരു ഡെലിഗേഷനും കൂടിയിട്ട് അവിടെ പങ്കെടുക്കാൻ പോകും. കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് പങ്കെടുത്തിട്ട് അവസാനം അവളൊരു വിളംബരം നടത്താണ്. നമ്മൾ ഈ പറയുന്നതെല്ലാം ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ എക്സ്പ്രഷൻസ് മാത്രം വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്നുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ്, ജോൺ സ്കിത്തോപോളിസ് എന്ന് പറഞ്ഞ പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിച്ചിട്ടാണ് ഈ പറയുന്ന യാക്കോബ് കുർബാന ഇവരുടെ സഭ ഉണ്ടാക്കിയ ടീം വരുന്നത്. വരുമ്പോ എന്തുണ്ടായി, വരുമ്പോ ഈ ന്യൂസ് ഇവരറിഞ്ഞു. ആരാ, ഈ പക്ഷത്തുള്ളവര് കുറച്ച് പേര് ഈ കൗൺസിലൊന്നും പോവാത്ത, ഈ അല്ലെങ്കിൽ ഈ ലയന ചർച്ചയിലേക്ക് പോവാത്തവര് അറിഞ്ഞു. പോയപ്പോ ഇവര് തമ്മിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടായി. ആ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസും യാക്കോബ് പ്രധാനും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. പോൾ ഊക്കാമ എന്ന് പറയുന്ന വ്യക്തി, ആള് ഇത് എന്താ പറയാ, ആള് ഈ പറയുന്ന അന്നത്തെ എംബറോ അല്ലെങ്കിൽ അന്നത്തെ പാത്രിയാർക്ക് എങ്ങാണ്ട് ഈ പറയുന്ന ഈ കൽക്കഡോൺ ഡയോഫിസിറ്റിസം ഇത് എൻഫോഴ്സ് ചെയ്തപ്പോ ഈ പോൾ ഉക്കാമെ അത് അക്സെപ്റ്റ് ചെയ്തതിന്റെ പേരിൽ ആളെ പിടിച്ച് പുറത്താക്കി. ആര്, ഈ പറയുന്ന യാക്കോബ് പ്രധാനെ പുറത്താക്കി. അതേപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പറയായിരുന്നു. അപ്പൊ തന്നെ ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ 570 കാലഘട്ടം. അപ്പൊ ഈ പീറ്റർ നാലാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പീറ്റർ നാലാമനാണ് ഈ പറയുന്ന അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസും പുറത്താക്കി. പോൾ എന്ന് പറയുന്ന അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ രണ്ട് യാക്കോബ് ബുർദാനെയും പുറത്താക്കി. യാക്കോബ് ബുർദാന എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ഒരു ഏത് പാത്രിയാർക്കോ ഇതൊന്നും നോക്കില്ല, ആൾക്ക് ആര് വേണമെങ്കിൽ പുറത്താക്കുക, ആര് വേണമെങ്കിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇങ്ങനെ. അത്ര പവർഫുൾ ആയിരുന്നു അത്. മറ്റേ പാത്രിയാർക്കൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പാ. അപ്പൊ ആ പാത്രിയാർക്കിനാണ് ഇവന്മാർ ഇപ്പൊ സൂപ്പർ പവർ കൊടുക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ യാക്കോബികൾ. അപ്പൊ നമ്മുടെ ഈ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കും ഇങ്ങനെ പിടിച്ച് പുറത്താക്കി. ഈ പോൾ ഉക്കാമേനെ പിടിച്ച് പുറത്താക്കി. ട്രൈറ്റീസ് ഒക്കെ ആരോപിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ട്രൈറ്റീസ് ആരോപിക്കുന്നുണ്ട് ഈ പോൾ ഉക്കാമയുടെ പേരിൽ. എന്തായാലും പിടിച്ച് ഡിപ്പോസ് ചെയ്തു. കാരണം ആള് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, കാൽക്കഡോൺ അല്ലെങ്കിൽ ആ വിശ്വാസം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആളെ പിടിച്ച് പുറത്താക്കിയപ്പോ ഇവരെ പിടിച്ചിട്ട് പുറത്താക്കി എന്തോ ഡിപ്പോസ് ചെയ്യുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങേര് നേരെ അന്നുണ്ടായിരുന്ന മുന്തിർ ഹാരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിന്റെ കീഴിൽ അഭയം പ്രാപിച്ച് ഈ പോൾ ഊക്കാമെ പോവാണ്. അതായത് അന്നത്തെ ഒരു ഗസനിദ് എന്ന് പറഞ്ഞിട്ടുള്ള ബൈസന്റിയൻ എംപയറിന്റെ ഒരു വാസൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഒരു ഗസനിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ആ ഏരിയയിൽ കൂടുതൽ അറബികൾ, അതായത് ഇസ്ലാമിന് മുമ്പുള്ള അറബികൾ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആൾക്കാരുടെ പേര് അങ്ങനെയാണ്, മുന്തിർ അൽ ഹാരിത്ത് അൽ ജബാല എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരാണ് അവിടെ ഗസനിദ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്നത്. ഈ ഗസനിദ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്നവര് ഇവരെല്ലാം അഭയം പ്രാപിച്ചു. ഈ പറയുന്ന പോൾ ഊക്കാമെ അഭയം പ്രാപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പത്രോസ് നാലാമൻ അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് കാലം ചെയ്യും. പകരം ഡാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പാത്രിയാർക്കീസ് അവിടെ വരും. അപ്പോഴേക്കും ഈ കാലഘട്ടം 570-72 ആവുമ്പോൾ എന്താ പറയാ, ഇവര് തമ്മിൽ വീണ്ടും ലയിക്കുന്നതാണ്. ഈ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസും ഈ പറയുന്ന യാക്കോബ് പ്രധാനിയും തമ്മിൽ വീണ്ടും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കും. അവരൊരു മുമ്പുണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും
ശപിക്കലും ആ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ സോൾവ് ആക്കും. അവർ തമ്മിൽ സോൾവ് ആക്കിയിട്ട് ഈ പറയുന്ന പോൾ ഉക്കാമ അന്ന് അബ്സെൻഷ്യയാണ്, വെച്ചാൽ ആള് പുറത്താക്കി. അപ്പൊ അവിടെ ഒരു അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് 578 ആകുമ്പോഴേക്കും ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ വഴി മധ്യേ ഈ തോന്നുന്നത് ഇവിടെ വെച്ചിട്ടാണ് തോന്നുന്നത്, ഏതൊരു മൊണാസ്ട്രിയുടെ അവിടെ വെച്ചിട്ട് ബാക്കൂസ് അല്ലെങ്കിൽ കസിയാന്റെ ഏതൊരു മൊണാസ്ട്രിയിൽ വെച്ചിട്ട് വഴി മധ്യേ ഈ പറയുന്ന ഈജിപ്തിലേക്ക് പോകുന്നതിന്റെ വഴി മധ്യേ നമ്മുടെ ഈ യാക്കോബ് പ്രധാന കാലം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ മൊണാസ്ട്രി കിടന്നിട്ട്. അത് കാലം ചെയ്തതിന് ശേഷം ഡാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്രിയാർക്കീസ ഇവരെ ഈ അന്ത്യോക്യൻ ഇവിടെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾക്കൊരു പാത്രിയാർക്കീസിനെ 2 കാൻഡിഡേറ്റിനെ എടുത്തിട്ട് നിങ്ങൾ വാഴിച്ച് നിങ്ങൾ അവിടെ ഒരു ആളാക്കാൻ വേണ്ടിയിട്ട് വാഴിക്കുകയാണ്. പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല. അവരാർക്കും പാത്രിയാർക്കീസ് ആവാനുള്ള ധൈര്യമില്ല. കാരണം ഓൾറെഡി ഒരു പുറത്താക്കപ്പെട്ട ഒരു അന്ത്യോക്യൻ പാത്രിയാർക്കീസ്, യാക്കോബായ പാത്രിയാർക്കീസ് ഉണ്ട്. ആളറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യുവമാരെ തട്ടും എന്നുള്ളൊരു പേടി കാരണം ആരോ പൊസിഷൻ എടുത്തില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഈ പീറ്റർ ഒരു കലിനിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പാത്രിയാർക്കീസിന് അല്ല ഒരു കാൻഡിഡേറ്റിനെ ആരും നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ആളും ഈ പൊസിഷൻ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ, ഗ്രിഗോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ച് പാത്രിയാർക്കീസ് ആവാൻ മാക്സിമം ട്രൈ ചെയ്തു ഡാമിയൻ. കാരണം ഇവിടെ അന്ത്യോക്യൻ ഇത് ഇല്ലാണ്ടായി പോവാണ്. കാരണം ആരും പാത്രിയാർക്കീസ് ആവുന്നില്ല, ഒരാളുള്ളത് പുറത്തുമാണ്, ഡിപ്പോസ്റ്റ് ആണ്. അപ്പൊ ആളും എടുത്തില്ല. പിന്നെ ആള് വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കും, ഈ പീറ്ററിനെ നിർബന്ധിക്കും. അപ്പൊ ആളത് എടുക്കും. ആ പാത്രിയാർക്കിൽ പദവി എടുത്തിട്ട് ഈ പറയുന്ന ഡാമിയൻ അങ്ങേരെ വാഴിച്ച് അങ്ങേരെ വീണ്ടും ഇപ്പൊ ഈ ടൈം ഞാൻ പറയുന്നത് വെച്ചാല് ഇതിന്റെ പ്രോവനൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏതിന്റെ ഈ അലക്സാണ്ട്രിയൻ സഭ, കോപ്റ്റിക് സഭയുടെ ഈ അന്ത്യോക്യൻ സഭയുടെ മോഡലുള്ള പ്രോവനൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് വീണ്ടും നിയമിക്കുകയാണ്, അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആയിട്ട് നിയമിക്കുകയാണ്. അപ്പൊ 2 തവണ നിയമിച്ചു. ഏതോ ഒരു പ്രാവശ്യം ഒന്ന് അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ സഭയാണ് ഇവിടെ യാക്കോബ് പ്രധാനേനെ അപ്പോയിന്റ് ചെയ്തത് ദേശയിലെ ബിഷപ്പായിട്ട്. അത് കൂടാതെ ഡാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പാത്രിയാർക്കീസ് കോപ്റ്റിക് ബിഷപ്പാണ് ഇവിടെ വീണ്ടും പത്രോസ് കലിനിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഷപ്പിന് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആയിട്ട് വാഴിക്കുന്നത്. അങ്ങനെയാണ് അത് ബിഷപ്പ് ആവുന്നത്, അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആവുന്നത്. അതിനുശേഷം ഇവര് തമ്മിൽ അടിയുണ്ടാവും. ഈ ഡാമിയനും 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈറ്റീസം ആരോപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകൾ നടത്തി ശാപ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അങ്ങനെയൊക്കെ ആ ടൈം പീരീഡ് അങ്ങനെയാണ് കടന്നു പോകുന്നത് ഇവരുടെ ഇടയിൽ. പിന്നെ കുറെ നാളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം റിസോൾവ് ആവാതെ ഈ കോപ്റ്റിക് സഭയും ഇവരും തമ്മിൽ, അതായത് അന്ത്യോക്യൻ സഭയും തമ്മിൽ കുറെ നാളായിട്ട് ഒരു സ്കിസത്തിൽ അവർ തമ്മിൽ ഇതൊരു ഇതാന്ന് ആലോചിക്കണം. ക്രിസ്റ്റോളജി സെയിം ആണ്, പക്ഷെ അവർ തമ്മിൽ അടിയാണ്. ഈ പറയുന്ന കോപ്റ്റിക് വിഭാഗവും യാക്കോബൈറ്റ് വിഭാഗവും തമ്മിലടി. കോപ്റ്റിക് വിഭാഗമാണ് ഇവരെ നിയമിച്ചത്, പക്ഷെ എന്നാലും അവർ തമ്മിലടി. അതേപോലെ അർമേനിയൻ കൂട്ടറായിട്ട് അടി, അർമേനിയൻ കൂട്ടർ ആയിട്ട് അടി. അത് കൂടാതെ ഈ ഈജിപ്തില് അലക്സാൻഡ്രിയയിലുള്ള ആൾക്കാർ തന്നെ 3-4 വിഭാഗങ്ങൾ. ഒന്ന് സെവേറിയൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, തെനിസ്റ്റിയൻസ്, ഗയാനൈറ്റുകാർക്ക് വേറെ പാത്രിയാർക്കീസ്, അവർക്ക് ഒരു നൂറ്റാണ്ട് കാലഘട്ടം അവർക്ക് പാത്രിയാർക്കീസുമാര് പാരലായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ചരിത്രത്തിന്റെ ഒരു 500-600 വരെയുള്ള ഒരു ആകെ തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അധികം ഇല്ല, ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഇത്. ഇനിയിപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹലോ ഞാനൊന്ന് ഈ ഫസ്റ്റ് 3 പാത്രിയാർക്കീസിന്റെ കാര്യം ഒന്ന് വളരെ ലൈറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഈ നമ്മുടെ ബദ്രുചേട്ടൻ, നമ്മുടെ ബർദ്വാന ചേട്ടനാണ് ഈ സെർജിയസ് എന്ന് പറഞ്ഞ ആളെ പാത്രിയാർക്കീസായിട്ട് കൈവപ്പ് കൊടുത്ത് കയറ്റിവിടുന്നത്. ഇദ്ദേഹം ഒരു ട്രൈത്തീസ്റ്റ് ആണ്, ഒരു ഹെരസിയാണ്. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ട്രിനിറ്റി ആണല്ലോ, ഇങ്ങനെ വിശ്വസിക്കുന്നത് ട്രൈത്തീസ്, അതായത് 3 ദൈവങ്ങളുണ്ടെന്നാണ് എന്നാണ് ആ ഒരു പ്രപ്പോസിഷൻ, ട്രൈത്തീസത്തിന്റെ പ്രപ്പോസിഷൻ. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്ന് പോലും അറിയാൻ മേലാത്ത ഒരു പാത്രിയാർക്കീസ്. അതാണ് ഇവരുടെ ഫസ്റ്റ് പാത്രിയാർക്കീസ്, സെർജിയസ് എന്ന് പറഞ്ഞ ആള്. ഈ സെർജിയസ് കുറെ നാള് പാത്രിയാർക്കീസായി. പുള്ളി അവസാനം മരിച്ചു കഴിയുമ്പോഴത്തേന് ഇവിടെ ഈ സിറിയക് സഭയില്, സുറിയാനി സഭയില്, അല്ലെങ്കിൽ യാക്കോളി സഭയില്, അതാണല്ലോ കറക്റ്റ്, യാക്കോളി സഭയിൽ ഒരു പാത്രിയാർക്കീസ് ഇല്ല. യാക്കോളി സഭയിൽ പാത്രിയാർക്കീസ് ഇല്ല. ഇവർക്ക് ആകപ്പാടെ കമ്മ്യൂണിയൻ ഉള്ളത് അലക്സാണ്ട്രിയൻ സഭ, അതായത് കോപ്റ്റിക് സഭയായിട്ടാണ് ഇവർക്ക് ആകപ്പാടെ ഒരു കമ്മ്യൂണിയൻ ഉള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇവർക്ക് ആകപ്പാടെ ഈ യാക്കോളീസിന് ആകപ്പാടെ കമ്മ്യൂണിയൻ ഉള്ളത് അലക്സാണ്ട്രിയൻ അല്ലെങ്കിൽ കോപ്റ്റിക് സഭയായിട്ടാണ്. അപ്പോൾ ഈ കോപ്റ്റിക് സഭയ്ക്ക് ഭയങ്കര പരിഭ്രാന്തി, കാരണം ഇവിടെ ഒരു പാത്രിയാർക്കീസ് ഇല്ലല്ലോ. അവർക്ക് വളരെ ഭയങ്കര വിഷമം. അവിടുത്തെ എനിക്കൊന്ന് തിയഡോഷ്യസ് ആണെന്ന് തോന്നുന്നു ആ സമയത്ത് അവിടുത്തെ പാത്രിയാർക്കീസ് കോപ്റ്റിക് സഭയിൽ. അപ്പോൾ തിയഡോഷ്യസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ പോൾ ഊക്കാമെ. പുള്ളി ശരിക്കും പറഞ്ഞാൽ അലക്സാണ്ട്രിയൻ സഭയിലാണ് പുള്ളി ജനിച്ചു വളർന്നത്. അവിടുത്തെ ഒരു അച്ഛനാണ് അവിടുത്തെ പാത്രിയാർക്കീസിന്റെ സെക്രട്ടറിയാണ് ഇങ്ങനെ പോൾ ഊക്കാമെ. അപ്പം
കോപ്റ്റിക് സഭയിലെ പാത്രിയാർക്കീസ് പോളിന്റെ അടുത്ത് ചോദിച്ചു, ഇടേ പോൾ, നിനക്ക് അവിടെ പോയി ഊക്കാമോ? ഇപ്പൊ പോൾ പറഞ്ഞു, ഓം പറ, ഞാൻ പോയി ഊക്കി തരാം. അങ്ങനെ ഇയാളെ യാക്കോളി സഭയിലോട്ട് വിടുന്നു. യാക്കോളി സഭയെ വിട്ട് ഇയാള് യാക്കോളി സഭയുടെ പാത്രിയാർക്കീസ് ആക്കി മാറ്റി. അത് ഒരു എഴുത്ത് ഇയാളുടെ കൊടുത്തു വിട്ടു, പോളിന്റെ ഒരു എഴുത്ത് കൊടുത്തു വിട്ട്, ബർദ്വാനയ്ക്ക് ഒരു എഴുത്ത് കൊടുത്തു വിട്ട്, അങ്ങനെ ബർദ്വാന ഇയാളെ അവിടുത്തെ പാത്രിയാർക്കീസ് ആയിട്ട് വാഴിച്ചു. ഇയാളുടെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സമയമായിരുന്നു. ഇയാള് യാക്കോളി സഭയിലാണെങ്കിലും ഇയാൾക്ക് തിരിച്ചെങ്ങനെയെങ്കിലും അലക്സാൻഡ്രിയയിൽ എത്തണം, അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസ് ആകണം എന്നായിരുന്നു ഇയാളുടെ വലിയ 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 ആഗ്രഹം. അങ്ങനെ കോപ്റ്റിക് സഭയിലെ പാത്രിയാർക്കീസ് മരിച്ചുപോയി. അന്നേരം അവിടെ ഒരു എലക്ഷൻ വേണം. ഉടനെ ഇയാള് ഇവിടുത്തെ സംഭവം കളഞ്ഞിട്ട് ഓടി അപ്പുറത്ത് പോയി കോപ്റ്റിക് സഭയിൽ പോയിട്ട് അവിടെ പാത്രിയാർക്കീസ് ആകാൻ വേണ്ടി മത്സരിച്ചപ്പോൾ നമ്മുടെ കഥാനായിക, പുള്ളിക്കാരുടെ പേരെന്നായിരുന്നു, ഡോറ. ഡോറയുടെ കൊച്ചുമോൻ അവിടെ പാത്രിയാർക്കീസായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്തു, ഈ ഡോറയുടെ കൊച്ചുമോനെ പറ്റി കണ്ടമാനം അപഖ്യാതിയും അതും ഇതുമല്ല അവിടെ പറഞ്ഞു വരുത്തി. അങ്ങനെ ഡോറയുടെ കൊച്ചുമോൻ പരാജയപ്പെട്ടു. പുള്ളിക്ക് പാത്രിയാർക്കീസ് ആകാൻ പറ്റിയില്ല. അപ്പൊ ഇതറിഞ്ഞപ്പം അവിടെയുള്ള ആൾക്കാർക്കെല്ലാം കലിപ്പായി. ഇങ്ങനെ അവിടുന്ന് ഓടിച്ചു, ഓടറാന്ന് പറഞ്ഞ ഇയാളെ അവിടുന്ന് ഓടിച്ചു. ഇയാൾ അവിടുന്ന് പോയെങ്കിലും ഇയാൾ ഒരു കാര്യം ചെയ്തു. ഇയാളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് അവിടെ വേറെ ഒരു പാത്രിയാർക്കീസിനെ ഇയാൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇയാളും കുറച്ച് ബിഷപ്പ്മാരും കൂടെ ഇൻസ്റ്റാൾ ചെയ്തു. എവിടെ? കോപ്റ്റിക് സഭയിൽ. ഇയാൾ അവിടെ പുതിയൊരു പാത്രിയാർക്കീസിനെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും അവിടുത്തെ നാട്ടുകാരറിഞ്ഞ് അതും കലിപ്പായി. അതായത് വേറെ ഒരു സഭയിലെ ഒരുത്തൻ വന്നിട്ട് ഇവിടുത്തെ, അത് കോപ്റ്റിക് സഭയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോളിസിനേക്കാളും വലിയ സഭയാണ്, ഇവിടെ വന്ന് ഞങ്ങളുടെ പാത്രിയാർക്കീസിനെ ഇൻസ്റ്റാൾ ചെയ്യാറായോടാന്ന് പറഞ്ഞ് ഇവൻ ഇൻസ്റ്റാൾ ചെയ്ത പാത്രിയാർക്കീസിനെ അവരെടുത്ത് കളഞ്ഞു. എന്നിട്ട് പുതിയൊരു പാത്രിയാർക്കീസ് അവിടെ വന്നു. പുതിയൊരു പാത്രിയാർക്കീസ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അപ്പൊ മറ്റു സഭകളിൽ പോയി കോൾട്ടെടുക്കാന്നുള്ള യാക്കോളികളുടെ ഒരു പാരമ്പര്യമാണല്ലേ? അതെ, അവിടെ ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കോപ്റ്റിക് സഭയിലെ പുതിയതായിട്ട് വന്ന പാത്രിയാർക്കീസ് ഉണ്ടല്ലോ, അയാള് ഇദ്ദേഹമായിട്ട് സ്കിസമായി, എന്ന് വെച്ചാൽ അടിയായി. ഇയാളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോൾ ഊക്കാമയായിട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയി. അങ്ങനെ ആ ഒരു ലിങ്ക് പൊളിഞ്ഞു. ഊക്കാമയോട് ഊക്കി. അങ്ങനെ അവർക്ക് ആകെപ്പാടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു അലക്സാൻഡ്രിയൻ കോപ്റ്റിക് സഭ. അവരുമായിട്ട് ഝഗടയായി. അങ്ങനെ ഒരു സ്കിസം. എന്നിട്ട് ഇയാൾ തിരിച്ചു വന്ന് ഇയാൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഇനി പോട്ടെ, ഇനിയിപ്പോൾ അലക്സാൻഡ്രിയയിലൊന്നും പോയിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ട്രൈത്തീസംകാർ കുറേ പേരുണ്ട് എവിടെ? യാക്കോളി സഭയിൽ. കാരണം ഫസ്റ്റ് പാത്രിയാർക്ക് ഒരു ട്രൈത്തീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇയാൾ ട്രൈത്തീസ്റ്റുകാരുമായിട്ട് അടിവെച്ച് അവിടെ ഒരു സ്കിസം, അതായത് സ്വന്തം സഭയിൽ ഒരു സ്കിസം. അപ്പം സ്വന്തം സഭ രണ്ടായി പിളർത്തി. അവരുമായിട്ട് മാന്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷനിൽ എത്തേണ്ടതിന് പകരം ഇവിടെ അടിയുണ്ടാക്കി സ്വന്തം യാക്കോളി സഭ രണ്ടാക്കി. അപ്പം ഇപ്പം തന്നെ 2 സ്കിസമായല്ലോ, 2 സ്കിസം, ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടുത്തെ ചക്രവർത്തി, എനിക്ക് തോന്നുന്നു ജസ്റ്റിൻ 2 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, ജസ്റ്റിൻ ചക്രവർത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇടേ നീ ഇങ്ങോട്ട് വാടേ, ഈ ചാൾസിലോണിയൻ ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ പോയി അംഗീകരിച്ചു. ഈ സംഭവം അറിഞ്ഞപ്പോൾ നമ്മുടെ യാക്കോബ് ബുർദാന ഇയാളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഈ പാത്രിയാർക്കീസിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പുറത്തെ കോപ്റ്റിക് സഭയായിട്ട് അടി, സ്വന്തം സഭയിൽ പിളർപ്പ്, സ്വന്തം സഭയിലെ ഒരു ബിഷപ്പായ യാക്കോബ് ബുർദാന അവിടുത്തെ പാത്രിയാർക്കീസ് ആയിരുന്ന പോൾ ഊക്കാമേനെ പുറത്താക്കി. ഒരുപാട് മുസ്ലിം ലീഗ് പോലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സെക്രട്ടറിയുടെ മുണ്ട്. അതേ ഒരു സെറ്റപ്പാ. ഇവരിങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇയാൾ എന്ത് ചെയ്തു, ഈ അലക്സാൻഡ്രിയൻ സഭയായിട്ട് അടിയല്ലേ, അവരുമായിട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലോ. അപ്പൊ ഈ കോപ്റ്റിക് സഭ അല്ലെങ്കിൽ അലക്സാൻഡ്രിയൻ സഭ ഇങ്ങേരെ ഈ ബർദ്വാനെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇയാളെ എങ്ങനെയെങ്കിലും മാറ്റണം, അതായത് നമ്മുടെ പോൾ ഊക്കാമേനെ എങ്ങനെയെങ്കിലും മാറ്റണം, അവൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് ബന്ധം എന്ന് പറഞ്ഞു. ഇപ്പോൾ ബർദ്വാൻ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ അവനെ ഇപ്പം തന്നെ മാറ്റിക്കളയാം എന്നും പറഞ്ഞ് ഇയാളുമായിട്ട് അടിയായി. അതായത് ബർദ്വാന പോൾ ഊക്കാമേനെ പിന്നെയും പുറത്താക്കി. അങ്ങനെ സഭയിൽ പിന്നെയും ഒരു സ്കിസം, അതിന് പോളൈൻ സ്കിസം എന്നാണ് പറയുന്നത്, പോളൈൻ സ്കിസം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സമയത്ത് എന്തുമാത്രം അടികളാണ്. ഒന്ന് അലക്സാൻഡ്രിയൻ സഭയായിട്ട് അടി, അത് കഴിഞ്ഞിട്ട് സ്വന്തം സഭയിലുള്ള ട്രൈത്തീസ്റ്റുകളായിട്ട് അടി,
അത് കഴിഞ്ഞിട്ട് യാക്കോബ് പ്രധാന ഇയാളെ പുറത്താക്കി. അങ്ങനെ സഭ പിന്നെയും പിളർന്നു. അല്ല അപ്പം ഒരു മാനിഫോൾഡ് അല്ല പിളർപ്പുകളാണ്. ആർട്ടിസ്റ്റ് ഒരു പേരിടാൻ അതിന് ജാക്കോളി തല്ലുമാല. ജാക്കോളി തല്ലുമാല. കറക്റ്റ്, അത് തന്നെയാണ് ഇതിന് പറ്റിയ പേര്. ഓക്കെ, അപ്പോൾ ഈ 2 കേസ് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെ പറഞ്ഞ പോലെ അങ്ങനെ ഇദ്ദേഹം അങ്ങ് സൈഡ് ലൈൻഡ് ആയിപ്പോയി. ഈ യാക്കോബ് ബുർദാന ഇയാളെ പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ പോൾ എന്ന് പറഞ്ഞ ഒരു പക്ഷക്കാർ ആ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി. പിന്നെ അവർ സൈഡ് ലൈൻഡ് ആയിപ്പോയി. അവസാനം ഇയാൾ ഏതോ മൊണാസ്ട്രിയിലും കണ്ട് കിടന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പീറ്റർ എന്ന് പറഞ്ഞ പീറ്റർ 2 പീറ്റർ 3 എന്ന് പറഞ്ഞ ഒരു അതെ പീറ്റർ 2 പീറ്റർ 3 എന്ന് പറഞ്ഞ ഒരു പാത്രിയാർക്കീസ് വരുന്നത്. അയാളുടെ കഥയും ഇത്രയും കലുഷിതമല്ല, എന്നാലും പുള്ളിയും പോയി പുള്ളി ഏറ്റവും ആദ്യം വന്നപ്പോഴത്തേന് കോപ്റ്റിക് സഭയായിട്ട് ഇവർക്ക് ഭയങ്കര കമ്മ്യൂണിയനായി ഏറ്റവും ആദ്യം. കാരണം കോപ്റ്റിക് സഭയ്ക്ക് ഈ പോൾ ഉക്കാമേനെ എങ്ങനെയും മാറ്റണം. അങ്ങനെ പോൾ ഉക്കാമേനെ മാറ്റിയിട്ട് ഈവൻ കോപ്റ്റിക് സഭയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇയാൾ പീറ്റർ എന്ന് പറഞ്ഞ ആൾ വന്നത്. പീറ്റർ എന്ന് പറഞ്ഞ പാത്രിയാർക്കീസ് അധികാരമേറ്റ് കുറച്ച് നാൾ കഴിഞ്ഞ് പീറ്ററും ഡാമിയൻ എന്ന് പറഞ്ഞ അലക്സാണ്ട്രിയയിലെ പോപ്പും തമ്മിൽ അല്ലെങ്കിൽ പാത്രിയാർക്കീസ് തമ്മിൽ അടിയായി. അടിയാകാൻ വേണ്ടി കോപ്റ്റിക് സഭ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു സെബലിയൻ, ഇയാളുടെ വിശ്വാസപ്രകാരം ഇയാൾ സെബലിനിസത്തെ പിന്തുണയ്ക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ആര്? പീറ്റർ എന്ന് പറയുന്ന 3ാമത്തെ പാത്രിയാർക്കീസ് സെബലിനിസത്തെ പിന്താങ്ങുന്ന ഒരാളാണ്. അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ പൂരടി. ഒരു രക്ഷയില്ല. ഇവർ ഒരു കണക്കിനും അലക്സാണ്ട്രിയൻ സഭയും യാക്കോളി സഭയും തമ്മിൽ ചേരത്തില്ല. അങ്ങനെ 600 കഴിഞ്ഞു. താങ്ക് യു. അയ്യയ്യയ്യയ്യേ ബന്ധക്കോസുകാരെ കാട്ടി കട്ടവാന്നല്ലോ ഇവന്മാർ. അയ്യയ്യയ്യേ മൊത്താടിയും പിടിയെല്ലാം. ഓ, ആരും ഒന്നും പറയുന്നില്ലയോ? ഓഹോ, ഇത് കേട്ടിട്ട് ഈ യാക്കോളികളെ അന്ത്യോക്യെന്ന് വിളിക്കുന്നതിന് യാതൊരു അത് സത്യത്തോടുള്ള ഒരു നിഷേധമാണല്ലോ. ഒരു അന്ത്യോക്യായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. അന്ത്യോക്യായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. ഏതെങ്കിലും യാക്കോളികൾ അന്ത്യോക്യ പോയിട്ടുണ്ടോ എന്തെങ്കിലും കാലത്ത്? ബോംബെ വരെ ടൂർ സാറേ പോയിട്ടാണെങ്കിലും. പോയിട്ടുള്ളൂ. ഇവന്മാര് ബോംബെ പോയിട്ട് അല്ലല്ല, അവിടെയുള്ള യാക്കോളികൾ, ഇവിടെയല്ല. അവന്മാര് ഓക്കെ. അയ്യയ്യയ്യയ്യയ്യേ അവന്മാരെങ്ങാൻ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അന്വേഷിച്ചു. ഓ, ഇത് ഭയങ്കര ഹേരസ്യാണ്. ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ടല്ലോ, ഇവന്മാര് ഭയങ്കര വലിയ ഉടായ്പാണ്. മരം. ഞാൻ ഇത്തിക്കുള്ള യാക്കോളി, കറക്റ്റ് അല്ല. ഈ കൂറിലോസ് ഒരു അടുത്ത ഇത്തിക്കണ്ണി സീസണാണ്, മരം. അറിയാവോ? എല്ലാ ഇത് എല്ലാ ഇത്തിക്കണ്ണല്ല, അകത്ത് കയറിയിട്ട് ആ ജീവനെ തന്നെ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആ, ആളുകൂടെ പിടിപ്പിക്കത്തുള്ളൂ. മൊത്തം വീഴുന്ന വേറെ ഏതോ ഒരു ഈ വരയുണ്ട്. ഈ അകത്ത് ഈ കയറിയിട്ട് ചരിത്രം ഉണ്ടല്ലോ, ഈ 600 വരെയുള്ള ചരിത്രം ഇങ്ങനെ. ഇനി ഇനി 600 കഴിഞ്ഞിട്ടുള്ള ചരിത്രത്തിലാണ് നമ്മുടെ ഇസ്ലാം വരുന്നത്. എത്ര ആ കാലഘട്ടം ഈ ഓർമ്മയില്ല? തിരുമേനിയായിട്ട് ബന്ധം വെക്കണേ. നബി തിരുമേനിയുടെ വരുന്നത്. അപ്പൊ ഈ 600 വരെയുള്ള ചരിത്രമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനി അവിടുന്ന് ആ ഇസ്ലാമിന്റെ ഇതിന് ശേഷം വരവിനോട് കൂടിയിട്ട് അവരുടെ പാത്രിയാർക്കീസ്മാരുടെ ചരിത്രങ്ങളൊക്കെ ഒരു നല്ലൊരു സൂപ്പർ ഫീച്ചർ ഫിലിം ഉണ്ടാക്കാനുള്ള ഉണ്ടാണ്. അതിന് എക്സ്പെക്ട് സാർക്കച്ചാരാണ്. അല്ലെ, എനിക്ക് കുറച്ചൊക്കെ പറയാൻ പറ്റും. അല്ല, ഓ ഇത്രയും മൈ നാളും യാക്കോളീസ്, ഇവർ ഈ യു ആർ സോ ക്രിമിനൽ പതറ്റിക്. പ്രവർത്തനമില്ല. അതെ, ഇത്രയും നാളും ഇവരുടെ ഇതിൻ്റെ അത് ക്രിമിനൽ പ്രവർത്തനം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് അങ്ങോട്ട്. ക്രിമിനൽ അല്ല. ക്രിമിനൽ, കൈക്കൂലി, ഇതൊക്കെ തന്നെ full. ഓ, അതൊരു എന്തൊരു തള്ളായിരുന്നു. 650 തൊട്ട് സ്തുതി. ഒരു 650 തൊട്ട് ഒരു 950 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ പീരീഡാണ്. ഓഹോ, മെട്രിക്സിന് ഈ സ്തുതിച്ചു. പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മെട്രിക്സ് അതോ ഇങ്ങനെ മിഴുക്കസിയാന്ന് പറഞ്ഞ് ഇരുന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്? മെട്രിക്സ് ഇവിടെ കണ്ണും മഴിച്ചിരിപ്പുണ്ട്, പാവം, ഒന്നും പിടികിട്ടുന്നില്ല. ഇംഗ്ലീഷ് 2 ചോദ്യമൊക്കെ ചോദിക്കും സാറേ. ചരിത്രമായതുകൊണ്ടാ. ചരിത്രമായതുകൊണ്ട് മെട്രിക്സിന് ഈ അല്ല, അണ്ണാന്റെ ഈ സ്വഭാവമാണ്. യാക്കോളികളുടെ സ്വഭാവത്തിന്റെ ഉദാഹരണമാണ് ഈ കൂറിലോസ്. ഒരു ഉത്തമമായ അല്ല, ഉദാഹരണമാണ്. കൂറിലോസ് എന്ന് പറയേണ്ട ആദ്യം ഇപ്പോഴത്തെ യാക്കോലികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മതി. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ്, ഒരുത്തനെ മെത്രാപ്പോലിത്തയായിട്ട് വായിക്കും, പിറ്റേ ദിവസം അവൻ രാജിവെക്കും, അല്ലെങ്കിൽ അവൻ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഒറ്റ ചാട്ടം ചാടും.